പെട്ടകെട്ടി ഗ്രാമത്തിൽ. അല്ലെങ്കിൽ മറ്റേ പത്മരാജനെ കുറിച്ച് എൻ്റെ ഒരു സുഹൃത്ത്, അധ്യാപകൻ കൂടിയായി, സിനിമയെ റിസർച്ച് ചെയ്ത സുഹൃത്ത് പറഞ്ഞിട്ടുള്ള ഒരു കാര്യം, അധ്യാപകനായിരുന്നു, അദ്ദേഹം പറഞ്ഞത് പത്മരാജൻ്റെ തിരക്കഥകളിൽ നിരവധി പേർ സിനിമകൾ എടുത്തിട്ടുണ്ട്. പക്ഷേ ഓരോ സിനിമയും വ്യത്യസ്തമായി ഇരിക്കുന്ന വിധത്തിൽ അതൊരു സംവിധായകൻ്റെ കല എന്ന നിലയിൽ ആ തൻ്റെ തിരക്കഥകളെ അത്ര സ്വതന്ത്രമാക്കി സമ്മാനിക്കാൻ ഒരു മനസ്സ് കാണിച്ച ഒരു സംവിധായകൻ കൂടിയായിരുന്നു, തിരക്കഥാകൃത്ത് കൂടിയായിരുന്നു അദ്ദേഹം. ലോല എന്ന് പറയുന്ന കഥയാണ് ഞാനൊക്കെ, എനിക്ക് തോന്നുന്നത് ഞാൻ MA പഠിക്കുമ്പോഴാണ് ലോല വായിക്കുക. ആ ഒരു പ്രായത്തിലാണ് ലോല വായിക്കുക. 19 വയസ്സുകാരൻ എഴുതിയ ഒരു കഥയാണ്. ചുംബിച്ച ചുണ്ടുകൾക്ക് അല്ലേ വിട പറഞ്ഞുകൊണ്ട് ഇനി കാണുക എന്നത് ഉണ്ടാവില്ല എന്നുള്ള ആ വരികളൊക്കെ, അത് ഈ 19 വയസ്സ് അമേരിക്ക കാണാത്ത ഒരാളാണ് അത് എഴുതിയത് എന്നുള്ളതൊന്നും നമുക്ക് മനസ്സിലാവില്ല. അപ്പോൾ അത്രയും നമ്മൾ കഥയുടെ ഏറ്റവും മികച്ച കഥകൾ അല്ലെങ്കിൽ പ്രണയകഥകൾ ഇങ്ങനെയൊക്കെ തിരഞ്ഞെടുക്കുമ്പോൾ എല്ലാത്തിലും ഒരു മാസ്റ്റർ പീസ് സമ്മാനിച്ച ഒരു എഴുത്തുകാരനാണ്. ആ എഴുത്തുകാരനെ കുറിച്ചുള്ള ഓർമ്മകൾ നമ്മുടെ മുമ്പിൽ നിൽക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ ജീവിതവുമായിട്ട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന വ്യക്തി, പിന്നെ സംവിധായകനായും കഥാകൃത്തായും എഴുത്തുകാരനായും ഓർമ്മയെഴുത്തുകാരനായിട്ടുമൊക്കെ മലയാളത്തിൻ്റെ സാഹിത്യ മണ്ഡലത്തിൽ അല്ലെങ്കിൽ സാംസ്കാരിക മണ്ഡലത്തിൽ നിലനിൽക്കുന്ന ഒരു ടെലിവിഷൻ രംഗത്തൊക്കെ പ്രവർത്തിക്കുന്ന, അങ്ങനെ ഒരു സാമൂഹ്യ മാധ്യമങ്ങളുടെ രംഗത്തും ഒക്കെ അറിയപ്പെടുന്ന, ഇടപെടുന്ന ആനന്ദപത്മനാഭൻ സാറിനെ പരിചയപ്പെടുത്താനും അല്ലെങ്കിൽ അദ്ദേഹത്തെ കേൾക്കാനും ഒക്കെ കിട്ടിയ അവസരം വളരെ വിലപിടിച്ചതായിട്ട് ഞാൻ മനസ്സിലാക്കുകയാണ്. ഞാൻ ആദ്യം ദീപു ഡോക്ടറെ വിളിക്കാമെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ സാറ് വലിയൊരു വായനക്കാരനാണ്. ദീപു ഡോക്ടർ നമുക്ക് പരിചയപ്പെടേണ്ട ആവശ്യമില്ല. നമ്മുടെ വായനക്കൂട്ടിൽ അദ്ദേഹം അവതരിപ്പിക്കുന്ന പുസ്തകങ്ങളിലൂടെ ആ പുസ്തകങ്ങൾ അന്വേഷിച്ചു പോകുന്നവർ പലരുണ്ട് അല്ലേ. മറ്റുള്ളവർ പറയുമ്പോഴായിരിക്കും ഒരുപക്ഷെ നമുക്ക് വളരെ പ്രാധാന്യത്തോടു കൂടി ചില കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിയുക. ഞാൻ ഡോക്ടറെ തന്നെ ആദ്യം ക്ഷണിക്കുകയാണ്. താങ്ക് യു ടീച്ചറെ. സത്യം പറഞ്ഞാൽ സന്തോഷം. ഇതിലും വായനക്കൂട്ടിനൊരു ഉണർവ് വന്നിരിക്കുന്നു. പരിചിതമായ കുറേ മുഖങ്ങൾ, പുതിയവരെ പരിചയപ്പെടാനുള്ള അവസരം. അപ്പം ഞാൻ ഈ മീറ്റിങ്ങിൻ്റെ തുടക്കം എങ്ങനെയാവണം എന്ന് ജോർജോട് ഇങ്ങനെ ആലോചിച്ച് കഴിഞ്ഞപ്പം ഞാൻ പറഞ്ഞു അവതരണം. അപ്പം ഞാൻ പറഞ്ഞു ഇത് അവതരണം എന്താണ് റോൾ എന്ന് തന്നെ ഞാൻ ചോദിച്ചു പോയി. കാരണം അത്ര വാസ്റ്റായിട്ടുള്ളൊരു ജോലിയാണ് എനിക്ക് തന്നിരിക്കുന്നത്. കാരണം സുമ ടീച്ചർ പറഞ്ഞ പോലെ പത്മനാഭൻ സാറിനെ കുറിച്ച് നമ്മൾ പറയാനാണെങ്കിൽ ഈ 1 മണിക്കൂറോ 1.5 മണിക്കൂറോ ഒന്നും പോരാ. അപ്പം അനന്തേട്ടനെ കുറിച്ച് പറയാനാണെങ്കിൽ അത് കുറഞ്ഞ 1.5 മണിക്കൂർ വേണം. അപ്പം ഞാൻ അതിൽ ഗെറ്റ് സ്റ്റാർട്ട്, എന്നിട്ട് നമുക്കത് എങ്ങനെ പോകും എന്നുള്ളതനുസരിച്ച് ഒരു 10 മിനിറ്റിൽ ഒരു ബസർ എനിക്ക് അടിക്കുക. അപ്പം നിർത്താം. ഞാൻ ആദ്യം ഈ പുസ്തകം മകൻ്റെ കുറിപ്പുകൾ എൻ്റെ കയ്യിലെത്തുന്നതിൻ്റെ ഒരു നിമിത്തമാണ് ഇവിടെ വെച്ചാണ് കലൂർ. എൻ്റെ ഒരുവിധം പുസ്തകങ്ങളൊക്കെ ഞാൻ ഇവിടെ നിന്നാണ് വാങ്ങിക്കുന്നത്. അപ്പം മകൻ എഴുതിയ പത്മരാജൻ എന്ന നമ്മൾ മാതൃഭൂമി ആഴ്ചപ്പതിപ്പിൽ, ഇതുപോലെ മാതൃഭൂമി ആഴ്ചപ്പതിപ്പിൽ അനന്തേട്ടൻ പ്രസിദ്ധീകരിച്ച പുസ്തകം ഇതാണ്. പിന്നീട് സുഭാഷ് ചന്ദ്രൻ അദ്ദേഹത്തോട് പറയുന്ന റിക്വസ്റ്റിൽ ഒരു പുസ്തക രൂപത്തിൽ വരുന്നു. ഇത് വരുന്നു എന്നറിയാം. പക്ഷെ ഞാനങ്ങനെ ഒരു റെഗുലർ വരിക്കാരനല്ലാത്തതുകൊണ്ട് ഞാൻ പല ഭാഗങ്ങളും പലരുടെയും കടം മേടിച്ചും മെഡിക്കൽ ട്രസ്റ്റിൽ നിന്ന് പലരും കൊണ്ടും തന്നുമൊക്കെ വായിച്ചിട്ടുണ്ട്. ഒരു ദിവസം ഞാൻ വേറെ കുറച്ച് പുസ്തകം വായിക്കാൻ വരുമ്പോൾ ഒരു കാർട്ടൺ ഇങ്ങനെ ഇവിടെ മൂലയ്ക്ക് പൊട്ടിക്കുന്നു. അപ്പോൾ ആസ് യൂഷ്വലി ഇത് എന്താണെന്നൊന്ന് അറിയാനായിട്ട് ഇങ്ങനെ മൂലയ്ക്ക് പൊട്ടിയിരുന്ന് നോക്കുമ്പോൾ ഇതിങ്ങനെ കറക്റ്റ് നമ്മുടെ കയ്യിലേക്ക് വരും. ഞാൻ ആദ്യത്തെ ദിവസം 5 കോപ്പി എടുത്തുകൊണ്ട് പോയി. കാരണം എനിക്കറിയാം ഇത് സ്ഥിരം വായിക്കുന്ന ഞങ്ങളുടെ ഒരു ഗ്രൂപ്പുണ്ട്. അതിനുശേഷം എങ്ങനെയായാലും ഞാനൊരു 10 എണ്ണമെങ്കിലും പലർക്കും ഗിഫ്റ്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ പ്രത്യേകം ഓർത്തിരിക്കുന്ന, ഇന്ന് ഇവിടെ എത്താൻ സാധിക്കാത്ത ഗൾഫിലുള്ള എൻ്റെ ഒരു വളരെ അടുത്ത പേഷ്യൻ്റ് ഉണ്ട്, ആഷി ടീച്ചർ. ആഷി ടീച്ചർക്ക് മലയാളം വായിക്കാൻ അറിയില്ല എന്ന് എനിക്കറിയില്ലായിരുന്നു. അപ്പം ഞാൻ ഗിഫ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ പുള്ളിക്കാരത്തിയുടെ പ്രിയ ഭർത്താവ് സഞ്ജയ് ഇത് മുഴുവൻ മലയാളത്തിൽ വായിച്ചു കൊടുക്കുകയായിരുന്നു. അപ്പോൾ ഓരോ ചാപ്റ്റർ കഴിയുമ്പം ആഷി എനിക്ക് ഖത്തറിൽ നിന്ന് മെസ്സേജ് ചെയ്യും, എന്നെ ഇന്നും കരയിപ്പിച്ചു നിങ്ങളുടെ അനന്തേട്ടൻ. അപ്പോൾ അതിനോട് പ്രത്യേകം പറഞ്ഞു, മൈ സീക്രട്ട് ലവർ, ഐ വിൽ മിസ് ഹിം ദിസ് ടൈം എന്താ പറയുന്നത്. അപ്പോൾ ആരാധ്യമാർ ധാരാളമുള്ള ഒരു മനുഷ്യനാണ് അനന്തേട്ടൻ. അച്ഛനെയായിരിക്കും കൂടുതൽ മിസ് ചെയ്യുക. പക്ഷേ ആ എഴുത്തിൽ ഒരു കുറച്ച് ഫാൻസ് ഉണ്ട്, പുള്ളി സമ്മതിക്കുകയില്ല. ഓക്കെ. അപ്പം ഞാനെപ്പോഴും എന്താണ് എനിക്ക് പലപ്പോഴും ചിന്തിച്ചിരിക്കുന്ന റോളുകൾ വളരെ ഡിഫറെൻ്റ് ആണ്. പത്മരാജൻ സാർ എന്ന എഴുത്തുകാരൻ, എൻ്റെ അമ്മ ഈ പറഞ്ഞ പോലെ സുമി ടീച്ചറുടെയൊക്കെ ഇതിൽ അമ്മ എപ്പോഴും പറയും, ഏറ്റവും കൂടുതൽ വായിച്ച, ഇഷ്ടപ്പെട്ട, ആരാധിച്ച ഒരു എഴുത്തുകാരനായിരുന്നു പത്മരാജൻ സാർ. ഒരു മുൻ മാതൃകകളില്ലാത്ത, ഒരു അമാനുഷികരല്ലാത്ത, മണ്ണിൽ തൊട്ട് നിൽക്കുന്ന കഥാപാത്രങ്ങൾ കൊണ്ട് നമ്മളെ വിസ്മയിപ്പിച്ചിട്ടുള്ള ഒരാളാണ്. അപ്പം അമ്മയുടെ പത്മരാജൻ എഴുത്തുകാരനായിരുന്നു, എൻ്റെ പത്മരാജൻ ചലച്ചിത്രകാരനായിരുന്നു.
എന്നാൽ എൻ്റെ ഇപ്പം മകളെന്നെത്താൻ പറ്റിയിട്ടില്ല. മകളുടെ പത്മരാജൻ സാർ എന്ന് പറയുന്നത് BGMകളുടെ പത്മരാജൻ സാറാണ്. അപ്പോൾ അവൾ മ്യൂസിക് വായിക്കുന്ന ആളാണ്. അപ്പോൾ അവരുടെ ഏറ്റവും ഫേവറേറ്റ് BGMs ഒക്കെ പത്മരാജൻ ഇൻസ്പയർഡാണ്. ഞാനതിൻ്റെ ക്രെഡിറ്റ് ഒന്നും പൂർണ്ണമായിട്ടും ജോൺസൺ മാഷ്ക്കും മറ്റേ പെരുമ്പാവൂർജി രവീന്ദ്രനാഥിനും ഒന്നും കൊടുക്കാത്തതെന്ന് പറഞ്ഞാൽ ആ പാട്ടുകളുടെ പുറകിലുള്ള ഇൻസ്ട്രക്ഷൻസ് ക്ലിയർ ആയിട്ട് ഈ പുസ്തകത്തിലുണ്ട്. അപ്പം ഫോർ എക്സാമ്പിൾ നമ്മൾ ഈ തൂവാനത്തുമ്പികൾക്കകത്തെ BGM ഒക്കെയാണ് ഇത് ഏറ്റവും കൂടുതൽ റിപ്പീറ്റ് ചെയ്യുന്നത്. അപ്പം മഴത്തുള്ളികൾ വീഴുന്ന പോലെ തൂവാനം പോലെ വേണം എന്നൊരു ഇൻസ്ട്രക്ഷൻ കൊടുത്താൽ പിന്നെ ആരായാലും ആ ഒരു ടോണിലല്ലേ സെറ്റ് ചെയ്യുള്ളൂ. അപ്പം ഞാൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ചിന്തിക്കുകയായിരുന്നു, അപ്പോൾ അമ്മയുടെ പ്രിയ എഴുത്തുകാരൻ, എൻ്റെ പ്രിയ ചലച്ചിത്രകാരൻ സാറ്, എൻ്റെ മക്കളുടെ പ്രിയ BGM പടങ്ങളുടെ സൃഷ്ടാവ്, ഇപ്പം ന്യൂജൻ ആണെങ്കിൽ പപ്പേട്ടൻ എന്നൊക്കെയാണ് വിളിക്കുന്നത്. എനിക്കതിനുള്ള ഒരു ധൈര്യം വന്നിട്ടില്ല. അപ്പോൾ രാധാലക്ഷ്മി അമ്മയുടെ ഗന്ധർവൻ, ഈ നമ്മുടെ തൊട്ടടുത്തിരിക്കുന്ന അനന്തേട്ടൻ്റെ അച്ഛൻ. അപ്പം അങ്ങനെ പല റോളുകളിലാണ്. അപ്പം അദ്ദേഹം ഹി ട്രാൻസെൻസ് ടൈം. അപ്പം ഞാൻ എപ്പോഴും ഓർക്കും അത് അതിൻ്റെ ഒരു മാസ്മരികതയാണ് ഇത്ര ആൾക്കാർ ഇന്ന് ഇവിടെ വന്ന് അദ്ദേഹത്തെക്കുറിച്ച് കേൾക്കാനും അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾ അറിയാനും കൂടിയാണ് വന്നിരിക്കുന്നത്. ഞാൻ എപ്പോഴും ഓർക്കും നമ്മൾ ഓരോ കാലഘട്ടത്തിൽ നമ്മളോട് ഏറ്റവും അടുത്തിരിക്കുന്ന കുറച്ച് ഓർമ്മകൾ കൂടിയായിരിക്കും ഒരു പുസ്തകം നമ്മളോട് ഏറ്റവും അടുക്കുന്നത്. അപ്പോൾ ഞാൻ എപ്പോഴും പറയും, ഞാൻ ബാംഗ്ലൂർ പോകുന്നതിൻ്റെ ഒരു മേജർ റീസൺ നമുക്ക് പാർക്കാൻ മുന്തിരിത്തോപ്പുകളും തൂവാനത്തുമ്പികളിലെ പ്രണയവും ഇതൊക്കെ നമ്മുടെ മനസ്സിൽ ഇങ്ങനെ എന്താ പറയുക സിരകളിൽ കൂടി കത്തിക്കയറുന്ന സമയത്താണ് നമ്മൾ ബാംഗ്ലൂർ എത്തുന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പണ്ട് ഞങ്ങൾ ഹോസ്റ്റലിൽ വെക്കേഷൻ ടൈമിൽ 2-3 ദിവസം അവധി കിട്ടുമ്പം അവിടെ അടുത്തുള്ള കാസറ്റ് ലെൻഡിങ് കടകളിൽ ചെല്ലും. ഞങ്ങൾക്ക് പുതിയ ഇതൊന്നും വേണ്ട. അപ്പം അവിടെയുള്ള ജോസേട്ടനെ ഇത് മുഴുവൻ മാറ്റി വെച്ചിട്ട് പറയും, ഇതല്ലേ അപ്പം പത്മനാഭൻ സാറിൻ്റെ പടങ്ങൾ പിന്നെ എടുത്തുകൊണ്ട് പോവാണ്. ഓരോ പ്രാവശ്യവും വേറൊരു ടേക്ക് ഓൺ ദീസ് തിങ്സ് നമ്മൾ മനസ്സിലാക്കുകയാണ്. അപ്പം ഞാനെപ്പോഴും കഴിഞ്ഞ 2 വർഷം ഞാൻ അനുസ്മരണത്തിന് പോയപ്പോഴും മനോനോട് പറയും, ഈ ടാങ്കർ ലോറിക്ക് ഒരു ബാറ്റ് മൊബൈൽ പോലെയുള്ള ഒരു സൂപ്പർ ഹീറോ വണ്ടിയുടെ പരിവേഷമാണ് ഞങ്ങൾക്കൊക്കെ കിട്ടിക്കൊണ്ടിരുന്നത്. കാരണം വണ്ടിയിൽ അന്ന് സോണിയുടെ ഈ കാസറ്റിൽ ഇങ്ങനെ കുരുങ്ങി പല പ്രാവശ്യം കേട്ടിരുന്ന ഈ BGM വീണ്ടും ഇടും, പാട്ടിടും, എന്നിട്ട് ബാംഗ്ലൂർ കൂടെ ഇങ്ങനെ കറങ്ങും. അപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആ ടാങ്കർ ലോറി അദ്ദേഹം തന്നെയാണ് ഓടിച്ചുകൊണ്ടിരുന്നത് എന്നുള്ളതൊക്കെ നമുക്ക് ഇതിനകത്തുനിന്ന് കറക്റ്റ് മനസ്സിലാവും. മോഹൻലാലും പത്മനാഭൻ സാറും ഒക്കെ ഭക്ഷണം കഴിക്കാൻ പോയിരുന്നു, മൈസൂറിൽ കറങ്ങിയിരുന്നു, വീടുമായിട്ടൊരു കൂടെ അല്ലേ ഒക്കെ കറങ്ങിയിരുന്ന ആ വണ്ടിയിൽ തന്നെ മണി. അപ്പോൾ അങ്ങനെ നമ്മൾ പേഴ്സണലി ചിന്തിക്കുമ്പോൾ ഞാൻ എപ്പോഴും ഓർക്കും, ഇപ്പം സുബ് ടീച്ചർ പറഞ്ഞു കൊടുത്തു തന്നെ തിരിഞ്ഞു കഴിഞ്ഞാൽ സോളമനേക്കാൾ വലിയൊരു സൂപ്പർ ഹീറോ മലയാള സിനിമയിലുണ്ടോ എന്ന് നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു അല്ലേ. സോഫിയയുമായിട്ടുള്ള പ്രണയം അയാൾ പറയുന്ന ഡയലോഗുകൾ എല്ലാവരും ഏറ്റുപിടിക്കും. നമുക്ക് അധികാലത്ത് എഴുന്നേറ്റ് ഗ്രാമങ്ങളിൽ ചെന്ന് അപ്പാർക്കാം, അതെല്ലാവർക്കും അറിയാം. ഏത് പ്രായത്തിലുള്ളവരും ഒരു കോട്ടബിൾ കോട്ടാണ്, ഒരു ബിബ്ലിക്കൽ കോട്ട് ഇതുപോലെ എടുക്കണമെങ്കിൽ. അപ്പം അതുപോലൊരു സൂപ്പർ ഹീറോ ഇല്ല എന്ന് പറയാൻ കാര്യം ഇതെല്ലാം കഴിഞ്ഞ് പോൾ പൈലോക്കാരനെ പോലൊരു വില്ലൻ. ഇപ്പം ഞാൻ ഈ അടുത്ത് ജോർജ് സാറ് തുടരുമ്പിനകത്ത് വന്നു കഴിഞ്ഞപ്പോൾ എൻ്റെ സജഷൻ ഫോർ എ ടെറിബിൾ വില്ലൻ വാസ് പോൾ പൈലോക്കാരൻ. കാരണം അയാളെപ്പോലെ ഒരു നികൃഷ്ടനായ ഒരു മനുഷ്യനെ നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല. അപ്പോൾ അയാൾ അവസാനം പറയുന്ന ഒരു ഡയലോഗുണ്ട്, കൊണ്ടുപോകൂ എന്ന് പറഞ്ഞാൽ ഇനി നിനക്ക് ഇത് കൊണ്ടുപോകണോ എന്നുള്ള മട്ടിലൊരു ചോദ്യമാണ്. അപ്പോഴും അവരുടെ സൂപ്പർ ഹീറോ കംസ് ആൻഡ് ടേക്സ് ഹർ ഔട്ട്. അപ്പം അങ്ങനെയുള്ള ഒരു കാലഘട്ടത്തിൽ നിന്ന് വന്നുകൊണ്ടായിരിക്കാം എനിക്ക് ഈ പുസ്തകം സത്യം പറഞ്ഞാൽ എന്നെ വല്ലാതെ അങ്ങ് പിടിച്ചുലച്ച ഒരു പുസ്തകമായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ എപ്പോഴും പറയും, എനിക്ക് ഏറ്റവും എൻ്റെ ബുക്ക് ഷെൽഫിൽ ഇപ്പം ഏറ്റവും പ്രോമിനൻ്റ് ആയിട്ട് വെച്ചിരിക്കുന്ന ബുക്കുകളിലൊന്ന് മകൻ്റെ കുറിപ്പുകളാണ്. അത് സത്യം പറഞ്ഞാൽ ഞാനത് ഇപ്പം ചില പടങ്ങളൊക്കെ പറഞ്ഞാൽ ഞാനത് വേർഡ് തന്നെ യൂസ് ചെയ്യേണ്ടി വരും. അലസസുന്ദരമായ ധിക്കാരത്തിൻ്റെ അഭിമുഖമായി എരിഞ്ഞു നിൽക്കുന്ന പത്മരാജനെ കാണാം. കാരണം ഫസ്റ്റ് ചാപ്റ്റർ തന്നെ ഞാൻ ഏറ്റവും കൂടുതൽ ഡിസ്കസ് ചെയ്തിരിക്കുന്ന പുകക്കണ്ണാടി എന്ന് പറഞ്ഞ ചാപ്റ്ററാണ്. ആ പുകക്കണ്ണാടിയിലുള്ള ഒരു ധിക്കാരം, ആ സുന്ദര കുട്ടപ്പൻ. സത്യം പറഞ്ഞാൽ ഞാൻ എപ്പോഴും പറയും, ഈ ഡ്രസ്സിങ് സ്റ്റൈലൊന്നും പോരാ, അച്ഛൻ്റെ ഏഴയിലേക്ക് എത്താൻ ഇച്ചിരി സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്. ബിക്കോസ് ഹി വാസ് സോ ഫാഷനബിൾ. നിങ്ങൾ ഏത് ഫോട്ടോ പത്മരാജൻ സാറിൻ്റെ ഏത് പോസിൽ റാൻഡം സ്നാപ്സ് നോക്കിക്കോ, അന്നത്തെ ഏറ്റവും വലിയ സൂപ്പർ ഹീറോ പരിവേഷമുള്ള ഹീറോസിനേക്കാൾ സുന്ദര കുട്ടപ്പനായിട്ടാണ് അതെൻ്റെ അച്ഛൻ നിന്നിരുന്നത്. അങ്ങനെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വേറൊരു ചാപ്റ്റർ പറയുകയാണെങ്കിൽ കാലമേ കാവൽ. തൂവാനത്തുമ്പികളുടെ ചിത്രീകരണത്തിൻ്റെ ഇതൊക്കെ നല്ല രസകരമായിട്ടുള്ളതുകൊണ്ട് ഞാൻ പറഞ്ഞ പോലെ നമ്മുടെ മെഡിക്കൽ ട്രസ്റ്റിലെ ഒരു കാർഡിയോളജിസ്റ്റ് ഉണ്ട്, ഡോക്ടർ മനു വർമ്മ. ഞാനൊരിക്കൽ പാർക്കിംഗ് ലോട്ടിലേക്ക് വന്ന മനു സാറ് വണ്ടിയിൽ ഇങ്ങനെ ജസ്റ്റ് റെസ്റ്റ് എടുക്കണം. അപ്പോൾ ഓവർനൈറ്റ് ആൻജിയോഗ്രാം ഒക്കെ ചെയ്തതിൻ്റെ ക്ഷീണമായിരിക്കും എന്നറിയാം. പക്ഷേ സഡൻലി ഞാൻ നിന്നു. കാരണം മിഡ് വേ ത്രൂ
എനിക്ക് സൗണ്ട് കേൾക്കാം. അപ്പം BGM എനിക്കറിയാം, തുമ്പികളുടെയാണ്. പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഇതിൻ്റെ സൗണ്ട് ട്രാക്ക് വരാൻ തുടങ്ങി. അപ്പം ഞാൻ ഞെട്ടിപ്പോയി. എനിക്ക് അദ്ദേഹത്തെ അത്ര പരിചയമില്ല. അപ്പം മരുവേട്ടാന്നൊക്കെ വിളിക്കുന്ന ഒരു കാലഘട്ടത്തിന് മുമ്പ് ഞാനൊന്ന് കൊട്ടിട്ടു. അപ്പോൾ അതിൻ്റെ സൗണ്ട് ട്രാക്ക് കേട്ടോണ്ടിരിക്കുകയാണ്. ഒരു പയ്യൻ റെസ്റ്റ് എടുക്കുക വണ്ടിക്കകത്ത്. അപ്പം ട്രാൻസെൻഡിങ് ജനറേഷൻസ് ഉണ്ടെന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ എക്സാമ്പിളാണ്. ഞാൻ ഇതേ പുസ്തകത്തിൽ നിന്ന് തന്നെ വളരെ ഓപ്പണായിട്ട് ഞാൻ കോട്ട് ചെയ്യുന്നത് എനിക്ക് വളരെ പ്രിയപ്പെട്ട, അല്ലെങ്കിൽ നമ്മൾ ഇന്ന് ഏറ്റവും കൂടുതൽ മലയാള ഹാസ്യത്തിൽ മിസ് ചെയ്യുന്ന ജഗതി ശ്രീകുമാറിനെ കുറിച്ചാണ്. അദ്ദേഹത്തിനെ എങ്ങനെ കണ്ടുപിടിക്കുന്നു, ജഗതിയൻ ആചാര്യയുമായിട്ടുള്ള ബന്ധം. ജഗതി ശ്രീകുമാറിന് പത്മരാജൻ എന്ന ഡയറക്ടർ കൊടുത്തിരുന്ന ഒരു ബഹുമാനം ഞാൻ എപ്പോഴും പറയാം. അദ്ദേഹത്തിൻ്റെ സ്ക്രിപ്റ്റിൽ വാക്കുകൾ പോലും മാറ്റാൻ അദ്ദേഹം സമ്മതിക്കാതിരുന്നതിനെ കുറിച്ച് ജഗതി ശ്രീകുമാർ പല ഇൻ്റർവ്യൂസിലും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ ഒരു സമയത്ത് കാലി പേജുകൾ, ഇന്നലെയിൽ കാലി പേജ് എന്ന് പറഞ്ഞാൽ അമ്പിളി അത് വന്ന് തികച്ചോളും എന്ന് പറയുന്ന ഒരു ധൈര്യം, അത് അപ്പോഴാണ് ഞാൻ ഓർക്കുന്നത്. നമുക്കെല്ലാവർക്കും ഒരു ഹാസ്യ നടനായിരുന്ന ആളെ കവലയായും അല്ലെങ്കിൽ പ്രധാനപ്പെട്ട റോളുകളിൽ തിളങ്ങാൻ സാധിക്കും, ഹാസ്യത്തിനപ്പുറം ജഗതിക്ക് ഒരു ഐഡൻറ്റിറ്റി ഉണ്ട് എന്നൊക്കെ മനസ്സിലാക്കി തന്ന പത്മരാജൻ സാർ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ പുസ്തകത്തിൽ കൂടി ആണ് എനിക്ക് സത്യം പറഞ്ഞാൽ ജഗതിയോടുള്ള ആരാധന കൂടുന്നത്. ജഗതിയെ കണ്ടുപിടിച്ച വഴികളും ഇതൊക്കെ മനോഹരമായി കൊടുത്തിട്ടുള്ള ഒരു പുസ്തകമാണ്. പക്ഷേ ഇതൊന്നും ഞാൻ എപ്പോഴും ഓർക്കും, ഇന്ന് നമ്മൾ അദ്ദേഹത്തിൻ്റെ കഥ കൊരലാരം നമ്മൾ മാതൃഭൂമിയിൽ വരുമ്പോൾ വായിക്കുമ്പോൾ ഞാനെപ്പോഴും ഓർക്കും ഇതെങ്ങനെ ചുമ്മാ പൊട്ടിമുളച്ച് പത്മരാജനിൽ നിന്ന് വന്ന ഒരു കഥ ചങ്ങലയല്ല. ഞവരക്കലെ തറവാട്ടിൽ നിന്നും ദേവകിയമ്മ പത്മരാജൻ സാറിന് പറഞ്ഞു കൊടുത്ത കഥകളുടെ ഒരു ഓർമ്മ ഉണ്ട്. അപ്പോൾ പറഞ്ഞ് സത്യം പറഞ്ഞാൽ കഥ പറച്ചിലിൻ്റെ ചങ്ങലയിലെ മുൻ കണ്ണിക്ക് എന്നാണ് ഡെഡിക്കേഷൻ അച്ഛന് കൊടുത്തിരിക്കുന്നത്. പക്ഷേ ഞാൻ ഓർക്കായിരുന്നു, ഈ ദൈവമേ സ്നേഹത്തിൻ്റെ ചങ്ങലകൾക്ക് എന്ത് ബലമാണ് എന്ന് പത്മരാജൻ സാർ കൂട്ടി. ഇതുപോലെ അടുത്ത ജനറേഷനിലേക്ക് ഇത് എത്തുമ്പോഴത്തേക്കും നമ്മളെ വീഴുന്ന കഥകൾക്ക് വളരെ ഈസിലി എഴുതാൻ പറ്റും എന്നാണ് പറഞ്ഞത്. ഞാൻ ശരിക്കും കഥയെക്കുറിച്ച് എന്ത് പറയും എന്ന് ആലോചിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് പേഴ്സണലായിട്ടുള്ള വളരെ ബുദ്ധിമുട്ടുകളുള്ള ബാല്യത്തിൽ നഷ്ടപ്പെടുന്ന ഒരു കുഞ്ഞിൻ്റെ മരണം എനിക്ക് പേഴ്സണലി എൻ്റെ പെങ്ങൾ മരിച്ച ഒരു അനുഭവമായിരുന്നു. അപ്പം ഐ വാസ് വണ്ടറിങ്, ഞാൻ അമ്മയ്ക്ക് ഇത് അഴച്ചു കൊടുക്കണോ വേണ്ടയോ. അപ്പം അമ്മ എന്നോട് ചോദിച്ചു, നീ കഥയല്ലേ ഡിസ്കസ് ചെയ്യുന്നത്, മീനിങ് ഞാനത് വായിച്ചിട്ടില്ലോ എന്നുള്ളതാണ്. ഞാനിന്ന് അമ്മയ്ക്ക് അത് അയച്ചു കൊടുത്തു. ഞാൻ വരുന്നതിന് തൊട്ട് മുമ്പ് അമ്മ സൂപ്പർ 3 ലൈൻ ഇട്ടു. ഇനി ബാക്കി ഞാൻ ചോദിക്കണോ ചോദിക്കണ്ടയോ എന്നുള്ള ഒരു ഇതാണ്. കാരണം ചിലപ്പോൾ ഒരു കഥ ഒരു ക്ലോഷർ ആയിരുന്നിരിക്കാം, അതൊരു ക്ലോഷർ ആകുമോ എന്ന് പോലും നമുക്കാർക്കും പറയാൻ പറ്റില്ല. കാരണം നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ നമ്മുടെ അച്ഛൻ ഈ ചെറുപ്രായത്തിൽ, നമ്മുടെ മകൻ അതേ പ്രായത്തിൽ, അതേ പേരിൽ 1.5 വയസ്സിൽ, ഇതൊക്കെ തന്നെയാണ് ആ അനുഭവത്തിൻ്റെ ചൂള. അതിൽ ചുട്ടെടുത്ത ഒരു കട്ട എന്ന് പറയുന്നത് അതിന് അതിൻ്റേതായ ഒരു പെർഫെക്ഷൻ ഉണ്ടാവില്ല. ഞാൻ ഇദ്ദേഹത്തിൻ്റെ എനിക്കറിയാവുന്ന ഇത് മകൻ്റെ കുറിപ്പുകൾ, പിന്നെ ഇനിയും നഷ്ടപ്പെടാത്തവർ, ഇത് ഞാൻ വളരെ സ്ട്രോങ്ലി റെക്കമെൻഡ് ചെയ്യുന്നതാണ്. ഞാൻ ഇതിലേക്ക് കടക്കാത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് മറ്റൊരു ഫുൾ സെഷൻ ഞങ്ങൾ ജനസേവനിയിലൊക്കെ ഡിസ്കസ് ചെയ്ത ബുക്കാണ്. മനോഹരമായ കഥകൾ, ഒരു 2 ദശാബ്ദങ്ങൾക്ക് ശേഷം റീപബ്ലിഷ് ചെയ്ത 12 എണ്ണം. പലരും നമ്മളിവിടെയും ഡിസ്കസ് ചെയ്തിട്ടാണ് മുന്നേ. ഞാൻ പറഞ്ഞു വരുന്നത്, ഇതിൽ എനിക്ക് ഏറ്റവും അദ്ദേഹത്തോട് അപ്പീലിംഗ് ആയിട്ട് തോന്നിയിരിക്കുന്ന ഭാഷയാണ്. ഭാഷയുടെ ശുദ്ധി എന്ന് പറയുന്നത് വളരെ അപൂർവമായി മാത്രം ഇന്നത്തെ കാലത്തെ എഴുത്തുകാരിൽ കാണുന്ന ഒരു ക്വാളിറ്റിയാണ്. പിന്നെ കഥകളിൽ വലിയൊരു കോംപ്ലിക്കേഷൻ ഒന്നുമില്ല, ഇറ്റ്സ് എ സ്ട്രൈറ്റ് ഫോർവേഡ് സ്റ്റോറി. അപ്പം നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഈ കഥയിൽ കൂടുതൽ ഡിസ്കഷനിലേക്ക് പോകുമ്പോൾ ഞാൻ എൻ്റേതായി പറയുന്നത്, ഒരു മരണം എന്ന് പറയുന്നത് നമ്മളത് ഡിസ്ക്രൈബ് ചെയ്യാൻ ഒരാൾ അവിടെ പോയി എന്നുള്ളതുകൊണ്ട് മാത്രം സാധിക്കണമെന്നില്ല. ഞാൻ പറയും, ഞാൻ ആസ് എ ഡോക്ടർ, ഞാൻ ഈ ആശുപത്രിയിൽ ചോര, ഈ ക്ലീനിങ് ഫ്ലൂയിഡിൻ്റെ മണം, എൻ്റെ ഫാദർ ചാർട്ടേഡ് അക്കൗണ്ടൻ്റാണ്, അപ്പം ഡോക്ടറല്ല. അപ്പോൾ അച്ഛനിടയ്ക്ക് വരുമ്പോൾ പറയും, ആ മണം ദേ ഗെറ്റ് ഇറ്റ്, ഞങ്ങൾക്ക് കിട്ടത്തില്ലല്ലോ, ഞങ്ങൾ ഡേ ഇൻ ആൻഡ് ഡേ ഔട്ട് ഞങ്ങളവിടെ ജീവിക്കുന്നവരല്ലേ. അതുപോലെ തന്നെ ഈ ബ്ലഡ് എടുക്കുമ്പോൾ ഉള്ള ഭയം, ഒരു ഇഞ്ചക്ഷൻ കൊടുക്കുമ്പോൾ ഉള്ള ഒരു പകപ്പ്, ഇതൊക്കെ എല്ലാ വിധേനയും ആ കുഞ്ഞിൻ്റെ ഇതിൽ കൂടെ തന്നെ നമ്മളെ കൊണ്ടുപോകണം. അത് അനുഭവിച്ച ഒരു മനുഷ്യന് പിന്നെ അവിടേക്ക് എത്താനുള്ള ഒരു പകപ്പ് അല്ലെങ്കിൽ ഒരു മടി, ആ വഴിയിലേക്ക് പോലും പോകാൻ. ഞാൻ അറിയുന്നത് എൻ്റെ പേഷ്യൻസ് ചിലർ മെഡിക്കൽ ടെസ്റ്റിൽ ഒരു മരണം സംഭവിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ പിന്നീട് വരില്ല. പുറത്തെവിടെയും കാണുമ്പം നമുക്കറിയാം, ദേ ഹവ് ലോസ്റ്റ് 1 dear one there, they don't want to visit the same places again. അല്ലേ, അതൊരു ഹോണ്ടിങ്, എന്താ പറയുക, ഡേജാവു എന്ന് നമുക്ക് പറയാം, അല്ലെങ്കിൽ ഒരു ഹോണ്ടിങ് റിവിഷൻ ഓഫ് എ ബാഡ് മെമ്മറി. ഇത്രയാണെങ്കിലും ഒരു മരണം ഒരു സത്യമല്ലേ. അപ്പം ആ ഒരു ഭാഗത്ത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇത് വായിക്കുന്ന സമയത്ത് IPL ഫൈനലിൻ്റെ ദിവസമാണ് ഞാൻ വായിക്കുന്നത്.
അപ്പം വൈഫ് ഭയങ്കര സ്ട്രോങ് RCB സപ്പോർട്ടറാണ്. അപ്പോൾ അവരിങ്ങനെ ആഘോഷിക്കുന്നതിനിടയ്ക്ക് വിചാരിച്ചു CSK സപ്പോർട്ടറായ ഞാൻ അറിഞ്ഞുകൊണ്ട് മാറിയിരിക്കുകയെന്ന് വിചാരിച്ചു. പക്ഷേ ആക്ച്വലി ഐ വാസ് സോ ഷേക്കൺ. കാരണം ഒരു മരണം കൊണ്ട് ഒരു പേരൻറ്റിൽ ഉണ്ടാകുന്ന ഒരു ക്ഷതം അത് എത്ര ഡീപ്പാണെന്നുള്ളത് നിങ്ങളിപ്പോൾ ഞാൻ എൻ്റെ അമ്മയ്ക്ക് അയക്കാൻ മടിക്കുന്നു എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ദാറ്റ്സ് നെവർ ഗോയിങ് ടു ഹീൽ. അപ്പോൾ അതുകൊണ്ട് അതിനൊരു ക്ലോഷർ ഉണ്ടോ എന്ന് ചോദിച്ചാൽ അതിനൊരു ക്ലോഷർ ഇല്ല. പക്ഷേ അതിൽ നിന്നൊരു ചെറിയ വിടുതലെങ്കിലും ആ എഴുത്തിൽ കൂടി സാധിച്ചോ എന്നുള്ളതാണ് എൻ്റെ പ്രതീക്ഷ. പക്ഷേ എനിക്ക് കൂടുതൽ അപ്പീൽ ചെയ്ത ഭാഗം ശരിക്കും പറഞ്ഞാൽ ആ കഥയിലെ അദ്ദേഹം യൂസ് ചെയ്യുന്ന ദ കണക്ട് വിത്ത് ദ ഡോട്ടർ. അത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വല്ലാതെ, കാരണം എനിക്കൊരു മകളുണ്ട്. അപ്പം അവൾ ഇപ്പം നിങ്ങൾക്ക് പലർക്കും അറിയാം, ഇപ്പം SH ഫസ്റ്റ് ഇയർ ഡിഗ്രി പഠിക്കുകയാണ്. അപ്പം പലപ്പോഴും ഇവർ യൂസ് ചെയ്യുന്ന പല വേർഡ്സും ലാംഗ്വേജും എനിക്ക് ഒരു പിടിയും കിട്ടുന്നില്ല. അത് എനിക്കാണെങ്കിൽ 3 ടീനേജേഴ്സാണ്, എനിക്ക് ഒരു വിധത്തിലും പിടി കിട്ടുന്നില്ല. അത് ഇദ്ദേഹത്തിന് സാധിക്കുന്നുണ്ടെങ്കിൽ അതൊരു ഭയങ്കര കഴിവാണ്. കാരണം ആ 3 വേർഡും നമ്മൾ ഗൂഗിൾ പിടിച്ചെങ്ങനെ കണ്ടുപിടിച്ചെങ്കിലും എനിക്ക് സത്യം പറഞ്ഞാൽ അവിടുന്ന് ആ കണക്ഷൻ, അച്ഛൻ എന്ന ആ ഒരു പില്ലർ ഓഫ് സ്ട്രെങ്ത്. ഞാൻ എപ്പോഴും പറയാം, ഡോട്ടേഴ്സ് ആർ ഓൾവേസ് ഫാദേഴ്സ് ചിൽഡ്രൻ. അപ്പോൾ അതുകൊണ്ട് തന്നെ അച്ഛൻ എവിടെയെങ്കിലും ഒന്ന് തെന്നി പോകുന്നുണ്ടോ, അച്ഛൻ മാറി താമസിക്കുന്നു, അച്ഛൻ്റെ ശ്രദ്ധ കുടുംബത്തിൽ നിന്ന് മാറുന്നുണ്ടോ, പറയാതെ പറഞ്ഞു പോകുന്ന ചില മെസ്സേജുകൾ, ഇതെല്ലാം കൂടെ കാണുമ്പോഴത്തേക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കങ്ങ് ആകമൊത്തം ഒരു പകപ്പാണ്. ആ കൊച്ചിനി എങ്ങനെ ഇത് ഹാൻഡിൽ ചെയ്യും. പ്ലസ് ആ കുഞ്ഞിൻ്റെ മുടി ചുരുള് പിടിച്ച് അവൾ കണ്ടെത്തുന്ന ആ ആത്മാവ്, അവൾ അതിൽ കണ്ടെത്തുന്ന ഒരു ആശ്വാസം, ദാറ്റ് ഹർ ബ്രദർ ഹാസ് നെവർ ലെഫ്റ്റ് ഹർ എന്ന് പറയുന്നിടത്തും എനിക്ക് തോന്നിയത് വാസ് ദ ഫാദേഴ്സ് റിയലൈസേഷൻ ദാറ്റ് ഹി വാസ് ഫൗണ്ട് ലാക്കിംഗ് ഇൻ ദാറ്റ് ബോണ്ടിങ് അല്ലേ. അപ്പോൾ അത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് വാസ് വാട്ട് സ്ട്രക്ക് മീ. അപ്പോൾ ഞാനിത് നന്നായിട്ട് ഷെയർ ചെയ്ത് പറഞ്ഞിട്ടും പറഞ്ഞു, ഡോക്ടറെ അത് പലരും എനിക്ക് പേഴ്സണലി സംഭവിച്ച ഒരു ഇതെന്നുള്ളത് പലർക്കും അറിയാവുന്നതുകൊണ്ട് ദേ സ്റ്റോപ്ഡ് അറ്റ് ദാറ്റ്. പക്ഷേ ശരിക്കും പറഞ്ഞാൽ ദ ഫിക്ഷണൽ കോമ്പണൻറ്റ് ആണ് എന്നെ കൂടുതൽ ഇത് ചെയ്തത്. കാരണം അങ്ങനെ ഒരു സാധനം അതിൻ്റെ ടെയിലായിട്ട് എഴുതുക എന്ന് പറഞ്ഞാൽ എളുപ്പമല്ല. കാരണം ദാറ്റ് ഇറ്റ് സെൽഫ് ഇസ് എ സ്റ്റോറി ഇൻ ഇറ്റ് സെൽഫ്. അവിടുന്ന് ഒരു ശരിക്കും പറഞ്ഞാൽ ഒരു സെക്കൻഡ് പാർട്ടെന്നോ ഒരു കണ്ടിന്യൂ എന്നുള്ള മട്ടിലാണ് ഞാൻ ആ കഥയെ കണ്ടിരിക്കുന്നത്. എനിക്ക് തോന്നുന്നത് തീർച്ചയായും എനിക്ക് അദ്ദേഹത്തെക്കുറിച്ച് പറയാനുള്ള ഒറ്റ ലൈൻ അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൻ്റെ ആദ്യം എഴുതിയിട്ടുണ്ട്. ദ ലെസ് യു ടോക്ക് ദ മോർ യു ആർ ലിസൺ ടു. നമ്മളെല്ലാവരും പഠിക്കേണ്ട കാര്യം. ഞാൻ വാച്ചിൽ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ നിർത്തുകയാണ്, അല്ലെങ്കിൽ അനന്തേട്ടനെ നമുക്ക് കേൾക്കാൻ പറ്റില്ല. ട്രസ്റ്റ് മീ, ഈസ് അമംഗ് ദ ബെസ്റ്റ് പീപ്പിൾ ഐ ഹേർഡ്. കാരണം ആ ചോയ്സ് വേർഡ്സ് കേട്ട് തന്നെ ഞാൻ ഇരുന്ന് പോയിട്ടുണ്ട്. അപ്പോൾ അതിനുള്ളൊരവസരം ഞങ്ങൾ അതിനുവേണ്ടി കാത്തിരിക്കുന്നു. എല്ലാവരും ഇൻട്രാക്ട് ചെയ്യുക. ഞാൻ ജസ്റ്റ് ഒരു അവതരണം എന്നെക്കൊണ്ട് കഴിയാവുന്ന രീതിയിൽ, കാരണം ഇത് 2 പേജ് തീർക്കണമെങ്കിൽ ഇനി ഒരു 20 മിനിറ്റ് വേണം. അപ്പോൾ നമ്മൾ വന്നത് അദ്ദേഹത്തെ കേൾക്കാനാണല്ലോ. അപ്പം നമുക്ക് കൂടുതൽ ഇൻട്രാക്ട് ചെയ്ത് തന്നെ അദ്ദേഹമായിട്ടാണ്. താങ്ക് യു. പ്രിയപ്പെട്ടവരെ, സാഹിത്യ പ്രതിഭ തൊടുന്നത് മരണത്തെ തൊടുമ്പോഴാണ് എന്ന് പറയാറുണ്ട്. കാരണം ആരോഗ്യ നികേതനം എന്ന് പറയുന്ന ബംഗാളി ഭാഷയിൽ എഴുതപ്പെട്ട ആ നോവൽ മരണത്തെക്കുറിച്ചുള്ള ഒരു നോവൽ കൂടിയാണ്. പിന്നീട് മലയാളത്തിലേക്ക് വന്ന മലയാളത്തിലെ മരണത്തിൻ്റെ രൂപം തന്നെ മാറ്റി പിങ്കളകേശിനി എന്ന് പറയുന്ന, ഒടുവിൽ പിങ്കളകേശിനിയായി, അമംഗളയായി, ബദിരിയായി, മൂകയായി നീ എൻ്റെ മുന്നിൽ നിൽക്കുമെന്ന് ബാലേന്ദ്രൻ ചുള്ളിക്കാട് തന്നെ സദ്ഗതിയിൽ എഴുതുന്നുണ്ട്. കാരണം അതുവരെ നമ്മൾക്ക് ഈ പറയുന്ന പോത്തിൻ്റെ പുറത്ത് വരുന്ന രൂപമായിരുന്നിരിക്കാം. പക്ഷെ ഒരു പിങ്കളകേശിനി നമുക്ക് നമ്മുടെ ഭാഷയിലേക്കും ഭാവനയിലേക്കും ആരോഗ്യ നികേതനത്തിലൂടെ കടന്നു വരികയാണ്. അതുപോലെ തന്നെ നമുക്ക് ഈ കിണറ്റിലേക്ക് കൂപ്പുകുത്തി കിണറും കടന്ന് ഉൾക്കിണറ്റിലേക്ക് വെള്ളത്തിൻ്റെ വില്ലീസ് പടുതകൾ കടന്ന് നീങ്ങി എന്നൊക്കെ പറയുന്ന, അങ്ങനെ ചില്ലുവാതിലുകൾ കടന്ന് സ്വപ്നത്തിലൂടെ സാന്ധ്യപ്രജ്ഞയിലൂടെ തന്നെ കൈനീട്ടി വിളിക്കുന്ന പൊരുളിൻ്റെ നേർക്ക് അയാൾ യാത്രയായി. ഇത് ഖസാക്കിൻ്റെ ഇതിഹാസത്തിൽ മുങ്ങാങ്കോഴിയുടെ മരണത്തെക്കുറിച്ച് പറയുന്നതാണ്. ഇതിലും ഇങ്ങനെ ശരിക്കും പറഞ്ഞാൽ ഒരു മരണമുണ്ട്. മൂന്നാമതൊരാൾ എന്ന് പറയുന്ന മുണ്ടൂർ കൃഷ്ണൻകുട്ടി, അത് നല്ല മനോഹരമായ നോവലാണ്. അതിൻ്റെ അകത്ത് ഈ മരിച്ചയാൾ ഇല്ല, പക്ഷെ അയാളുടെ ഓർമ്മയിലാണ്, അവളുടെ ഓർമ്മയിലാണ്, അമ്മയുടെ ഓർമ്മയിലാണ്. അതേപോലെ തന്നെയാണ് ഈ കുട്ടി ഇല്ല, പക്ഷേ ആ കുട്ടിയുടെ ഓർമ്മയിലാണ് ഈ പറയുന്ന കഥാപാത്രങ്ങളെല്ലാം നീങ്ങുന്നത്. ഇതെങ്ങനെയാണ് ഇതെങ്ങനെ കാരണം സ്വന്തം ജീവിതത്തിൻ്റെ അനുഭവം ഇവിടെ ദീപു ഡോക്ടർ അത് പറയുണ്ടായി. ഞാൻ ഇന്നലെയാണ് എൻ്റെ കയ്യിൽ മകൻ്റെ കുറിപ്പുകൾ കിട്ടിയത്. അതിൻ്റെ ആദ്യത്തെ അധ്യായം ഞാൻ വായിക്കുകയുണ്ടായി. അതിൻ്റെ ഒരു തുടർച്ച അല്ലേ, അങ്ങനെ തന്നെ നമുക്ക് അനുഭവപ്പെടുകയും ചെയ്യും. എങ്ങനെയാണ് ഇത് എഴുതി തീർത്തത് എന്നാണ് എനിക്ക് ആദ്യം ചോദിക്കാനുള്ളത്. എല്ലാവർക്കും നമസ്കാരം. പ്രിയപ്പെട്ട പല സുഹൃത്തുക്കളും, സാധാരണ ഇവിടെ വരാത്ത ചിലരൊക്കെ ഉണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ശ്രീ നന്ദൻ നീർക്കുന്നത്ത് നിന്ന്, അതുപോലെ ആശീഷ് ചാലക്കുടിയിൽ നിന്ന്,
അച്ഛൻ്റെ മനോഹരമായ ഒരു ചിത്രത്തിൻ്റെ നിർമ്മാതാവ്. ഒരുപക്ഷെ നിങ്ങൾ പലരും കാണാത്തൊരു ചിത്രം അച്ഛൻ എഴുതിയതാണ്, രാപ്പാടികളുടെ ഗാഥ. അച്ഛൻ ആദ്യത്തെ സ്റ്റേറ്റ് അവാർഡ് വാങ്ങിച്ചു കൊടുത്ത ആ ചിത്രത്തിൻ്റെ ആ ചിത്രം ഇപ്പോൾ ഇല്ല, അതിൻ്റെ നെഗറ്റീവ് നഷ്ടപ്പെട്ടു പോയി. ശ്രീ രാമഭദ്രൻ തമ്പുരാൻ അദ്ദേഹം വന്നിട്ടുണ്ട് തൃപ്പൂണിത്തുറയിൽ. അപ്പോൾ നിങ്ങളെല്ലാവരും, ഞാൻ ഈ ചിലപ്പോഴങ്ങ് ഒക്കുന്നതാണ്, അല്ലാതെ ഞാനൊരു നല്ല സ്പീക്കറൊന്നുമല്ല ഈ ദീപ് പറയുന്ന പോലെ. ഇത് കഥ കണ്ടറിഞ്ഞ് വരാം, കൊണ്ടറിഞ്ഞ് വരാം, കേട്ടറിഞ്ഞ് വരാം, സ്വപ്നം കണ്ട് അറിഞ്ഞു വരാം. ഇത് കൊണ്ടറിഞ്ഞ് വന്ന കഥയാണ്, അതുകൊണ്ടാണ് അത് കൊണ്ടത് ആളുകളുടെ മനസ്സ്. പക്ഷെ കൊണ്ട് എന്ന് പറയുമ്പോഴും അതിൻ്റെ പകുതി വരെ ഉള്ളൂ കൊണ്ടത്. ഈ പറയുന്ന മകൾ അല്ലെങ്കിൽ അച്ഛൻ മകൾ ബന്ധം എന്ന് പറയുന്നത് പൂർണ്ണമായും കൽപ്പിതമാണ്. എനിക്ക് മകളില്ല, എനിക്ക് പിന്നീടുണ്ടായതും ഒരാൺകുട്ടിയാണ്. അതിന് ശേഷം ആദ്യത്തെ ഒരാൺകുട്ടിയായിരുന്നു. അപ്പം ഞാൻ ഇതിലേക്ക് വരാൻ ഉണ്ടായ വളരെ യാദൃശ്ചികമാണ് ഇത്. അതാണ് പലപ്പോഴും തോന്നിയിട്ടുണ്ട്, നിയോഗമാണെന്നൊക്കെ പലപ്പോഴും തോന്നിയിട്ടുണ്ട് ചില കഥകൾ. ഇതിൻ്റെ 2 ദിവസം മുമ്പ് വരെ ഞാൻ പ്ലാൻ ചെയ്തിരുന്ന വേറൊരു കഥയായിരുന്നു. ഈ കഥ എഴുതണമെന്ന് പ്ലാൻ ചെയ്യാൻ ഉണ്ടായ ഒരു സാഹചര്യം, ഞാൻ ഈ വളരെ റിലക്റ്റൻ്റ് റൈറ്ററാണ്. എന്തുകൊണ്ടോ നമ്മുടെ മനസ്സിലൊക്കെ ചില വലിയ ബിംബങ്ങൾ നിൽക്കുന്നുണ്ട്. ഒരു കഥ മനസ്സിലേക്ക് വരുമ്പോൾ തന്നെ ഇത് പോരാ എന്ന് മനസ്സിലൊരു എഡിറ്റർ ഇരുന്ന് കട്ട് ചെയ്യും. 5 വർഷം മുമ്പാണ് അവസാന കഥ വന്നത്, ഭാഷാഭൂഷണിയിൽ. അപ്പം ശ്രീകുമാർ മുഖത്തല, അദ്ദേഹം കവിയാണ്, തിരുവനന്തപുരത്തൊക്കെ ഉള്ളവർക്ക് അറിയാം. അപ്പോൾ അദ്ദേഹം ഒരു മാസം മുമ്പ് എന്നെ വിളിച്ചു. അത് ഇടയ്ക്കിടയ്ക്ക് എനിക്കൊരു കഥ വേണം സർഗ്ഗകേരളത്തിന് എന്ന് പറയും. ഏകദേശം 2 മാസം മുമ്പ് എന്നെ വിളിച്ചു പറഞ്ഞു, ഞാൻ ഏപ്രിൽ 31 റിട്ടയർ ചെയ്യാണ്, അതിന് മുമ്പെങ്കിലും എനിക്കൊരു കഥ തരുമോ എന്ന് ചോദിച്ചു. അതിപ്പോൾ എനിക്കൊരു ഞാൻ ഭയങ്കര അഹങ്കാരിയായി പോകുന്നല്ലോ എന്ന് തോന്നി. അങ്ങനെ ചെയ്യാൻ പാടില്ലല്ലോ, ഒരാൾ ഇത്ര ആഗ്രഹിച്ച് കഥ ചോദിക്കുമ്പോൾ. അദ്ദേഹത്തിൻ്റെ സർവീസ് ദീർഘകാലത്തെ സർവീസിന് ശേഷം ഇറങ്ങുന്നു. ഒരു ഏപ്രിൽ 30 ആയപ്പോൾ എന്നെ ഇത് ഹോണ്ട് ചെയ്ത് തുടങ്ങി. ഇത് എന്ത് എഴുതും? ഞാനൊരു കഥ അപ്പോഴത്തേക്കും പ്ലാൻ ചെയ്തിരുന്നു, പക്ഷെ അതൊരു സവിശേഷ മേഖലയാണ്. മലയാളം കഥ ഇതുവരെ അങ്ങനെ എക്സ്പ്ലോർ ചെയ്യാത്തൊരു മേഖലയാണ്. അതിന് കാണേണ്ട ആളുകളെ കണ്ടിരുന്നു, അതും പറഞ്ഞു കേട്ട ഒരു സംഭവമാണ്. പക്ഷെ അതിന് കുറച്ചുകൂടെ ഹോംവർക്ക് ആവശ്യമുണ്ട് എന്ന് അതിന് ഒരു കൃത്യമായ ഒരു സോഴ്സിനെ കണ്ടെത്തുകയും ചെയ്തു. അദ്ദേഹമായിട്ട് ഒരു ഡിസ്കഷൻ കഴിയുകയും ചെയ്തു. പക്ഷെ അത് പോരാ, കുറച്ചുകൂടെ ആഴത്തിലുള്ള ചർച്ചകൾ വേണം എന്ന് തോന്നിയതുകൊണ്ട് പെട്ടെന്ന് എടുത്ത തീരുമാനമാണ് ഈ കഥ എഴുതണം എന്ന്. ഇത് മെയ് 1 എഴുതുന്നത്. ഏപ്രിൽ 31 അദ്ദേഹം റിട്ടയറായി. തലേദിവസം ഞാൻ പറഞ്ഞു, ചേട്ടാ ഞാൻ നാളെ ചേട്ടന് വേണ്ടി എഴുതുകയാണ്, സർഗ്ഗകേരളത്തിന് വേണ്ടി എഴുതുകയാണ്. 31 മെയ് 1 ഒരു മിഡിൽ ഓഫ് ദി വീക്ക് ആയിരുന്നു, ഒരു ബുധനാഴ്ചയായിരുന്നു. അതുകൊണ്ട് ആ ദിവസം എനിക്ക് ട്രിവാൻഡ്രത്തേക്ക് പോയി വരാനുള്ളൊരിതില്ല. അല്ലെ സാധാരണ ഞാൻ ഫ്രൈഡേസ് വീക്കെൻഡിലാണ് അങ്ങോട്ട് പോവുക. അപ്പോൾ അത് പറഞ്ഞ് ഞാൻ ചേട്ടന് വേണ്ടി നാളെ എഴുതാനിരിക്കുകയാണ്. അപ്പം അന്നൊരു മെയ് 1 അവധി ദിവസമാണല്ലോ. രാവിലെ ഒരു 8-9 മണി രാവിലെ നടത്തമൊക്കെ കഴിഞ്ഞ് വന്നിരുന്നു. ഉച്ചയ്ക്ക് കിടന്നുറങ്ങി. ഒരു 5:30-6 മണിയായപ്പോൾ കഥ കഴിഞ്ഞു. അത്രയേ ഉള്ളൂ. എൻ്റെ എഴുത്ത് പൊതുവെ അങ്ങനെയാണ്, ഒറ്റ എഴുത്താണ്. ഈ മകൻ്റെ കുറിപ്പുകൾ തന്നെ പലപ്പോഴും ഈ ഡെഡ് ലൈനിൽ നിൽക്കുമ്പോഴാണ് അവിടുന്ന് സുഭാഷ്, എടാ ഇപ്പോൾ പ്രിൻ്റിൽ കയറേണ്ട സമയമായി, പെട്ടെന്ന് താന്ന് പറയും. അപ്പോൾ അവിടെ നിന്ന് പെട്ടെന്ന് എഴുതി കൊടുത്തിട്ട് ഒറ്റ ഓട്ടമാണ്. സത്യം പറഞ്ഞാൽ എനിക്കത് രണ്ടാമത് നോക്കാൻ, അതുകൊണ്ട് തന്നെ അതിലൊക്കെ ഒരുപാട് തിരുത്തുകളൊക്കെ എനിക്ക് പിന്നീട് വേണ്ടി വന്നിട്ടുണ്ട് ആദ്യത്തെ എഴുതി. അപ്പോൾ എൻ്റെ അടുത്ത് ഞാനിത് കഴിഞ്ഞ ഉടനെ അദ്ദേഹത്തിനെ വിളിച്ച് പറഞ്ഞു, ഞാനിങ്ങനെ കഥ എഴുതിയിട്ടുണ്ട്. വൈകിട്ട് തന്നെ പറഞ്ഞു. അപ്പോൾ പുള്ളി എടുത്ത വായിക്കി ചോദിച്ചു, അപ്പോൾ അത് നന്നായിട്ടുണ്ടോ എന്ന് ചോദിച്ചു. അനന്തരം അത് നന്നായിട്ടുണ്ട്. അവർക്ക് നന്നായിട്ടുണ്ടെന്ന് തോന്നുന്നു, എൻ്റെ ഒരു ആത്മാവശ്യമുള്ള കഥയാണ് എന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ കൊള്ളാവുന്ന സ്ഥലത്ത് കൊടുക്കുക, ഇവിടെ ഈ ആകാശവാണി കൊണ്ട് കൊടുക്കണ്ട. അടുത്ത കഥ എനിക്ക് തരും. അപ്പോൾ എനിക്കത് ഭയങ്കര രസമായിട്ട് തോന്നി. അദ്ദേഹം റിട്ടയർ ചെയ്തു. അടുത്ത കഥ എനിക്ക് തരും, ഞാൻ റെക്കോർഡിങ്ങിന് ഞാൻ വന്നോളാം ആകാശവാണിയിൽ. എനിക്ക് പുള്ളിക്ക് ആ ഒരു നിലയത്തോടുള്ള ഒരു കമ്മിറ്റ്മെൻറ്റും ഒക്കെ എനിക്ക് എന്നെ വല്ലാതെ സ്പർശിച്ചു. എന്തായാലും എൻ്റെ ഒരു കുറ്റബോധം തീർക്കാൻ വേണ്ടി ആദ്യം പോയി ഈ കഥ വായിക്കുന്ന അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോയിട്ടാണ്. ഞാൻ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോയിരുന്നില്ല. ഇത് കേട്ട വഴി അദ്ദേഹം ഭയങ്കരമായിട്ട് കരഞ്ഞു. അപ്പോൾ എനിക്കിത് എന്താണ് ഇതിൻ്റെ ഒരു ഗുട്ടൻസ് പിടിയിട്ടില്ല. അപ്പോഴാണ് അറിയുന്നത് അദ്ദേഹത്തിൻ്റെ ഭാര്യ വളരെ ചെറുപ്പത്തിൽ മരിച്ചു പോയതാണ്. അന്ന് മകൾക്ക് 9 വയസ്സേ ഉള്ളൂ. ഇപ്പോൾ ആ കുട്ടി 10, 20, 21 വയസ്സായി. അപ്പം ഹീസ് ഫേസിങ് ഈ ഇത്തരം ലോങ്ങിങ്സ് ഭയങ്കരമായിട്ട് ഫേസ് ചെയ്തുകൊണ്ടിരിക്കണം. അത് അദ്ദേഹത്തിന് വല്ലാതെ ടച്ച്. അപ്പോൾ പറഞ്ഞു, സർഗ്ഗകേരളത്തിന് ഈ കഥ വേണ്ട, ഇത് അവിടെ തന്നെ വരണം, എന്നാലേ ആളുകൾ, മാതൃഭൂമിയിൽ തന്നെ വരണം, എന്നാലേ ആളുകൾ കാണുള്ളൂ. ഞാൻ അപ്പം ഒന്ന് ആലോചിച്ചു, അല്ലെങ്കിൽ ഭാഷാഭൂഷണിയിൽ ഇത് രണ്ടും കൂടെ ഒരുമിച്ച് ഒരാഴ്ച വരുന്ന രീതിയിൽ മുമ്പുള്ള കഥ എങ്ങനെയാണ് തൊട്ട് മുമ്പ് വന്നത്. അപ്പോൾ ഞാൻ സുഭാഷിനൊരു കുറിപ്പിട്ടു, ഇങ്ങനെ 5 വർഷത്തിന് ശേഷം ഒരു കഥ എഴുതി, നീ തരൂ എന്ന് മാത്രം. ഒരു തിരിച്ചൊരു ഇതൊന്നുമില്ല, വേറെ പുള്ളി ചോദിക്കുന്നൊന്നുമില്ല, നീ എനിക്കിതാ എന്നാണ്. അതിനൊരു കാരണമുണ്ട്. കാരണം എനിക്ക് എൻ്റെ ജീവിതത്തിൽ ഇങ്ങനൊരു
സംഭവം നടക്കുന്ന സമയത്ത് അന്ന് നിരന്തരം എനിക്ക് ഫോണിൽ മെസ്സേജ് അയക്കുമായിരുന്നു സുഭാഷ്. ഞങ്ങൾ തമ്മിൽ നല്ല അടുപ്പമുണ്ട്. ആ അടുപ്പം കൊണ്ട് മാത്രമാണ് മകൻ്റെ കുറിപ്പുകൾ സംഭവിച്ചത്. എന്നെ നിർബന്ധിച്ച് എഴുതിപ്പിക്കുകയായിരുന്നു. അപ്പോൾ എൻ്റെ അടുത്ത് പിന്നീട് കോഴിക്കോട് വന്നപ്പോൾ എൻ്റെ റൂമിൽ വന്ന് കണ്ടപ്പോൾ കുറച്ച് കാലത്തിന് ശേഷം ഞങ്ങൾ ഇരുന്നപ്പോൾ പുള്ളി കുറേ നേരത്തിന് ശേഷം എൻ്റെ അടുത്ത് പറഞ്ഞു, നിനക്ക് ഈ അനുഭവം എപ്പോഴെങ്കിലും ഒരു കുറിപ്പായിട്ടോ കഥയായിട്ടോ എഴുതണമെന്ന് തോന്നുകയാണെങ്കിൽ അത് എഴുതി എനിക്ക് തന്നെ തരണം എന്ന് പറഞ്ഞു. അത് വർഷങ്ങൾക്ക് അന്ന് എൻ്റെ മനസ്സിൽ അങ്ങനെ ചിന്തയില്ല. ഞാൻ വിചാരിക്കും ചെയ്തു ഇയാളെന്താ ഇങ്ങനെ പറയുന്നത്. അപ്പോൾ ഇത് അവിടെ പോകേണ്ടതാണ് അദ്ദേഹം ആഗ്രഹിച്ചിരുന്നു. അദ്ദേഹം പിറ്റേ ദിവസം അപ്പോൾ തന്നെ പറഞ്ഞു ഞാൻ അയച്ചു തരാമെന്ന് പറഞ്ഞയച്ചു. അപ്പോൾ പറഞ്ഞു നീ ഒരു കാര്യം ചെയ്യും, വേണമെങ്കിൽ എന്തെങ്കിലും തിരുത്തുവല്ലതും വരുത്തുന്നതിന് സമയമെടുത്ത് തിരുത്തിക്കോ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞില്ല, ഞാൻ എനിക്കങ്ങനെ വലിയ തിരുത്തൊന്നുമില്ല, 1-2 വാക്കുകൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റി കിട്ടും എന്നുള്ളതായിരുന്നു. പിറ്റേ ദിവസം 2 ദിവസം കഴിഞ്ഞപ്പോൾ ഞാൻ അയച്ചു കൊടുത്തു. അത് കഴിഞ്ഞപ്പം എനിക്ക് തിരിച്ചെഴുതി. ഞാനത് ഒന്ന് വായിച്ചേ ഉള്ളൂ, അതുപോലെ അയച്ചു കൊടുത്തിട്ടുണ്ട്. വല്ലതും വെട്ടിപ്പോകുന്നുണ്ടോ എന്ന് നോക്കിക്കൊണ്ട് തുടരുതെന്നാണ് ഞാൻ പറഞ്ഞേക്കുന്നത് എന്നായിരുന്നു സുഭാഷിൻ്റെ പ്രതികരണം. അത് മകൻ്റെ കുറിപ്പുകളിലും അങ്ങനെ കാര്യമായ വിട്ടില്ല. ചില സ്ഥലത്ത് ചില വിവാദമായേക്കാവുന്ന ചില ഏരിയാസ് സിനിമാക്കാരെ പേടിച്ചിട്ട് അന്ന് ചിത്രഭൂമി വഴിക്ക് ചില പ്രശ്നങ്ങളുണ്ടായിരുന്നു മാതൃഭൂമിക്ക്. അപ്പോൾ അത് മാത്രം അദ്ദേഹം എൻ്റെ അടുത്ത് പറഞ്ഞിട്ട് വെട്ടിയിട്ടുണ്ട് ചില സ്ഥലത്ത്. പിന്നീട് എനിക്ക് തോന്നി അത് നന്നായി, കാരണം അതൊരു സ്നേഹത്തിൻ്റെ പുസ്തകമായിട്ട് നിൽക്കട്ടെ, ആരോടെങ്കിലുള്ള പരിഭവങ്ങൾ നമ്മൾ എഴുതി തീർക്കേണ്ട കാര്യമില്ലല്ലോ. ഈ കഥ എങ്ങനെയാണ് സംഭവിക്കുന്നത്? വാസ്തവത്തിൽ എനിക്ക് തോന്നിയിട്ടുണ്ട് ഈ എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചത് ഒരു ഒക്ടോബർ 9-നാണ് അവൻ പോകുന്നത്, മൂത്തവൻ അല്ല ഇളയവൻ, രണ്ടാമത്തവൻ, അച്ഛൻ്റെ പേരായിരുന്നു. അപ്പോൾ ഇതേ ട്രോമാസിൽ കൂടെ പോയിട്ടുണ്ട്. കാരണം വൈഫ് അവിടെ RCCയിലായിരുന്നു. ഞാൻ ഇടയ്ക്ക് പോയി കിടക്കും. മൂത്തവൻ ആ സമയത്ത് അമ്മയുടെ കൂടെ ആയിരുന്നു. ആ സമയത്ത് വേറെ ചിലരൊക്കെ അവരുടെ നാട്ടിൽ നിന്നൊക്കെ ഇടയ്ക്കൊക്കെ വന്ന് നിൽക്കുമായിരുന്നു. അപ്പോൾ ഇതുപോലുള്ള അനുഭവങ്ങൾ ടീച്ചർ വിളിച്ച് പറഞ്ഞതും അവൻ്റെ ഇരുന്ന് കരയുന്നതും വേറെ ബന്ധു വീട്ടിൽ പോയി താമസിച്ചതും അവിടെ അമ്മയ്ക്ക് പിടിക്കാതെ വരുന്നതൊക്കെ ഞാൻ അനുഭവിച്ചത് തന്നെയാണ്. പക്ഷേ എൻ്റെ ഈ പറഞ്ഞ ദൈവാനുഗ്രഹം എന്നൊക്കെ പറയുന്ന പോലെ 360-ാം ദിവസം അതേ ഛായയിൽ എനിക്കൊരു ആൺകുട്ടി ഉണ്ടായി. അപ്പം അതുപോലെ ഇരിക്കും, കണ്ടു കഴിഞ്ഞാൽ പോയ ആളുടെ അതേ ഛായയാണ്. അപ്പം എനിക്ക് തോന്നിയിട്ടുണ്ട് അങ്ങനെ ഒരു അനിയൻ വന്നുകൊണ്ട് അവൻ്റെ മനസ്സിൽ നിന്ന് ഒരു വലിയ, അത് 4.5 വയസ്സല്ലേ ഉള്ളൂ ഈ മൂത്തവന്. അപ്പോൾ അത് ദൈവം അങ്ങനെ ഒരു ഫില്ലിങ് ദി ബ്ലാങ്ക്സ് ആണ് എന്നെനിക്ക് തോന്നിയിട്ടുണ്ട്. എന്ന് മാത്രമല്ല, ഇത് തമാശയായിട്ട് എനിക്ക് പല സ്ഥലത്തും ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഈ ഇളയവൻ ഒരു 2-2.5 വയസ്സ് വരെയൊക്കെ മറ്റേയാളുടെ പടം അവിടെ ഫ്രെയിം ചെയ്ത് കുറേ വെച്ചു. എൻ്റെ ഒരു സുഹൃത്ത് കുറേ ഫ്രെയിം ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെ ചെന്ന് വെറുതെ ഞാൻ തമാശക്ക് ഇതാരാ ഇങ്ങനെ ഇപ്പം അല്ല, ഒരു 2-2.5 വയസ്സ് വരെ. അപ്പോൾ ചിലർ പറയുന്നത് കുഞ്ഞുങ്ങൾക്ക് മുജ്ജന്മങ്ങൾ ഓർമ്മ ഉണ്ടാവും, അതെന്തോ ആയിക്കോട്ടെ, അവൻ എന്തോ ഒരു റിസംബ്ലൻസ് തോന്നിയിട്ടുണ്ട്. ഇപ്പോൾ അത് ചോദിക്കാറില്ല, പറയാറുമില്ല. അപ്പോൾ അത് അങ്ങനെയൊക്കെയുള്ള അനുഭവങ്ങൾ ആണ് എനിക്ക് ഉണ്ടായിട്ടുള്ളത്. പക്ഷെ അതിനേക്കാട്ടിലും ഒരു റീസെൻ്റ് അനുഭവം എന്ന് പറയുന്നത് ഇതൊന്നുമല്ല. അത് എൻ്റെ ജീവിതമായിട്ട് ഒരു ബന്ധമില്ല. അത് എൻ്റെ ഒരു സുഹൃത്തിൻ്റെ മകൾ, ഹരി എന്ന് പറയുന്നൊരു സുഹൃത്തിൻ്റെ മകൾ ഇതുപോലെ 10-ാം വയസ്സിൽ പ്രായമായി. അപ്പം എൻ്റെ അടുത്ത് NP വിജയകൃഷ്ണൻ പറഞ്ഞ പോലെ അതെനിക്ക് ഇഷ്ടപ്പെട്ട പ്രയോഗം, 10-ാം വയസ്സിൽ വയസ്സറിയിക്കും, വയസ്സായ അങ്ങനെ ആരും വയ്ക്കില്ല, വയസ്സ് അടുത്തടുത്ത്. അപ്പോൾ പാർവതി, ഹരിയുടെ വൈഫ് പാർവതി എന്നെ വിളിച്ച് പറഞ്ഞു, ചേട്ടാ ഒരു രക്ഷയില്ല, ഹരി ഭയങ്കര കരച്ചില്ല, അവിടെ പ്രായമായി എന്ന് പറഞ്ഞു. അപ്പോൾ പുള്ളിക്ക് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്തു, ഈ കുട്ടി ഇത്ര പെട്ടെന്ന്, കൊച്ചുകുട്ടിയാണത്, കണ്ടാലും ചെറിയ ഒരു ഡിമിനിറ്റീവ് സൈസാണ്. അപ്പോൾ ഇത് കേട്ടപ്പോൾ എനിക്കിത് വല്ലാണ്ട് എവിടെ കൊടുത്തി വരച്ചു. ഈ അച്ഛൻ മകൾ ബോണ്ടിങ് എന്ന് പറയുന്നത് ഞാൻ എൻ്റെ അച്ഛനും പിന്നെ അനിയത്തിയുമായിട്ട് കണ്ടിട്ടുണ്ട്. പല അച്ഛന്മാരുടെ മക്കൾ ഒരു അടുപ്പങ്ങൾ കണ്ടിട്ടുണ്ട്. ഒരിക്കലും ഒരു ആൺകുട്ടിക്ക് ഒരു പക്ഷേ പിന്നെ ഒരു അച്ഛനുമായിട്ട് അത് ഉണ്ടാകുമെന്ന് അറിഞ്ഞൂടാ. പക്ഷെ അതൊന്നും പറയാൻ പറ്റില്ല. കഴിഞ്ഞ ദിവസം ഞാനിപ്പോൾ ഈ കഴിഞ്ഞ ഞായറാഴ്ച അവിടെ പോയപ്പോൾ ചുമ്മാ ഞാനും വൈഫും കൂടെ വന്നപ്പോൾ ഈ ഞാൻ വായിച്ചൊന്നുമില്ല, അവസാനം വായിക്കുകയൊക്കെ ചെയ്തു, എനിക്കറിയാം വൈഫിനെ. അപ്പം അവസാനമൊക്കെ ആയപ്പോൾ എനിക്ക് ഭയങ്കര ഇതായി എന്നൊക്കെ പറഞ്ഞാൽ സാരമില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ നിന്ന് ഇങ്ങനെ പറയുന്നത് പൊതുവേ അച്ഛന്മാരോടായിരിക്കും പെൺകുട്ടികൾക്ക് ഇഷ്ടം കൂടുതൽ എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നപ്പം ഈ പിന്നെ ഇളയവനെ ട്യൂഷൻ കഴിഞ്ഞ് അവനിപ്പോൾ 11 വയസ്സായി, മൂത്തവൻ വിളിച്ചുകൊണ്ട് വരികയാണ്. അപ്പോൾ ഇവള് വൈഫ് ചോദിക്കുന്നു, ഈ പിന്നെ പെൺകുട്ടികൾ പിന്നെ ആൺകുട്ടികൾക്ക് അമ്മമാരായിട്ടായിരിക്കും അടുപ്പം എന്ന് പറഞ്ഞപ്പോൾ ഇത് ചുമ്മാ ഒരു ട്രിവിയ പറയുന്നതാണ്. അപ്പോൾ ഈ ഇളയവൻ പറയിരിപ്പുണ്ട്. അപ്പോൾ പറയും, കുഞ്ഞു നിനക്ക് ആരോടാണ് ഇഷ്ടം? സാധാരണ ബോയ്സിന് ഇഷ്ടം ഫാദേഴ്സിനെയാണ്.
ഉടനെ ഞാൻ കുറച്ച് നേരം ബോയ്സ് ടു ബോയ്സ് അച്ഛ എടാ അത് നന്ദിയില്ലാത്തവനെ. അപ്പോൾ എത്ര പെർസെൻറ്റ് ഇഷ്ടം? അച്ഛ 100%, അമ്മ 99.999. അപ്പോൾ അങ്ങനെയുമുണ്ട്. അങ്ങനെ ആൺകുട്ടികൾക്ക് കൂടുതൽ ഇഷ്ടമുള്ള ഉണ്ട്. എനിക്ക് ഒരു കാര്യം ഉറപ്പാണ്, മൂത്തവന് കൂടുതൽ താല്പര്യം അമ്മയോടാണ്. അത് ഞാൻ കുറേ വഴക്കൊക്കെ പറയുന്നുണ്ടായിരിക്കും, അടിക്കുകയൊന്നുമില്ല. അപ്പോൾ ഇതായിരുന്നു കഥയ്ക്കുള്ള ഒരു പ്രചോദനം. ഈ പറഞ്ഞ മാതിരി ഒരു 5 മണിക്കൂറിൽ എഴുതി കഴിഞ്ഞ ഒരു കഥയാണ്. അടുത്ത് എഴുതാൻ പോകുന്ന കഥയാണ് ഞാൻ അംബീഷ്യസ് ആയിട്ട് കാണുന്നത്. കാരണം എപ്പോഴും ഈ നമ്മൾ മനസ്സിൽ സങ്കല്പിച്ച് എഴുതുന്ന കഥയ്ക്ക്, സുരേഷ് സാറിനെയൊക്കെ ഉള്ളവർക്ക് അറിയാം, പിന്നെ അതിന് കുറച്ചുകൂടി ഒരു സർഗാനന്ദമുണ്ട്, കുറച്ചുകൂടി ഒരു ക്രിയേറ്റീവ് സാറ്റിസ്ഫാക്ഷൻ. എനിക്ക് വാസ്തവത്തിൽ ഇതൊരു ഉള്ളിൻ്റെ ഒരു ഉള്ളുരുക്കത്തിൻ്റെ ഉച്ചാരണമായിട്ടേ തോന്നിയുള്ളൂ. ഇതിൻ്റെ എഴുത്ത് നമ്മുടെ ഉള്ളിലൊരു അസ്വസ്ഥത ഒരുപാട് മാറിക്കിട്ടിയിട്ടുണ്ട്. അത് എഴുതി കഴിയുമ്പോൾ എഴുതി തീർക്കുക എന്ന് പറയും. അതിവിടെ ഞാൻ നുണ്ണപ്പൻ എന്നാണ് വിളിക്കുന്നത്. എന്നെക്കാളൊക്കെ വളരെ സീനിയർ ആയിട്ടുള്ള, ഞങ്ങൾ 25 വർഷത്തെ പരിചയമുണ്ട്, ജോർജ് ജോസഫ് കെ. അദ്ദേഹത്തിൻ്റെ അവൻ മരണയോഗ്യൻ, ഫുർഡിയോളം വലിപ്പമുള്ള പാവയൊക്കെ എന്തൊരു വർക്കുകളാണ്. ആ രീതിയിലുള്ള കഥകൾ വന്നിട്ട് കുറച്ചായി അല്ലേ. അതാണ് നമ്മളെ ഒരു മനസ്സിൽ തൊടുന്ന കഥകൾ എന്നുള്ളത് ഒരു ഗ്യാപ്പ് വന്നതിന് ശേഷം വന്നുകൊണ്ടായിരിക്കാം ഇതിന് ഇത്രയും ഒരു അക്സെപ്റ്റൻസ് വന്നതെന്ന് തോന്നുന്നു. സമീപകാലത്ത് വരുന്ന കഥകൾ, ഇപ്പോൾ ഈ അടുത്ത കാലത്ത് 1-2 ഹൃദയത്തിൽ തൊടുന്ന കഥകൾ വന്നു പറഞ്ഞു കേട്ടു, ഞാൻ വായിച്ചില്ല. എങ്കിലും പൊതുവിൽ കഥയുടെ ഒരു രീതി പലപ്പോഴും മാറിപ്പോയിട്ടുണ്ട്. അത് അധികവും ചില സ്ലോഗൻസും ചില പ്രത്യേക സന്ദേശങ്ങളും ചില ഗുപ്ത ഉദ്ദേശങ്ങളും ഒക്കെയാണ് പലപ്പോഴും കഥയുടെ പിന്നിൽ കഥ എന്നുള്ള പേരിൽ വരുന്നത്. അത് മനുഷ്യനെ ഒന്ന് വിസ്മയിപ്പിച്ച്, ഒന്ന് ഞെട്ടിച്ച്, അല്ലെങ്കിൽ ഒന്ന് അന്താളിപ്പിച്ചൊക്കെ കടന്നു പോകുന്നതല്ലാതെ ഒന്ന് തൊടുന്നില്ല ഉള്ളിൽ. അതാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. ടി പത്മനാഭനും MTയും മാധവിക്കുട്ടിയൊക്കെ ഇപ്പോഴും നിൽക്കുന്നത്, പത്മരാജനും ഒക്കെ നിൽക്കുന്നത് അവർ ഉള്ളുലച്ച കഥകൾ എഴുതിയതുകൊണ്ടാണ്. ആ കഥകൾക്കാണ് കൂടുതൽ നിലനിൽപ്പെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ നിങ്ങൾ ഓരോരുത്തരും ഇവിടെ വന്നത് ഈ കഥ വായിച്ചിട്ടാണ് മിക്കവരും എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അത് എന്നെ വളരെയധികം സന്തോഷിപ്പിക്കുന്നു. വളരെ കുറച്ച് എഴുതി, ആകെ 17 കഥകൾ എഴുതിയിട്ടുള്ളൂ 33 വർഷത്തെ. ആദ്യത്തെ കഥ വരുന്നത് 93-ലാണ്. ഞാൻ ഡിഗ്രിക്ക് പഠിക്കുന്ന സമയം, ഫൈനൽ ഡിഗ്രിക്ക് പഠിക്കുമ്പോഴാണ് MT ആ കഥ, അത് മാതൃഭൂമിക്ക് അയച്ചതല്ല, MTക്ക് വായിക്കാൻ അയച്ചതാണ്. അദ്ദേഹത്തിൻ്റെ പക്ഷേ അത് കാർഡ് വന്ന് അത് പബ്ലിഷ് ചെയ്യുന്നതിന് മാതൃഭൂമിക്ക് പണ്ടൊരു പ്രശ്നമുണ്ട്. അത് അയച്ചു കഴിഞ്ഞാൽ പിന്നെ ഗർഭിണിയെ പോലെ 10 മാസം കഴിഞ്ഞ് പ്രസവിക്കുകയുള്ളായിരുന്നു. അപ്പോൾ അതിന് നല്ല സമയമെടുക്കും. കാരണം അത്രയ്ക്ക് ലോഡഡ് ആണ് അവിടെ, ഒരുപാട് ബാക്ക് ഇതുണ്ടായിരുന്നു. അത് വരുന്നതിന് മുമ്പേ കലാമതിയിൽ ജയചന്ദ്രൻ സാറ് ആദ്യത്തെ കഥ വന്നു. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഞാൻ ഡിഗ്രി കഴിഞ്ഞു. അപ്പോഴത്തേക്കും ജസ്റ്റ് ഡിഗ്രി എഴുതി കൊടുക്കുന്ന 2 ഡിഗ്രിയുടെ സമയത്താണ്, ആ ഗ്യാപ്പിൻ്റെ സമയത്താണ്, എബൌട്ട് ടു ജോയിൻ MA എന്നുള്ള സമയത്താണ് ഈ 2 കഥകളും. ഇത്രയും വർഷങ്ങൾക്കിടയിൽ ഇത്രയും കുറച്ച് എഴുതാൻ ഒരു കാരണം വേറൊന്നുമില്ല. ആ മാധ്യമത്തിന്, ആ മീഡിയത്തിന് ഞാൻ കൊടുക്കുന്ന റെസ്പെക്റ്റാണ്. അത് അങ്ങനെയൊന്നും ഒരു കഥ എഴുതാൻ പറ്റത്തില്ല. അത് ജെനുവിനായിട്ട് കഥ എഴുതുന്നവർക്ക് അത് മനസ്സിലാവും. മറ്റത് ചുമ്മാ എഴുതാം. എത്രയോ ഓണപ്പതിപ്പുകൾക്ക് എനിക്ക് കഥയില്ല എന്ന് തന്നെ ഞാൻ തിരിച്ചെഴുതിയിട്ടുണ്ട്. എൻ്റെ കയ്യിൽ കഥയില്ല, വേണമെങ്കിൽ എഴുതി കൊടുത്ത് കാശ് വാങ്ങിക്കാം. പക്ഷെ അത് നമ്മളോട് തന്നെ ചെയ്യുന്ന അതാണ് വഞ്ചനയാണ്. അതാണ് എനിക്ക് തോന്നുന്നത്. ഞാനെപ്പോഴും അടുത്ത കഥയായിരിക്കും നല്ലതെന്ന് വിശ്വസിക്കുന്ന ആളാണ്. അതിന് നല്ല ഹോംവർക്ക് ഉണ്ട്, അത് അങ്ങനെ വരട്ടെ. പക്ഷേ ഒരുപക്ഷെ അതിന് ഇത്രയും ഇമ്പാക്റ്റ് ആളുകളിൽ ഉണ്ടാക്കാൻ പറ്റിയെന്നും വരില്ല. താങ്ക് യു ആൾ. ഈ കഥയുടെ പേരുമായി ബന്ധപ്പെട്ട ഒരു കാര്യം കൂടെ സൂചിപ്പിച്ചിട്ട് ഞാൻ മൈക്ക് കൈമാറാമെന്ന് കരുതുന്നു. കൊരലാരം എന്നൊരു പേരാണ്. അപ്പോൾ നമുക്ക് ഒരാളെ സ്മരിക്കേണ്ടതായിട്ട് വരും. P. ഭാസ്കരനാണത്. മുകിലൊളി വർണ്ണൻ അല്ലേ അതിനകത്ത്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് വയലാർ എഴുതിയിരുന്ന ഒരു സമയത്ത് തന്നെയാണല്ലോ. പക്ഷേ വയലാർ എഴുതി കഴിഞ്ഞാൽ ഇന്ദ്രവല്ലരി എന്നായിരിക്കും വരിക. പൊതുവെ എനിക്ക് പലപ്പോഴും പലരും വിളിച്ച് എന്നോട് സംശയം ചോദിക്കുന്ന ഒരു വാക്കുണ്ട്, വയലാർ ഉപയോഗിക്കുന്ന വാക്കാണ് വെൺചന്ദ്രലേഖയൊരു എന്ന് പറയുന്നതിനകത്ത് അപ്സരസ് എന്ന് പറയുന്ന ചുക്കിലെ ഒരു പാട്ടാണ്. അതിനകത്ത് വിപ്രലംബ ശൃംഗാരം, ഇത് എന്ത് ആണെന്ന് ചോദിക്കും. അതേപോലെ കാരണം ആർക്കും അറിയില്ല ഇത് ഇന്നത്തെ കാലത്ത്. അപ്പോൾ ഈ കൊരലാരം എന്ന പേര് ഇന്നത്തെ കുട്ടികൾക്കോട് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിനകത്ത് വാക്കിൻ്റെ 2 ഭാഗങ്ങൾ ഇവിടെ അവതരിപ്പിക്കുന്നുണ്ട്. കൊരലാരം പോലെ നമ്മുടെ സംസ്കാരത്തിൽ ഇങ്ങനെ മൂടിക്കിടന്നിരുന്ന ഒരു വാക്കിനെ മലയാളം തന്നെ മറന്നുപോയി കൊണ്ടിരിക്കുന്ന ഒരു സമയത്ത് മുന്നിലേക്ക് വെക്കുന്നു. അതിനോടൊപ്പം തന്നെ
ഭാഷയിലേക്ക് പുതിയ വാക്കുകൾ സമ്മാനിക്കുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് സ്കിബിഡി പോലെ അതൊക്കെ വളരെ ഞാനതൊക്കെ യൂട്യൂബിൽ നോക്കിയാണ് ഞാൻ ചിലതൊക്കെ മനസ്സിലാക്കിയെടുത്തത്. അത് വഷളത്തരം അല്ലേ, ഇതൊരു വളരെ മോശമായിട്ടുള്ള എന്തോ ഒരു വാക്കാണ്. പക്ഷേ ഇത് ഇങ്ങനെ പുതിയ വാക്കുകൾ സമ്മാനിക്കുന്നത് എന്നുള്ള രീതിയിൽ, അപ്പോൾ ഈ വാക്കിൻ്റെ വളരെ സൂക്ഷ്മത തലത്തിൽ ഇതിനെ ശ്രദ്ധിച്ചു എന്നുള്ളതാണ് അതിൻ്റെ ഞാൻ കണ്ട ഒരു കാര്യം. വാക്കിൻ്റെ ഞാൻ പറഞ്ഞില്ലേ ഈ ഒറ്റ എഴുത്താണ്. അപ്പോൾ എന്നെ കഴിഞ്ഞ ദിവസം ഇദ്ദേഹം NP വിജയേഷൻ, ഞാൻ വളരെയധികം ആദരിക്കുന്ന എഴുത്തുകാരനാണ് അദ്ദേഹം. അപ്പോൾ അദ്ദേഹം പറഞ്ഞു എനിക്ക് അതിൻ്റെ പല വാക്കുകളും ഭയങ്കര പുതുമയായിട്ട് തോന്നി. ഈ പുരോജന സൃഷ്ടി അപ്പം ഞാൻ അത് എന്താ, അപ്പോൾ അത് അരക്കില്ലം കെട്ടിയ ആളാണ് പെട്ടെന്ന് ഈ ആർട്ടിഫിഷ്യൽ സീലിംഗ് ഈ ഇൻസ്റ്റലേഷൻസ് ഒക്കെ ഇല്ലേ, അങ്ങനെ വന്നതാണ്. മലയാളത്തിന് വേണമെങ്കിൽ അങ്ങനെ ഒരു പദമായിക്കോട്ടെ, ഈ വില്ലീസ് പടുതകൾ പോലെ. അതുപോലെ പുള്ളി ചോദിച്ചു എന്താണ് ഈ ഭണ്ഡാരത്തോണി. അപ്പോൾ ഞാൻ പറഞ്ഞു ഭണ്ഡാരപ്പെട്ടി, എണ്ണ ഒഴിക്കുമ്പോൾ നമുക്ക് താഴെ വയ്ക്കുന്നൊരു തോണി പോലൊരു സാധനം, ഇങ്ങനെ അതിനൊരു പുതിയ വാക്ക് കൊടുത്തതാണ് ഭണ്ഡാരത്തോണി. പിന്നെ കരളാരവും അങ്ങനെ ഒന്നാണ്, കൊരലാരം ആണുള്ളത്, കരള്. അപ്പം ഞാൻ ആലോചിച്ചപ്പോൾ കരളിന് ചുറ്റി കിടക്കുന്ന ഒരു ഇതാണല്ലോ ഒരു, അങ്ങനെ കുറേ വാക്കുകൾ ഇതിൻ്റെ അകത്ത് അറിയാതെ വന്നിട്ടുണ്ട്. ഈ സ്കിബിഡിയൊക്കെ എൻ്റെ വൈഫ് പിന്നെ ടീച്ചറാണ്, ഫ്രഞ്ച് പഠിപ്പിക്കുന്നുണ്ട് ഒരു സ്കൂളിൽ. അപ്പം അവിടെ കുട്ടികൾ പറയുന്ന വാക്കുകളൊക്കെ തന്നെയാണ് ഇതൊക്കെ. അപ്പം ഇത് പറയുമ്പോൾ ഉടനെ നമ്മുടെ 10 വയസ്സുള്ള മോന് ഉടനെ വേറെ കുറേ വാക്കുകൾ പറയും. ഇത് അത് പുതിയ ജനറേഷൻ ആയിട്ട് നമ്മൾ അവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ മാത്രമേ ഭാഷ എവിടെയൊക്കെ പോയിരിക്കുന്നു എന്നുള്ള മനസ്സിലാകുന്നത്. ഇങ്ങനെ വളർന്നുകൂടി. അതേസമയം കൊരലാരം പോലൊരു വാക്ക് നഷ്ടപ്പെട്ടും പോയി. ഇന്നിപ്പോൾ ND രാജേന്ദ്രൻ വിളിച്ചപ്പോൾ പറഞ്ഞാൽ മറ്റന്നാൾ ഭാസ്കര മാഷിൻ്റെ എന്തോ ഒരു അനുസ്മരണമോ അങ്ങനെ എന്തോ ഒരു ഇതാണ് കോഴിക്കോട്. അപ്പോൾ അവിടെ പോകുമ്പോൾ ഞാൻ പറയുന്നുണ്ട് കൊരലാരം എന്ന വാക്കിൻ്റെ പേറ്റന്റ് മലയാളത്തിൽ 2 പേർക്കാണ്, ഒന്ന് ഭാസ്കര മാഷിന് പിന്നെ ഒന്ന് നിനക്കും എന്ന് ഞാൻ അവിടെ പറയുന്നു. ഞാൻ പറഞ്ഞ അതൊന്നും പറയരുത്, അദ്ദേഹം കണ്ടുപിടിച്ച്. ഞാൻ മലയാളത്തിൽ ഇപ്പോഴും ഈ പറഞ്ഞൊരു വയലാറ് വലിയ അതിഗംഭീരനൊക്കെ ആശയഗംഭീരൻ ആശാൻ എന്നൊക്കെ പറയുന്ന പോലെ. പക്ഷെ ഏറ്റവും നല്ല ഗാനരചയിതാവ് ഞാൻ ഭാസ്കര മാഷിനെ തന്നെയാണ് പറയുന്നത്. താന്നിയൂരമ്പലത്തിൽ കഴകക്കാരനെ പോലെ താമരമാലയുമായി ചിങ്ങമെത്തുമ്പോൾ. താന്നിയൂർ അമ്പലം എന്ന് പറഞ്ഞൊരു അമ്പലമുണ്ട്, അത് വള്ളുവനാടിന് ഉള്ളിൽ എവിടെയോ ഉള്ളൊരു സ്ഥലമാണ്. അവിടെ വർഷത്തിലൊരിക്കൽ മാത്രമാണ് ആ നട തുറക്കുന്നത്. അവിടുത്തെ അർച്ചനയാണ് താമരമാല. എന്തൊരു ഈ കൊടുങ്ങല്ലൂരുകാരൻ എന്തെല്ലാം. അതുപോലെ കല്ലടിക്കോട്ട് എന്ന് കല്യാണം. ഇത്രയും ഗ്രാമ്യമായ പദങ്ങൾ നമ്മുടെ ഗാനങ്ങളിൽ വേറെ ആരെങ്കിലും എഴുതിയിട്ടുണ്ടോ എന്ന് സംശയമുണ്ട്. അയ്യോ എന്തെല്ലാം, അതും വളരെ ചെറിയ വാക്കുകളിലല്ലേ. നാഴിയൂരിപ്പാല് കൊണ്ട് നാടാകെ കല്യാണമാണ് അദ്ദേഹം ചെയ്തത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഗാനങ്ങൾ തീർച്ചയായിട്ടും എൻ്റെ ഭാഷയൊക്കെ വല്ലാണ്ട് സ്വാധീനിച്ചിട്ടുണ്ട്. അല്ലേ അമ്പൽ കടവിൽ അരയ്ക്കുള്ള ഒരുപാട് വലിയ. ഇന്നിപ്പം ഓഫീസിൽ നിന്ന് വരുമ്പോൾ അവിടെ ഇത് ഇന്നെനിക്ക് പൊട്ടുകുത്താൻ സന്ധ്യകളിൽ ചാരിച്ച സിന്ദൂരം, എന്തൊരു ഇമേജറിയാണ്. അത് അപാരമായ ഒരു ജീനിയസ് ആയിരുന്നു ശരിക്കും. അദ്ദേഹത്തിനൊരു വയലാർ അവാർഡ് കിട്ടിയിട്ടില്ല എന്ന് ഇപ്പോഴാണ് അറിയുന്നത്. അതിന് ഇന്ന് അതൊരു കഥ ND രാജേന്ദ്രൻ പറയുകയും ചെയ്തു. അദ്ദേഹത്തോട് സംവദിക്കാൻ സദസ്സിന് അവസരം നൽകുകയാണ്. ഇന്നിവിടെ വെച്ച് കാണുമ്പോൾ ഒരു ഭയങ്കര സന്തോഷം. ഞങ്ങൾ തമ്മിൽ ഒത്തിരി രാത്രി സംസാരിക്കുകയായിരുന്നു. അപ്പോൾ എനിക്ക് ഈ കഥ എന്നെ അലട്ടുന്നത് കുഞ്ഞെ എന്നെ രക്ഷിക്കണേ എന്ന് പറയുന്നൊരു വാക്കുണ്ടായിരുന്നു. അത് മാത്രം മതി ഈ കഥയിൽ, വേറെ ഒന്നും പറയേണ്ട കാര്യമില്ല. കാരണം ഒരു എഴുത്തുകാരൻ ധാരാളം വാക്കുകൾ എഴുതി വെക്കും. അതൊക്കെ പലപ്പോഴും വായനക്കാരുടെ മനസ്സിൽ കൂടി കയറി ഇറങ്ങി വല്ലയിടത്തോട്ടൊക്കെ പോയി. പക്ഷെ ഈ ഒരു ഒറ്റ വാക്കേൽ ആ കഥ ഉണ്ടാക്കുന്ന ഒരു ഇമ്പാക്റ്റാണ്. അതുപോലെ തന്നെ ഈ കുടുംബ ബന്ധങ്ങളിൽ തന്നെ രാവിലെ പോകാൻ നേരത്ത് ഒരു സോപ്പ് എടുത്തു കൊണ്ടുവന്നിട്ട് ഭാര്യ ആ താക്കോല് കൊണ്ടുവന്ന് അമർത്തി കൊടുക്കുമ്പോൾ ശരിക്കും നമ്മുടെയൊക്കെ ജീവിതത്തിലെ അച്ഛൻ, അമ്മ, മക്കൾ എന്നൊക്കെ പറയുന്ന കുടുംബത്തിൻ്റെ ഒരു ഭയങ്കര അതിരിനുള്ളിൽ നിൽക്കുമ്പോൾ പോലും നമ്മളൊക്കെ എത്ര ദൂരെയാണെന്ന് നമുക്ക് മനസ്സിലാവും. ഇതൊക്കെ ഒരു ഭയങ്കര ക്രാന്തദർശിത്വമുള്ളൊരു എഴുത്തുകാരനെ കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ കൃത്യമായിട്ട്. അപ്പം അങ്ങനെയുള്ള
കഥകൾ നമുക്ക് ഈ കാലഘട്ടത്തിൽ ഇല്ല ശരിക്കും. പലർക്കും സംഭവിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ആരുടെ കുറ്റമൊന്നും അല്ലത്. കാരണം കാലം അതനുസരിച്ച് അങ്ങനെ സഞ്ചരിച്ച് മുന്നോട്ട് പോകുമ്പോൾ അതിൻ്റെയൊക്കെ ഭാഗമായി കഴിയുമ്പോൾ അത് ആ സമയത്ത് നന്നായിരിക്കും എന്ന് കരുതിയിട്ടാണ് എഴുത്തുകാരങ്ങനെ ചെയ്യുന്നത്. പക്ഷെ ഇതിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഒത്തിരി വായിക്കുന്നുണ്ട്. ഇപ്പം ഞാനൊരു ചെറിയ ഉദാഹരണം പറയാം. ഇപ്പം അയ്യപ്പൻ തന്നെ അദ്ദേഹത്തിൻ്റെ കവിതയിലൊരു വാക്ക് എഴുതി, കുഷ്ഠരോഗി വെച്ച് നീട്ടുന്ന അപ്പത്തിൻ്റെ പങ്കിലേക്ക് വിശക്കുന്നവൻ്റെ കണ്ണ് എന്ന് പറയുന്നത് വളരെ ചെറുതായിട്ട് വരിക. അപ്പം ഈ വിശപ്പിനെയൊക്കെ ഇത്രത്തോളം പറയാനായിട്ട് ആ കവിക്ക് ആ ഒരു വാക്ക് കിട്ടുന്നുവെങ്കിൽ ഇവിടെ പപ്പനെ ആ കൊച്ചിനെ കൊണ്ട്, ആ കൊച്ചിനെ അറിയില്ല എൻ്റെ ജീവിതം എന്തൊക്കെയാണെന്നൊക്കെ. പക്ഷെ എങ്കിൽ പോലും അവിടെ നിന്നിട്ട് ഈ രക്ഷിക്കണേ എന്ന് പറയുന്ന ഒരു സാധനം വരുമ്പോൾ നമ്മുടെ ചങ്കൊക്കെ എടുത്ത് പറിച്ച് കൊണ്ടുവരും. ആ കുട്ടിയാണ് പിന്നെ ഇല്ലാതായി പോകുന്നത്. ആ കുട്ടിയുടെ ഇല്ലായ്മയാണ് വായനക്കാരൻ്റെ ഹൃദയത്തിലുണ്ടാക്കുന്ന വേദനയെന്നും നമുക്ക് മനസ്സിലാവുമ്പോഴാണ് ഇങ്ങനെ കാലഘട്ടത്തിൽ വല്ലപ്പോഴും ഞാനെപ്പോഴും പപ്പനോട് ചോദിക്കും, നീ എന്താ കഥ എഴുതാത്തെന്നൊക്കെ ചോദിക്കും എൻ്റെ അച്ഛൻ. അപ്പം അച്ഛൻ്റെ ഒന്നും ഓരത്തോലും നിൽക്കാൻ പറ്റൂലടാ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയും സാധനം നിറഞ്ഞ് മനസ്സിൽ നിൽക്കണം. അപ്പൊ അതിനെ മറികടന്നുകൊണ്ട് ഒരു എഴുത്തിലേക്ക് വന്നെങ്കിൽ അതിന് കുറച്ച് ധ്യാനവും കാര്യങ്ങളൊക്കെ വേണം. എന്തായാലും 5 കൊല്ലം മുമ്പായിട്ടാണ് ഒരു കഥ എഴുതിയെന്ന് പറയുന്നത്. ഇനി പപ്പൻ കൂടുതൽ കഥകൾ എഴുതട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്. നമസ്കാരം. വ്യക്തിപരമായ ദുഃഖത്തെക്കുറിച്ച് എനിക്കറിയില്ലായിരുന്നു ഈ കഥ വായിക്കുമ്പോൾ. ഈ കഥ പേരിൻ്റെ ഒരു ഇത് കൂടി ആണ് വായിക്കാനുള്ള ഒരു പ്രേരണ. പിന്നെ കഴിഞ്ഞ വായനക്കൂട്ടിലാണ് ഡോക്ടർ പറഞ്ഞത് മകൻ്റെ കുറിപ്പുകളെ കുറിച്ച് അദ്ദേഹം പറഞ്ഞിരുന്നു. അപ്പോൾ ഉടനെ അനന്തപത്മനാഭൻ കണ്ടപ്പോൾ ഞാൻ ഉടനെ തന്നെ വായിച്ചു കഥ. ആ കഥ ഉണ്ടാക്കിയ ഒരു ഉള്ളിൽ കരച്ചിലുണ്ടല്ലോ, അത് സത്യം പറഞ്ഞാൽ ഇപ്പൊ കൂടി എനിക്ക് അതിനെ തടുക്കാൻ പറ്റുന്നില്ല. ഞാൻ രണ്ടാമത്തെ ദിവസം വീണ്ടും വായിച്ചു. അപ്പോൾ വായനക്കൂട്ടിൽ അത് എഴുതിയിടണം എന്ന് വിചാരിച്ചപ്പോൾ എങ്ങനെ എഴുതും, ഇത് എങ്ങനെ എഴുതാൻ പറ്റുക എന്നുള്ള എല്ലാ മരണങ്ങളും എല്ലാ ഏർപ്പാടുകളും നമ്മുടെ ഉള്ളിൽ വന്നിട്ട് ഇത് ഈ വ്യക്തിപരമായ ഒരു ഇതിനെ എനിക്ക് അറിയില്ല സത്യം പറഞ്ഞാൽ. ഞാൻ ചില കുറിപ്പുകളൊക്കെ വായിച്ചിട്ടുണ്ടെങ്കിലും പക്ഷേ എനിക്കുണ്ടായ നഷ്ടങ്ങൾ അല്ലെങ്കിൽ എനിക്ക് അടുത്തുള്ളവർക്കുണ്ടായ നഷ്ടങ്ങൾ, ഞാൻ സ്നേഹിക്കുന്നവർക്കുണ്ടായ ഇതെല്ലാം കൂടി വന്ന് നമ്മളായിട്ട് വല്ലാത്തൊരു എന്താ പറയുക, ഇപ്പം കൂടി എനിക്കത് പറയുമ്പോൾ വല്ലാത്തൊരു വികാര വിക്ഷോഭം ഉണ്ടാവുന്നുണ്ട്. അങ്ങനെ ഒരു കഥ ഈ അടുത്തൊന്നും വായിച്ചിട്ടില്ല. പിന്നെ അതിലെ ചിത്രങ്ങളുണ്ടല്ലോ, ഷെരീഫ് വരച്ച ആ കുഞ്ഞിനെ ഇത്തിരി വരകൊണ്ട് അത് വരയ്ക്കുന്ന ആ ഒരു ഇത്, നമ്മളെ ഓരോ വാക്കുണ്ടല്ലോ അത് ശരിക്കും ഞാൻ ഇങ്ങനെ ഉള്ളിലേക്ക് ഇങ്ങനെ കരയായിരുന്നു അത് വരയ്ക്കുമ്പോൾ. ശരിക്കും ഇത്ര ഒരു കഥ എഴുതിയത് ഇങ്ങനെ ഒരു കഥ എഴുതരുതെന്ന് കൂടി പറയാറുണ്ട്. കാരണം അല്ലാതെ തന്നെ സങ്കടങ്ങൾ നമുക്ക് ഉള്ളിൽ അത്രയധികം ഉണ്ടാകുമ്പോൾ നമുക്ക് ഈ കഥ ഇങ്ങനെ നമ്മളിങ്ങനെ വേട്ടയാടുന്ന ഒരു മാതിരിയുള്ള, കാരണം ഇപ്പോൾ പല കഥകളും പറയും രാഷ്ട്രീയമായിട്ടുള്ള മാനങ്ങളുള്ള കഥകളാണ് വേണ്ടത് എന്നൊക്കെ പറയുമ്പോൾ വ്യക്തി ദുഃഖങ്ങളെ എത്രമാത്രം ആളുകളെ തീക്ഷ്ണമായിട്ട് ബാധിക്കുന്നു എന്നുള്ളത് ഈ കഥ സത്യം പറഞ്ഞാൽ ഞാനും അത് എനിക്ക് ഒരു കുഞ്ഞ് മരിച്ചിട്ടില്ല, പക്ഷേ എല്ലാ നഷ്ടങ്ങളും സ്നേഹനഷ്ടങ്ങൾ പോലും ഉണ്ടായിരിക്കാം. ആ സ്നേഹനഷ്ടങ്ങൾ പോലും നമ്മളെ എത്രമാത്രം ബാധിക്കും ഉള്ളിൽ എന്നുള്ളത് ഈ കഥ കാണിച്ചു തന്നു. ഞാൻ ഈ കഥയെക്കുറിച്ചൊന്നും പറയില്ല എന്ന് വിചാരിച്ചതാണ്. സത്യം പറഞ്ഞാൽ ഇങ്ങനെയുള്ള കഥകൾ ഉണ്ടാവട്ടെ, പക്ഷേ വല്ലാതെ സങ്കടപ്പെടുത്തിയ ഒരു കഥ. ഞാൻ ചെറിയ കുറിപ്പ് എഴുതി അയച്ചു, അത് ഇടുമെന്ന് അറിയില്ല. മാതൃഭൂമി തീരെ ചെറിയൊരു കുറിപ്പാണ്, കാരണം ഈ സങ്കടത്തെ നമുക്ക് വാക്കുകളിൽ പകർത്താൻ പറ്റില്ല എന്നുള്ളതാണ്. പിന്നെ ദീപു ഡോക്ടർ കുറിപ്പിട്ടപ്പോഴാണ് ഞാനൊരു ചെറിയ കുറിപ്പ് അതിലിട്ടത്. പിന്നെ ഇതിൽ പറയാനുള്ളത് എനിക്ക് മകൻ്റെ കുറിപ്പുകൾ ഞാൻ ഈ കഥ വായിച്ച ഉടനെ DC ബുക്സിൽ പോയി വാങ്ങിച്ചു. അപ്പോൾ ഇതിൽ പറഞ്ഞ പോലെ പത്മരാജനെ വായിക്കുന്ന അതേ ഒരു അനുഭവം നമുക്ക്, ഞാൻ കോളേജ് കാലത്താണ് അദ്ദേഹത്തെ വായിച്ചിട്ടുള്ളത്. അത് കഴിഞ്ഞിട്ട് പിന്നെ എനിക്ക് തോന്നുന്നു നക്ഷത്രങ്ങളെ കാവലി വായിച്ചിട്ടുണ്ട്, പണ്ട് വായിച്ചിട്ടുണ്ട്, വീണ്ടും വായിച്ചത് ഇപ്പോൾ. പിന്നെ അമ്മയെ ഞാൻ 2000-ൻ്റെ തുടക്കത്തിലാണല്ലോ ആ പുസ്തകം ഇറങ്ങിയത്.
ഗന്ധർവനെ കുറിച്ചുള്ള അപ്പോൾ അവിടെ ഒരു വായന എന്ന് പറഞ്ഞിട്ടൊരു കൂട്ടായ്മ അയ്യപ്പ പണിക്കർ സാറൊക്കെ ഉള്ളത്. അപ്പോൾ അത് അവിടെ വെച്ച് പരിചയപ്പെടുകയും ആ പുസ്തകം അവിടെ ചർച്ച ചെയ്യുകയൊക്കെ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ 2-3 തവണ അമ്മയെ കാണാനുള്ളൊരു ഭാഗ്യം ഉണ്ടായിട്ടുണ്ട്. പിന്നെ സിനിമകളെ പറ്റി പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല, കാലാതിവർത്തിയായിട്ടുള്ള സിനിമകൾ. ഈ പുസ്തകത്തിലെ ക്യാപ്ഷനുകൾ, എല്ലാ അധ്യായങ്ങളുടെ പേരുകളും അതിനൊക്കെ ഒരു ഗന്ധർവ സ്പർശമുണ്ട്. അതെ 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 അത് അതിൻ്റെ ഒരു. പിന്നെ അമ്മൂമ്മയെ പറ്റി പറയാതിരിക്കാൻ വയ്യ. അത് ആ ചാപ്റ്ററൊക്കെ വല്ലാതെ നമ്മളെ നമുക്ക് ഇങ്ങനെ ഒരു അമ്മൂമ്മ ആ പറഞ്ഞ് എന്നുള്ളതാണ് ആ കണ്ടെന്ന് തോന്നുന്നു. പറഞ്ഞു എന്നുള്ളതിനേക്കാളും, കാരണം നിരന്തരം തുടർന്നുകൊണ്ടിരിക്കുകയാണല്ലോ ഇനി. കഥ പറഞ്ഞ് അതുപോലെ കയ്യൊപ്പോടുകൂടി എന്നുള്ളതൊരു ദിക്കിലൊരു കാഴ്ചപ്പാട് എന്നായിട്ടുണ്ട്. അങ്ങനെയുള്ള ചെറിയ അടുത്ത പ്രിന്റിൽ ഇതൊക്കെ ഒന്ന് നോക്കണം എന്ന് ഞാൻ വിചാരിക്കും. ഒന്ന് നോക്കണേ, കാരണം കാഴ്ചപ്പാട് എന്ന് എം കൃഷ്ണൻ നായരുടെ കയ്യൊപ്പോട് കൂടി എന്നുള്ളതിന് കാഴ്ചപ്പാട് എന്നാണ് വന്നത്. ഞാൻ ഒന്നും കൂടി വീണ്ടും വായിച്ചു. അപ്പോൾ അങ്ങനെയുള്ള പിന്നെ ഇതിൽ പറയാൻ ഒന്നും നഷ്ടപ്പെടുത്താനില്ല, ഫുള്ള് വായിക്കണം എല്ലാവരും എന്നുള്ളതാണ്. ദീപു ഡോക്ടർ പറഞ്ഞപ്പോഴാണ് ഞാൻ ഓടിപ്പോയി വാങ്ങിയതും വായിച്ചതും. എന്തായാലും കണ്ടതിലും സന്തോഷം. ഇനിയും കഥകൾ, മികച്ച കഥകൾ ഉണ്ടാവട്ടെ എന്നുള്ള ആശംസകൾ. ഓക്കെ. വല്ലാതെ ഹോണ്ട് ചെയ്ത ഒരു കഥ ഇതുവരെ ഇത്ര അടുത്ത് വായിച്ചിട്ടില്ല അതുപോലെ. അപ്പോൾ സന്തോഷം. വായിക്കുന്നതും സന്തോഷമാണ്, പക്ഷേ ഈ സങ്കടം കൂടി ഉണ്ട് എന്നുള്ളതാണ്. ഓക്കെ. ഞാൻ ദീപു ഡോക്ടറോട് പറയുകയും ചെയ്തു, അത് വ്യക്തിപരമായൊരു ദുഃഖത്തെക്കാളും അപ്പുറത്തേക്ക് അതിനെ കൊണ്ടുപോകുമ്പോൾ ആ കഥയ്ക്ക് തീവ്രത കൂടുന്നുണ്ട്. ചിലപ്പോൾ ഇതുപോലെ ഇത് താങ്കളുടെ ദുഃഖമായിരുന്നു എന്ന് അറിയുമ്പോൾ ചിലപ്പോൾ അത് അത്ര തന്നെ നമുക്ക് ഫീൽ ചെയ്യില്ല. ഇത് എന്താ പറയുക, സാർവജനീനമായോ ആവുന്നു ആ ദുഃഖം. അത് എല്ലാ ദുഃഖങ്ങളുമാണ് ഏറ്റവും തീക്ഷ്ണമായി എഴുത്തുകളായിട്ട് വരുന്നത് എന്നുള്ളത് മനസ്സിലാവുന്നുണ്ട്. കൂടുതൽ പറയാം, പക്ഷെ എല്ലാവർക്കും പറയാനുള്ള അവസരം. വായനക്കൂട്ടിൽ ദീപു ഡോക്ടറെ കുറിപ്പ് കണ്ടിട്ടാണ് ഞാനും ഈ കഥ വായിച്ചത്. ആദ്യം കഥ കണ്ടപ്പം അന്ന് ആ സമയത്ത് വായിക്കാൻ പറ്റിയില്ല, പക്ഷെ ആ കുറിപ്പ് കണ്ടപ്പം പലരും അതിനെക്കുറിച്ച് അഭിപ്രായങ്ങളിട്ടു. അങ്ങനെയാണ് ഞാൻ കഥ വായിക്കുന്നത്. വല്ലാതെ മനസ്സിനെ ഭയങ്കരമായിട്ട് ഹോണ്ട് ചെയ്ത ഒരു കഥയാണ്. കാരണം അതിലെ ഓരോരോ വാചകങ്ങളും, അതിൽ പലതും ഇപ്പോൾ പറഞ്ഞു, ചില വളരെ മൈന്യൂട്ടായിട്ട് നമ്മളെ ആഴത്തിൽ സ്പർശിക്കാൻ പറ്റുന്ന ഒരു വലിയ കഴിവ് ഈ കഥയ്ക്കുണ്ട്. അപ്പോൾ നമ്മളെ സ്പർശിച്ച കഥകൾക്ക് 2 തരത്തിൽ നമ്മളതിനെടുക്കും. ചിലത് നമുക്ക് ആവർത്തിച്ച് വായിക്കാൻ പറ്റും, ചിലത് നമുക്കത് പറ്റില്ല. ഈ കഥ എനിക്ക് വീണ്ടും വായിക്കാൻ പറ്റുമെന്നാണ് ഞാൻ കരുതിയത്. സാധാരണ നമ്മളൊരു ചർച്ചയ്ക്ക് വരുമ്പോൾ അതിനെക്കുറിച്ച് ഒന്നുകൂടി സംസാരിക്കണമെങ്കിൽ, കഥാകൃത്തിനോട് എന്തെങ്കിലും 2 വാക്ക് അതിനെക്കുറിച്ച് പറയണമെങ്കിൽ, ചോദിക്കണമെങ്കിൽ ഒരുപക്ഷെ ഒന്നുകൂടെ വായിച്ചാൽ നമുക്കതിൻ്റെ ഒരു കോൺഫിഡൻസ് കൂടുതൽ കിട്ടും. ഇന്ന് ഞാൻ വീണ്ടും ആ കഥ വായിക്കാനെടുത്തു, പക്ഷെ എനിക്ക് പറ്റിയില്ല. അത് എനിക്കെന്തോ അറിയില്ല, ഞാൻ ആ മുമ്പ് കടന്നുപോയ അതേ മാനസികാവസ്ഥയിലൂടെ വീണ്ടും കടന്നു പോകുന്നു. ആ ഒരു കുഞ്ഞിൻ്റെ മരണം, ഇപ്പം ചേച്ചി പറഞ്ഞ പോലെ ഞാനും അത് അനുഭവിച്ചിട്ടില്ല. അങ്ങനെ വളരെ അടുത്ത ബന്ധത്തിൽ ഇപ്പോൾ ദീപു ഡോക്ടറൊക്കെ പറഞ്ഞ പോലെ അങ്ങനെ ഒരു അനുഭവം ഇല്ല. പക്ഷേ എങ്കിൽ പോലും ഇതിലെ ചില വാചകങ്ങൾ നമ്മളെ വല്ലാതെ നൊമ്പരപ്പെടുത്തുന്ന അത് ഈ കഥ ഭയങ്കരമായിട്ട് അനുഭവിപ്പിച്ചു എന്ന് വേണം പറയാൻ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്ന് ഞാൻ വീണ്ടും മാതൃഭൂമി ആഴ്ചപ്പതിപ്പിൽ വന്നപ്പോൾ, അത് കുറച്ച് മുമ്പല്ലേ, അപ്പോൾ വായിച്ച പലതും വിട്ടുപോയിട്ടുണ്ട്. പിന്നെ പത്മരാജൻ എന്ന് പറഞ്ഞാൽ എല്ലാ കാലത്തും വളരെയധികം ആരാധനയോടെ കണ്ടിരുന്ന ഒരു സംവിധായകനാണ്, എഴുത്തുകാരനാണ്. പത്മരാജൻ കൃതികളൊക്കെ സീരിയസ് ആയി വായിച്ചു തുടങ്ങുന്ന 30s ശേഷം. അദ്ദേഹത്തിൻ്റെ സിനിമകളൊക്കെ വീണ്ടും ഇപ്പോഴും നമ്മൾ ആവർത്തിച്ച് കാണുന്ന സിനിമകളാണ്. അതുകൊണ്ട് തന്നെ ഇത് വായിക്കുമ്പോൾ വല്ലാത്തൊരു നൊസ്റ്റാൾജിയാണ്. ഇതിൽ പറയുന്ന ആൾക്കാരെ ഒന്നും നേരിട്ട് നമുക്ക് അടുത്തറിയാത്ത ആൾക്കാരാണെങ്കിൽ പോലും ഇവരൊക്കെ നമ്മുടെ സ്വന്തമാണ് എന്നൊരു തോന്നലാണ്. കാരണം ഇതിൽ ഓരോരോ എന്താ പറയുക, പല എന്താ പറയുക അനുഭവങ്ങളിലൂടെയൊക്കെ കടന്നു പോകുമ്പോൾ ഇതിൽ പറയുന്ന ആൾക്കാരെയൊക്കെ നമുക്കറിയാം. നമ്മൾ അടുത്ത് പരിചയപ്പെടുന്ന സിനിമാക്കാരും സാഹിത്യകാരന്മാരും അതുപോലെയുള്ള പലരെയും അതുകൊണ്ട് തന്നെ വളരെയധികം ഒരു എന്താ പറയുക, നമുക്കൊരു സ്വന്തം എന്ന് പറഞ്ഞ് ഒരു നെഞ്ചോട് ചേർത്ത് വെക്കാൻ പറ്റുന്നൊരു പുസ്തകമായിട്ടാണ് ഇതിനെ കാണുന്നത്. അപ്പം എഴുത്തിൽ തീർച്ചയായിട്ടും ഒരു സിനിമയിലെ പത്മരാജൻ സ്പർശം എന്ന് പറയും പോലെ തന്നെ എഴുത്തിൽ വളരെയധികം എന്താ പറയുക, ഒരു ഗന്ധർവ സ്പർശം ഉള്ള അനുഗ്രഹിക്കപ്പെട്ട എഴുത്തുകാരനാണ് സാറ്. സന്തോഷം. അത് വനമുല്ല എന്നൊക്കെ പറയും. അത് എവർഗ്രീൻ ഇനത്തിൽപ്പെടും. കരിയില്ല, ഭയങ്കര മണമുള്ള.
ഈ അമ്മാത്തേനുമാർക്ക് ഒരുപാട് മോഹിനി എന്ന് പറയുന്ന അമ്മൂമ്മയാണ്, അമ്മൂമ്മയിട്ടത്. വനമുല്ല. നമസ്കാരം, ഞാൻ എൻ്റെ പേര് നന്ദകുമാർ. ഇവിടെ സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ ജോലി ചെയ്യുന്ന ആളാണ്. 96-ലാണ് ഞങ്ങൾ തമ്മിൽ പരിചയപ്പെടുന്നത്. എൻ്റെ അമ്മയുടെ സ്ഥലം, എൻ്റെ സ്ഥലം അമ്പലപ്പുഴ, എൻ്റെ അമ്മയുടെ സ്ഥലം പത്മനാഭൻ സാറിൻ്റെ സ്ഥലം തന്നെ മുതുകുളം. അപ്പം അങ്ങനെ ഒരു ബന്ധം ആ നാടുവിട്ടുണ്ട്. അന്ന് മുതൽ ആ നാട്ടിൽ ഇങ്ങനെ കറങ്ങി നടന്ന് അന്നേ ആ തറവാട്ടി ഞാൻ കണ്ടിട്ടുണ്ട്. എൻ്റെ ഏറ്റവും വലിയ സന്തോഷം എന്ന് പറയുന്നത് ഡോക്ടർ ദീപു ജോർജിനെ എനിക്ക് പരിചയപ്പെടുത്തുന്നത് ഒപ്പനാണ്. പക്ഷേ ഇവർ തമ്മിൽ ആദ്യം കാണുന്നത് എൻ്റെ നാട്ടിലെ അമ്പലപ്പുഴയിലെ ജനസേവനി വായനശാലയിൽ വെച്ച് ഇതേ പുസ്തകത്തിൻ്റെ ചർച്ചയ്ക്കായിരുന്നു. ആ ഒരു സന്തോഷം ഭയങ്കരമാണ്. കാരണം എന്നോട് പറഞ്ഞിട്ടുണ്ടാകുമല്ലോ, ഈ 2008 ഞാൻ തിരുവനന്തപുരത്ത് ജോലിക്ക് ചെല്ലുമ്പോഴാണ് ഏറെ വർഷങ്ങൾക്ക് ശേഷം ഞങ്ങൾ വീണ്ടും കാണുന്നത്. അന്ന് പപ്പൻ പറഞ്ഞ ഒരു ഭാഷാ ശൈലി ഞാനിപ്പോഴും മറന്നിട്ടില്ല. അന്ന് പൂജപ്പുര SBT, അന്ന് SBT ആണ്. SBT ഞാൻ ഓഫീസിലെ സാലറിയുടെ ആയിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ ചെന്നപ്പോഴത്തേക്ക് അവിടെ ഒരാൾ ഇപ്പോൾ ഉണ്ട്. ആ ആളിനെ കണ്ടോ എന്ന് ചോദിച്ചു. നമ്മളൊക്കെ കേട്ട് വളർന്ന ശബ്ദം വാർത്തകൾ വായിക്കുന്ന രാമേന്ദ്രൻ സാറായിരുന്നു. അപ്പം അങ്ങനെ രാമേന്ദ്രൻ സാറിനെ പരിചയപ്പെട്ടു. അങ്ങനെ ഏറെ നേട്ടങ്ങൾ, ഇദ്ദേഹം വഴി ഇഷ്ടംപോലെ സൗഹൃദം, ഡോക്ടർ തന്നെ അങ്ങനെ വന്ന സൗഹൃദമാണ്. പപ്പനുമായിട്ട് കണ്ടപ്പെടുന്നതും തന്നെ ഈ ഒരു വിഷയത്തെപ്പറ്റി ചോദിച്ചിട്ടേ ഇല്ല. ഞങ്ങൾ തമ്മിൽ 2-3 പ്രാവശ്യം ശബരിമലയ്ക്ക് പോയി. അപ്പോഴൊന്നും ചോദിക്കാൻ തോന്നിയിട്ടില്ല. അതാണ് കാരണം ആ കാലത്തൊക്കെ എനിക്ക് അദ്ദേഹത്തെ അറിയാം. പിന്നീട് പത്രത്തിൽ വന്നപ്പോഴും ഇപ്പോഴും അതൊരു നമ്മളെ മനസ്സിനെ ഇങ്ങനെ വേട്ടയാടിക്കൊണ്ടിരിക്കുന്ന ഒരു വിഷയം തന്നെയാണ്. പിന്നെ പത്മനാഭൻ സാറിനെ സംബന്ധിച്ച് അദ്ദേഹത്തെ ഓർക്കുമ്പോൾ എൻ്റെ ഓർമ്മയിൽ അമ്പലപ്പുഴ കളഭം എന്ന് പറയുന്നത് മകരം 1 മുതൽ മകരം 12 വരെ, ജനുവരി പകുതി മുതൽ ആ ഒരു റിപ്പബ്ലിക് ദിനം 26-ാം തീയതി വരെയുള്ള സമയത്താണ് അമ്പലപ്പുഴ കളഭം നടക്കുന്നത്. അമ്പലപ്പുഴ ഏറ്റവും വലിയ ഉത്സവമാണ്. ആ 9-ാം കളഭത്തിൻ്റെ അന്നാണ്, ജനുവരി 23-നാണ് അന്നത്തെ വിടവാങ്ങൽ. അതിനുശേഷം 10-ാം കളഭത്തിൻ്റെ അന്ന് രാത്രി അമ്പലപ്പുഴയിൽ എൻ്റെ വീടിൻ്റെ വാതിൽക്ക് കൂടെ കൊണ്ടുപോയപ്പോൾ അച്ഛൻ ഇതൊക്കെ വളരെ സങ്കടത്തോടെ പറഞ്ഞ് ഓർക്കുന്നുണ്ട്. പിറ്റേ ദിവസം അച്ഛൻ എന്നെ വിളിച്ചുകൊണ്ട് അവിടെ പോവുകയും അന്ന് തലേദിവസം രാത്രി അച്ഛനൊന്നും കഴിക്കാതിരിക്കുന്ന എൻ്റെ അച്ഛനെ ഓർക്കുന്നുണ്ട് ഇപ്പോഴും. അച്ഛൻ പത്മനാഭൻ സാറിൻ്റെ പുസ്തകങ്ങളുടെ വലിയ ആരാധനായിരുന്നു. സിനിമകളല്ല, പുസ്തകങ്ങളാണ് അച്ഛൻ്റെ പ്രിയം. പിന്നെ എൻ്റെ സന്തോഷം നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ഈ പുസ്തകങ്ങളൊക്കെ ഞാൻ ചർച്ച ചെയ്യിച്ചിട്ടുണ്ട്, ഇനിയും ചർച്ച വിടരും. പിന്നെ ഭാഷാപരമായിട്ട് എനിക്കൊന്നും പറയാനില്ല. കാരണം അത്രയ്ക്ക് നമ്മളെ ആകർഷിക്കുന്നതും അടുപ്പിക്കുന്നതും ഹൃദയാവർജകവുമായൊരു ഭാഷാശൈലിയുടെ ഉടമയാണ് ശ്രീ അനന്തപത്മനാഭനും. എല്ലാ ആശംസകളും നേരുന്നു. വളരെ നന്ദി. നമസ്കാരം. ഈ കഥയിൽ പ്രയോഗിച്ചിരിക്കുന്ന ചില നാടൻ പദങ്ങൾ വളരെ നമ്മളെ ടച്ച് ചെയ്യണം. അതിപ്പോൾ തുടങ്ങിയപ്പോൾ തന്നെ ഒരു പ്രയോഗം നടത്തിയത്, കണ്ടറിഞ്ഞതും കേട്ടറിഞ്ഞതും കൊണ്ടറിഞ്ഞതും. ആ പ്രയോഗം തന്നെ ഒരു നാടൻ പ്രയോഗം തന്നെയാണ്. ഇതിൽ എന്നെ ഏറ്റവും ആകർഷിച്ചത് ശരിക്കും പറഞ്ഞാൽ എൻ്റെ അച്ഛൻ്റെ അനിയനൊരു കുട്ടി ഉണ്ടായിരുന്നു. 3-ാം വയസ്സിലാണ് മരിച്ചത്. ഞാനുമായിട്ട് വലിയ ബോണ്ടിങ്ങാണ്, ഭയങ്കര ഇതായിരുന്നു. ആ കുട്ടി കുടലിൽ ഉണങ്ങുന്ന ഒരു അസുഖം ഉണ്ടാകും. 1000-ൽ ഇത്ര രക്ഷപ്പെടാൻ ബുദ്ധിമുട്ടാണ്. ഗവൺമെൻറ് ഹോസ്പിറ്റലാണ് ചികിത്സിച്ചത്. ആ ഡോക്ടറെ അടുത്ത് ചെന്ന് പറഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞത്, ഞങ്ങളെ കൊണ്ട് പരമാവധി ഞങ്ങൾ ചെയ്യുന്നുണ്ട്, കിട്ടുമെന്ന് സംശയമാണ്, ദൈവത്തിനോട് പ്രാർത്ഥിച്ചോളാനാണ് പറഞ്ഞത്. സത്യത്തിൽ ഞാൻ ഒരു ദൈവവിശ്വാസി അല്ലാത്തതുകൊണ്ട്, പക്ഷെ എങ്കിൽ പോലും ഈ പറഞ്ഞ പോലെ തന്നെ അമ്പലത്തിൽ പോവുകയും അതിന് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന അതിനെ ചെയ്യുന്നു. പക്ഷെ അത്രമാത്രം വേദന അനുഭവിച്ചിട്ടുണ്ട്. ആ വേദന ശരിക്കും ഈ ഇത് വായിച്ചപ്പോൾ മനസ്സിലേക്ക് വന്നു പോയിട്ടു. മറ്റൊന്ന് എനിക്ക് തോന്നിയത്, അച്ഛൻ മകൾ ബന്ധം, അത് അങ്ങനെ ഒരു മകളില്ലെങ്കിൽ പോലും ആ ബന്ധത്തെക്കുറിച്ച് ചിത്രീകരിച്ച് വളരെ മനോഹരമായിട്ട് ചിത്രീകരിക്കും. കാരണം ആ മകളെ എങ്ങനെയാണ്, ഇപ്പോൾ പുതിയ തലമുറയാണല്ലോ, നിനക്ക് എന്തൊക്കെയുണ്ടെങ്കിലും പറയാം, എന്നോട് പറയാം എന്നൊക്കെ പറഞ്ഞിട്ട് അമ്മ മകളുടെ വാർഡ്രോബ് തുറക്കാൻ വേണ്ടിയിട്ട് ഉള്ള താക്കോൽ ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ടാക്കി അത് തുറന്ന് നോക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരവസ്ഥയും വല്ലാതെ ടച്ച് ചെയ്തു ശരിക്കും പറഞ്ഞു. കാരണം എന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മുടെ മകളെക്കുറിച്ചുള്ള ഉത്കണ്ഠ അത്രയ്ക്ക് മാത്രം വലുതാണ്. പക്ഷേ അവൾക്ക് അവളുടെ അനിയനോടുള്ള ആ ബോണ്ടിങ് അതെങ്ങനെ വിവരിച്ചാലും മതിയാവില്ല. അത്രമാത്രം വലിയ ബോണ്ടിങ്ങാണ്. അത് നന്നായിട്ട് ചിത്രീകരിച്ചിട്ടുണ്ട്. നന്നായിട്ട് അത് വിവരിക്കാൻ കഴിയാത്തതിൽ അത്രം വളരെ വലിയ വിവരണം തന്നെയാണ്. എല്ലാവിധ അഭിനന്ദനങ്ങളും. പ്രിയമുള്ളവർ, പത്മരാജൻ ഒരു വായനക്കാരൻ എന്നുള്ള നിലയിൽ എന്നെ എന്തോരം ആകർഷിച്ചിട്ടുണ്ട്,
അതേപോലെ തന്നെ പ്രചോദിപ്പിച്ചിട്ടുണ്ട് എന്ന് പറയാനാവില്ല. ബൈബിൾ വായിക്കുന്നത് അടിമുടി വായിക്കുന്നത് അതിലെവിടെയാണ് നമുക്ക് അതിരാവിലെ എഴുന്നേറ്റ് മുന്തിരിവള്ളികൾ പൂക്കുകയും തീർക്കുകയും ചെയ്തിട്ടുള്ളത് എന്ന് നോക്കാം, നമുക്ക് അവിടെ ലാപ്പാർക്കാം എന്നൊക്കെ പറയുന്നത് ബൈബിളിൽ എവിടെയാണ് എഴുതിയത് എന്ന് കാണാൻ വേണ്ടിയാണ്. ഇതിനകത്ത് എഴുതി കാണിക്കുന്നുണ്ട്, ആ കടലാസിൽ എഴുതി കാണിക്കുന്നുണ്ട്, പക്ഷേ ഞാൻ വായിച്ച ബൈബിളിൽ അത് ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞാനൊരു എൻ്റെ ഒരു വൈദിക സുഹൃത്തുണ്ടായിരുന്നു, ഷട്ടിൽ കളിക്കാനൊക്കെ കൂടുന്ന ആളാണ്. അദ്ദേഹത്തോട് ചോദിച്ചപ്പോൾ പറഞ്ഞു അത് പഴയ ബൈബിളിലാണ്. സത്യം അന്ന് വരെ അതെനിക്കറിയില്ലായിരുന്നു. അപ്പോൾ വായിക്കാനുള്ള ഒരു പ്രചോദനം ഉണ്ടാക്കുന്ന എഴുത്ത് എന്ന് പറയുന്നത് വളരെ പ്രധാനമാണ്. വൈകാരികമായ ഒരു തലം ഇതിനില്ല എങ്കിലും, ഈ പറയുന്ന വിഷയമില്ല എങ്കിലും, ഞാനും എൻ്റെ മകളും തമ്മിലുള്ള ബന്ധവും ഒരു പക്ഷേ ഈ കഥ വായിക്കുമ്പോൾ ഞാൻ നന്നായി അനുഭവിക്കുന്നുണ്ട്. എൻ്റെ മകൾക്ക് പ്രണയമുണ്ടാകുന്നുണ്ടോ എന്നുള്ള ഒരു ആശങ്ക മുസ്ലിം കുടുംബങ്ങളിലൊക്കെ പൊതുവെ ബാക്കിയുള്ള ആൾക്കാർ നിർബന്ധിക്കും. പ്രീ ഡിഗ്രി കഴിഞ്ഞിരിക്കുന്നു കല്യാണം, ഡിഗ്രി കഴിഞ്ഞിരിക്കുന്നു കല്യാണം, PG കഴിഞ്ഞിരിക്കുന്നു കല്യാണം, കല്യാണമില്ല, നിങ്ങളെന്താ കല്യാണം നടത്തി കൊടുക്കാത്തത്? അപ്പോൾ മോളോട് ഞാൻ ചോദിച്ചു, ഇങ്ങനെ ഇളാമയൊക്കെ ഭയങ്കരമായിട്ട് നിർബന്ധിക്കുന്നു, എന്താ വിഷയം? അത് ഞാൻ പിന്നെ പറയാം. അങ്ങനെ പറയും. ഈ കഥയെ വായിക്കുമ്പോൾ ഞാൻ അത് കൃത്യമായി അനുഭവിക്കുന്നുണ്ട്, അതുകൊണ്ട് ഞാൻ പറയും. അങ്ങനെ ഞാൻ അനുഭവിച്ചത് തന്നെയാണ്. അപ്പോൾ ആ ചെറിയ കുട്ടിയുടെ അവസ്ഥയേക്കാൾ ഒരു പക്ഷേ അച്ഛനും ഇങ്ങനെ രോഗം വരാത്തത് കൊണ്ടല്ല, മകളും തമ്മിലുള്ള വളരെ നല്ല ബോണ്ടിങ് മനസ്സിന് ഭയങ്കരമായി മതിക്കുന്നതാണ്. ചെറുകഥകളിൽ വൈകാരികമായ വിഷയവും രാഷ്ട്രീയമായ വിഷയവും 2024 ഞാൻ ഏറ്റവും നല്ലത് എന്ന് എനിക്ക് തോന്നിയത് യൂനിസ് ഖാനിലെ ചിത്രകാരി എന്ന് പറയുന്ന ഒരു ചെറുകഥയാണ്. ഒരു വളരെ ചെറിയൊരു കുട്ടിയാണ്. ആ കുട്ടി ചിത്രങ്ങൾ വരക്കുന്നു. ട്രെയിനിലിരുന്ന് അവൾ ഒരു മാരകമായ രോഗത്തിന് അടിമയായിട്ടുള്ള കുട്ടിയാണ്. പക്ഷേ യൂനിസ് ഖാനിലെ ആ ചിത്രകാരി അവളുടെ വളരെ വലിയ ആഗ്രഹങ്ങളൊക്കെയാണ്, എന്നാൽ യാഥാർത്ഥ്യങ്ങളാണ് ചിത്രത്തിൽ വരച്ചു വെക്കുന്നത്. അമ്മ അതിലെ ചില ഭാഗങ്ങളൊക്കെ മായ്ച്ചിട്ട് വാതിലില്ലാത്തതിന് പകരമായി വാതിലൊക്കെ വരച്ചു വയ്ക്കുന്നുണ്ട്. ഈ കുട്ടിയുടെ പേര് റെയിൽവേ സ്റ്റേഷനിലെ ഭയങ്കര തിരക്കിൽ നിന്ന് വിളിക്കുമ്പോൾ അവൾ തിരിഞ്ഞു നിന്ന് കൈ കാണിക്കുന്നുണ്ട്. ലോക രാഷ്ട്രീയത്തിൽ ഒരുപക്ഷെ കുട്ടികൾ ഉൾപ്പെടെയുള്ള ആൾക്കാർ അനുഭവിക്കുന്ന വലിയ വിഷയങ്ങൾ ആ ചെറുകഥയിൽ പറഞ്ഞിട്ടുണ്ട്. കുറേയൊക്കെ വൈകാരികമാണ്, വലിയ രാഷ്ട്രീയവുമുണ്ട്. ഇത് വൈകാരികമാണ്. ആ വൈകാരികമായ തലം ആയിരിക്കും ഒരുപക്ഷെ രാഷ്ട്രീയമായ തലത്തിനേക്കാൾ കൂടുതൽ ആൾക്കാരെ ആകർഷിക്കുക. വിമർശകർക്ക് അത് പറയാം, അത് വൈകാരികം മാത്രമാണ് എന്ന് പറയാമെങ്കിലും വൈകാരിക തലം തന്നെയാണ് എന്നെയും വല്ലാതെ ആകർഷിച്ചത്. ദിബുസാറിൻ്റെ അനന്തൻ്റെ പ്രസംഗം ഞാൻ ചങ്ങമ്പുഴ പാർക്കിൽ കേട്ടു. ഈ സ്പാർക്ക് എന്ന് പറയുന്നത് തീർച്ചയായും അന്ന് ആദ്യമായി അവിടെ വെച്ച് അനുഭവിച്ചു. ദിബുസാറിൻ്റെ ഒരു ഗുണം, ആ പുസ്തകം വായിച്ചപ്പോൾ തന്നെ അത് വേറെ ആൾക്കാരോട് വായിക്കാൻ പറഞ്ഞു. അപ്പം തന്നെ ഞാനും വാങ്ങി വായിച്ചു. അത് ഭയങ്കരമായ സന്തോഷമുണ്ട്. നന്നായി എഴുതാൻ കഴിയട്ടെ. എല്ലാവരും കൊരലാരത്തെ കുറിച്ചായിരിക്കും സംസാരിച്ചിട്ടുണ്ടാവുമെന്നാണ്. മധ്യത്തിൽ ഒന്നാളായതുകൊണ്ട് മിഡിൽ മുഴുവനായിട്ടും കേട്ടിട്ടില്ല. പക്ഷെ എനിക്ക് ഇതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് പറയാനുള്ളത്, ഞങ്ങൾ മലയാളികൾ തീർച്ചയായിട്ടും ഈ പ്രണയവും അനുരാഗവും അതുപോലെ തന്നെ അൺകണ്ടീഷണൽ ലവും ഒക്കെ ഇതിൻ്റെ ഒരു എത്ര സ്ട്രെച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമാണെന്നൊക്കെ ഞങ്ങൾ അനുഭവിച്ചത് തീർച്ചയായിട്ടും പത്മരാജൻ്റെ സിനിമകളിലൂടെയാണ്. അപ്പോൾ നമ്മളിതിന് മുമ്പ് മീറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷെ അദ്ദേഹത്തിനെ എനിക്ക് ഒരിക്കലും അഡ്രസ്സ് ചെയ്ത് ഞാൻ സാറിന് ആദ്യം വിളിക്കണം എന്ന് വിചാരിച്ചു. പക്ഷെ എനിക്ക് എന്തോ ചില ആളുകളെ നമുക്ക് ചേട്ടാന്ന് വിളിക്കുമ്പോൾ ഒരു സുഖം കിട്ടും എന്നുള്ളതുകൊണ്ടാണോ എനിക്കറിയത്തില്ല. ഞാൻ അദ്ദേഹത്തെ 1-2 പ്രാവശ്യം കണ്ടപ്പോൾ എനിക്ക് എന്താണെന്നറിയില്ല, പത്മരാജനോടുള്ള അടങ്ങാത്ത സ്നേഹം എന്ന് വേണമെങ്കിൽ പറയാം. കാരണം അത്രയ്ക്ക് സ്നേഹമാണ് അദ്ദേഹത്തോട്. അത് ഗന്ധർവൻ എന്ന് പറയുമ്പോൾ തന്നെ മലയാളികൾ ഓർക്കുന്നത് പത്മരാജൻ എന്നതിലേക്ക് മാറുന്നത് എത്രമാത്രം അദ്ദേഹത്തിൻ്റെ കഴിവുകൾ കൊണ്ടായിരിക്കും അത് അങ്ങനൊരു ഇമേജ് അദ്ദേഹം ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടാവുക എന്ന് ഞാൻ തന്നെ എത്രയോ വട്ടം ചിന്തിച്ചിട്ടുണ്ട്. കാരണം ഗന്ധർവൻ എന്ന് പറയുമ്പോൾ നമ്മളുടെ മനസ്സിൽ നിതീഷ് ഭരദ്വാജ് എന്ന് പറഞ്ഞൊരു നടനെയും
അതുപോലെ തന്നെ ഗന്ധർവ സംവിധായകൻ എന്ന് പറയുമ്പോൾ അപ്പോൾ തീർച്ചയായിട്ടും താങ്കളോടുള്ള എൻ്റെ സ്നേഹം അത് തീർച്ചയായിട്ടും അത് ഞാൻ ഈ അവസരത്തിൽ അറിയിക്കുകയാണ്. ആ അച്ഛനോടുള്ള സ്നേഹം തീർച്ചയായിട്ടും മലയാളികൾക്ക് താങ്കളോടും ഉണ്ട്. അപ്പം ഞാനിത് വായിച്ചു തുടങ്ങുന്നത് താങ്കളിപ്പോൾ ഇന്നാണ് ഇവിടെ വരുന്നത്, പക്ഷെ ഇതിന് ഒത്തിരി മുമ്പ് ഞങ്ങളിവിടെ ഈ പുസ്തകത്തെ പറ്റിയുള്ള നിരവധി ചർച്ചകൾ ഇവിടെ ഞങ്ങൾ നടത്തിയിട്ടുണ്ടായിരുന്നു. ഇൻക്ലൂഡിങ് ഇദ്ദേഹത്തിൻ്റെ വായനശാലയിൽ നടന്ന സംഭവം പോലും ഞങ്ങളിവിടെ ചർച്ച ചെയ്തിരുന്നു. കാരണം അത് ഇതിന് മുൻപ് ഒരു ഹിസ്റ്ററി ഇതിൻ്റെ പുറകിലുണ്ട്. ഇദ്ദേഹത്തിൻ്റെ വായനശാലയിൽ വന്നതും കണ്ടുമുട്ടിയതും ദീപു ഡോക്ടർ എൻ്റെ പുറകിൽ പറഞ്ഞതും ഒരു മഴയുള്ള ദിവസം അങ്ങനെ എന്തോ അതെല്ലാം എൻ്റെ മനസ്സിൽ കിടക്കുന്നുണ്ട്. കാരണം മഴയെന്നും പത്മരാജനാണ്, മഴ എന്നാൽ ഞങ്ങൾക്ക് പത്മരാജനാണ്. അതുകൊണ്ട് തന്നെ താങ്കളും അങ്ങനെ ഒരു ചർച്ചയിലാണ് ഞങ്ങളിലേക്ക് എത്തിയത്. അതുകൊണ്ട് തന്നെ ഈ ഡയറിക്കുറിപ്പുകളെ കുറിച്ച് ഞങ്ങൾ ചർച്ച ചെയ്യാനായിട്ട് ഒത്തിരിയേറെ മുമ്പ് തീരുമാനിച്ചിരുന്നതാണ്. ആ എഴുത്തുകളിലെല്ലാം അദ്ദേഹത്തിൻ്റെ ഗന്ധർവ സ്പർശം ഞങ്ങൾക്കും അതുപോലെ തന്നെ അനുഭവിക്കാനാകുന്നുണ്ട് എന്ന് പറയാതെ വയ്യ. ആ ഒരു സ്പർശം ആ വായനയിലുടനീളം നിലനിൽക്കുന്നുണ്ട്. കാരണം മലയാളികളെ വികാരത്തോടെ ജീവിതത്തെ സമീപിക്കാൻ എത്രമാത്രം പത്മരാജന് സാധിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞാൽ അത് എത്ര പറഞ്ഞാലും കുറവായിപ്പോയി. എത്രയോ സിനിമകളിൽ അത് വരച്ചിട്ടിരിക്കുന്നു. അതുപോലെ തന്നെയാണ് താങ്കളുടെ എഴുത്തിൻ്റെ ആ ഒരു ഒഴുക്കും. കാരണം മനുഷ്യനെ വികാരത്തോടുകൂടി പിടിച്ചു കുലുക്കി ഇത് വായിച്ചേ മതിയാവൂ എന്നുള്ള ഘട്ടത്തിലെത്തിക്കുന്ന പലതും. അതുപോലെ ഞാൻ കുറിപ്പുകളിൽ നിന്ന് പുറകോട്ട് ഒരു രസത്തിന് വായിച്ചു തുടങ്ങിയതാണ്. അപ്പോൾ അതിലെ പേരുകളൊക്കെ വളരെ ഇൻട്രസ്റ്റ് ആയിട്ട് തോന്നി. ചെമ്പകപ്പൂമണത്തിൽ നിന്നാണ് ഞാൻ തുടങ്ങിയത്. അതിൽ അമ്മൂമ്മ എല്ലാ ചെടികൾക്കും അവനവൻ്റെതായ പേരുകൾ ഇട്ടിട്ടുണ്ട്. അപ്പോൾ എവിടെയോ ഞാൻ വായിച്ചിട്ടുണ്ടായിരുന്നു, നമ്മൾ ഈയിടെ ഒരു ബുള്ളറ്റ് ഇടിയും ബഹളമൊക്കെ ഉള്ള ഒരു സിനിമ ഉണ്ടല്ലോ, ഇതെൻ്റെ കിങ്ങിണി എന്ന് പറയും. എനിക്ക് തോന്നുന്ന റൈഫിൾസ് ക്ലബ്ബ്, ഞാനാണ് ഇവിടുത്തെ കിങ് എങ്കിൽ ഇതെൻ്റെ കിങ്ങിണിയാന്ന് പറയും. അപ്പോൾ അതെൻ്റെ ഉള്ളിൽ കിടക്കണോണ്ടാണോ എന്നറിയില്ല. എനിക്കിതിനകത്ത് ഇപ്പോൾ രാത്രി മുല്ലയെ പറ്റി പറഞ്ഞു, അങ്ങനെ പല ചെടികൾക്കും അമ്മൂമ്മ ഓരോ പേരുകൾ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതിലെ ഒരു കൗതുകത്തിൽ പിടിച്ചാണ് ഞാൻ എൻ്റെ വായന തുടങ്ങിയത്. അപ്പോൾ ഇതാണ് പറയാനുള്ളത്. തീർച്ചയായിട്ടും ദീപു ഡോക്ടറോട് ഇതിനോട് ഒരുപാട് പുസ്തകങ്ങൾ പരിചയപ്പെടുത്തിയ ഒരു നല്ല വായനാ സ്നേഹിയാണ് അദ്ദേഹം. നല്ല എഴുത്തും അതിശക്തമായിട്ടുള്ള എഴുത്തും അദ്ദേഹത്തിൻ്റെ കൈവശമുണ്ട്. അപ്പോൾ താങ്കൾ ഇവിടെ വന്നതിൽ ഞങ്ങൾക്ക് വായനക്കൂട്ടത്തിന് ഒരുപാട് സന്തോഷമുണ്ട്. തീർച്ചയായിട്ടും താങ്കളെ വായിക്കാൻ കഴിഞ്ഞതിൽ അതിലേറെ ഒരു വായനക്കാരി എന്നുള്ള നിലയിലുള്ള സന്തോഷം കൂടി അറിയിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഇനിയും ഈ ഒഴുക്കോടെ എഴുതാൻ സാധിക്കട്ടെ. ഞങ്ങളുടെ ഗന്ധർവൻ അതാണെങ്കിൽ ഞങ്ങളൊരു ഗന്ധർവ രാജകുമാരനായി താങ്കളെ ഗന്ധർവ രാജകുമാര എന്ന് വിളിച്ചുകൊണ്ട് ഞങ്ങൾ വീണ്ടും സ്വീകരിക്കുകയാണ്. ഈ എഴുതിൻ്റെ വഴിയിലേക്ക് ഈ രാജകുമാരൻ കടന്നിനിയും വരട്ടെ, ബഹുദൂരം മുന്നോട്ട് പോകട്ടെ എന്ന് ഗന്ധർവനോടുള്ള അതേ സ്നേഹത്തോടെ ഞങ്ങൾ അപേക്ഷിക്കുകയാണ്. ഹായ്, ഗുഡ് ഈവനിങ്. റാൽഫ് വാൽഡോ എമേഴ്സൺ എഴുതിയൊരു വരിയുണ്ടായിരുന്നു, എമംഗ് ഓൾ ദി വേസ് ടു ലൂസ് എ പേഴ്സൺ ഡെത്ത് ഇസ് ദി കൈൻഡസ്റ്റ് എന്നാണ് എമേഴ്സൺ എഴുതുന്നത്. എനിക്ക് പത്മരാജൻ സാറിൻ്റെ കഥകളിൽ ഏറ്റവും ഇഷ്ടം ഒരുപാടധികം പറഞ്ഞു കേൾക്കുകയോ സംസാരിച്ച് കേൾക്കുകയോ ചാൻസ് ഇല്ലാത്ത ആലപ്പുഴ അല്ലെങ്കിൽ കോടതി വിധിക്ക് ശേഷം എന്നുള്ള കഥകളാണ് എന്നെ കൂടുതൽ സ്പർശിച്ചിട്ടുള്ളത്. താങ്കൾ എഴുതുമ്പോഴും ഒരു വോയിഡ്, അത് മരണമായിരിക്കണമെന്നില്ല, ഒരു ശൂന്യത, എന്തൊക്കെയോ ഡസ് അവർ ഡ്രീംസ് ഹെവി, ഡസ് ഇറ്റ് വെയിറ്റ് യു എന്ന് ചോദിക്കുന്ന പോലെ ശൂന്യതയ്ക്കുള്ളൊരു ഭാരം താങ്കളുടെയും താങ്കളുടെ അച്ഛൻ്റെയും എഴുത്തിൽ ഉണ്ട്. എനിക്ക് പത്മനാഭൻ സാറിനോട് ചോദിക്കണം എന്നുള്ളൊരു ചോദ്യം പോലെ ആയിരുന്നു ഇത്. എനിക്ക് അതിനൊരു എന്താണ് ആസ് എ റൈറ്റർ, റൈറ്റേഴ്സ് സൺ, ഒരുപാട് കഥകൾ കേട്ട് വളർന്നിട്ടുള്ള ഒരാൾ, എഴുതുന്ന ഒരാൾ എന്ന രീതിയിൽ അതൊന്ന് പറയൂ. കാരണം എമേഴ്സൺ എന്തായാലും മലയാള സാഹിത്യം വായിച്ചിട്ടില്ല, പക്ഷെ നമ്മൾ എമേഴ്സനെ വായിച്ചിട്ടുണ്ട്. സോ ഇസ് ഡെത്ത് ദ കൈൻഡസ്റ്റ് ഓഫ് ഓൾ ദ വേ ടു ലൂസ് എ പേഴ്സൺ? ഡെത്ത് ഇൻ ദി ആഫ്റ്റർനൂണിലാണ് തോന്നുന്നു ഹെമിംഗ്വേ പറഞ്ഞു, മരണത്തെ മാറ്റി നിർത്തിയ ഒരു കഥ പറച്ചിട്ടില്ല എന്ന് പറയുന്ന പോലെ മരണം ഞങ്ങളുടെയൊക്കെ കുടുംബങ്ങളിൽ ഒരുപാട് വളരെ ചെറുപ്പത്തിൽ ഒരുപാട് പേര് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. പിന്നെ എനിക്ക് തോന്നിയിട്ടുള്ളത് ഇപ്പോൾ കഥയിലായാലും ഏത് തരത്തിലുള്ളൊരു കലാധർമ്മം എന്ന് പറയുന്നത് കഥാർസിസ് എന്നുള്ളതാണ്. മനുഷ്യനെ വിപുലീകരിക്കുക. അതിന് ദുഃഖമാണ് ഏറ്റവും കൂടുതൽ മനുഷ്യനെ വിപുലീകരിക്കാൻ പറ്റുന്ന വികാരം. മറ്റു വികാരങ്ങൾക്ക് പറ്റുമായിരിക്കാം. എനിക്കെപ്പോഴും ഒരു കലയുടെ ഒരു എപ്പിറ്റോം അല്ലെങ്കിൽ എൻ്റെ ഒരു പിന്നക്കിൾ എന്നൊക്കെ പറയുന്നത് ആങ്സ്റ്റ് ആണെന്ന് തോന്നുന്നുണ്ട്. കരച്ചിലുമല്ല,
വിങ്ങലാണ്. എനിക്ക് തോന്നുന്നു ഈ കഥയിലും വിങ്ങലാണ് കൂടുതൽ, അല്ലേ? അങ്ങനെ ഒരു പൊട്ടിക്കരച്ചിൽ അല്ല, അതൊരു ഇങ്ങനെ വിങ്ങി വിങ്ങി നിൽക്കുന്നതുകൊണ്ടാണ് അത് പിന്നെയും നമ്മളെ വല്ലാതെ ബുദ്ധിമുട്ടിക്കുന്നത്. അത് അച്ഛൻ്റെ കഥകൾ ഭയങ്കരമായിട്ടുണ്ട്. ചില കഥകൾ ഭയങ്കരമായി ഋതുഭേദങ്ങളുടെ പാരിതോഷികം എന്നൊക്കെ പറയുന്ന നോവൽ, അത് വിങ്ങലിൻ്റെ അങ്ങേ അറ്റമാണ്. ഒന്നും അല്ല. അത് കുഞ്ഞ് ഫാൻറ്റസി ആണെങ്കിൽ പോലും അതിലും ആ വിങ്ങലുണ്ട്. അതെ കുഞ്ഞുങ്ങളെ, അതെ ശരിയാ, അത് കറക്റ്റാണ്. അച്ഛൻ്റെ പല കഥകളിലും, പല ചെറുകഥകളിലും അത് ഭയങ്കരമായിട്ടുണ്ട്. ഈ നിശാശലഭം, ഒരു രാത്രി, അതുപോലെ മൂവന്തി, അത്തരം തീത്താലി, അതെന്തൊരു കഥയാണ്. ഒരു പ്രോസ്റ്റിറ്റ്യൂട്ടിൻ്റെ വയ്യാത്ത വികലാംഗനായ ഒരു ഹസ്ബൻഡ് പുറകെ കൂടെ വരുന്നതാണ്. ആ ടൈറ്റിൽ തന്നെ എന്തൊരു ടൈറ്റിലാണ്, തീത്താലി എന്നൊക്കെ. അത് എങ്ങനെയൊക്കെ നമുക്ക് കിട്ടുമല്ലോ സ്വാഭാവികമായിട്ടും. ആങ്സ്റ്റാണ് എനിക്ക് എപ്പോഴും, പാട്ടിലായാലും ഒക്കെ ആങ്സ്റ്റാണ് എന്നെ ഏറ്റവും കൂടുതൽ നമ്മൾ ആകർഷിച്ചിട്ടുള്ളത്. ഗസലുകളിലേക്ക് ആ വിങ്ങലാണ് പലപ്പോഴും, അതിൻ്റെ വരികളിലെ വിങ്ങൽ, ഗുലാമലിയുടെയൊക്കെ. അതായിരിക്കാം എന്നെ പ്രചോദിപ്പിക്കാം. താങ്ക്സ് ഫോർ ദ ക്വസ്റ്റ്യൻ. നമസ്കാരം. എൻ്റെ കഥ ഞാൻ സാറ് പറഞ്ഞ മാതൃഭൂമി റെഗുലറായിട്ട് കിട്ടാറില്ല. അപ്പോൾ ഒരുപാട് നഷ്ടം കെ ജി ജോർജാണ് ഡയറക്റ്റ് ചെയ്തത്, സാമ്പത്തികമായി നോക്കാതെ ചെയ്തത്. പക്ഷേ സിനിമ ഇപ്പോഴില്ല. എൻ്റെ അടുത്ത് ലിജോ പെല്ലിശ്ശേരി എൻ്റെ തിരക്കഥ ഒന്ന് കിട്ടുമെന്ന് ചോദിച്ചത്. പുള്ളിക്ക് റീമേക്ക് ചെയ്യാൻ ചേട്ടൻ്റെ എന്തൊരു സാധനം ഉണ്ട്. അച്ഛൻ്റെ സാധാരണ തിരക്കഥകളെല്ലാം വീട്ടിൽ കറക്റ്റായിട്ടുണ്ട്. ഇത് പക്ഷേ എങ്ങനെയോ നഷ്ടപ്പെട്ടു. അപ്പോൾ ഈ കൊറലാരം എന്നുള്ള കഥ ഈ ഇഷ്യൂവിൽ ഞാൻ മാതൃ പേപ്പറിൽ ഇങ്ങനെ ഓരോ ആഴ്ച വരുന്നതിൻ്റെ ഒരു ചെറിയൊരു ബോക്സ്, അപ്പോൾ അതിലിങ്ങനെ അനന്താത്മാവിൻ്റെ പേരാണ് എന്തായാലും മേടിക്കണം. കാരണം നിരന്തരമായിട്ടുള്ളൊരു വ്യക്തിപരമായിട്ടുള്ള സൗഹൃദ ബന്ധവും. അപ്പോൾ അങ്ങനെ മേടിച്ച് ഞാനത് വായിച്ചപ്പോൾ എനിക്ക് പലരും പറഞ്ഞ പോലെ വളരെ ഹോണ്ടിങ് ആ ഒരു കുഞ്ഞിൻ്റെയൊക്കെ, പിന്നെ ആ സമയത്ത് അമ്മയുടെയൊക്കെ ഒരു, പിന്നെ അതിലെനിക്ക് ടച്ചിങ് ഈ മകള് വാതിലടച്ചിരുന്ന അമ്മയുടെ ഒരു ടെൻഷൻ, അത് ഇപ്പോഴത്തെ അമ്മമാർ അനുഭവിക്കുന്നൊരു. അതുപോലെ അതിൻ്റെ എൻഡിങ്, മകളുടെ കബോർഡ് തപ്പിയപ്പോഴാണ് വഴിപാട് നേർന്ന, അതാണ് കൊരലാരം. ഇത് മേഡം പറഞ്ഞ പോലെ ആ ഒരു നമ്മുടെ സംസ്കൃതിയായിട്ട് അരിഞ്ഞു ചേർന്ന ആ വാക്ക് വീണ്ടും ഈ ആധുനിക യുഗത്തിൽ വായനക്കാർക്ക്, മലയാളികൾക്ക് പരിചയപ്പെടുത്തിയ അതൊക്കെ. പിന്നെ വൈഫ് വായിച്ചിട്ട് പറയുന്നത് വളരെയധികം ഈ കഥ ലാംഗ്വേജ് വളരെ സിമ്പിളായിട്ടുള്ളൊരു, ആർക്കും വായിച്ചാൽ അതാണല്ലോ. പിന്നെ ഇപ്പോഴത്തെ പല കഥകളും മുഴുവൻ വായിച്ചാലും എന്താണ് കഥാകൃത്ത് ഉദ്ദേശിക്കുന്നതെന്ന് ഒരുപക്ഷെ നമ്മുടെയൊക്കെ വായനയുടെ കുഴപ്പമായിരിക്കാം, അറിയില്ല. പക്ഷെ ഇത് വളരെ വളരെ സിമ്പിൾ ലാംഗ്വേജ്, എന്നാൽ ആ കഥയുടെ ടച്ച്, ഇത് ഒരു എന്താ പറയുക, ഫീലിംഗ് പോവാതെ, അതൊക്കെയാണ് എനിക്ക് തോന്നിയത്. പിന്നെ എനിക്ക് ഈ അതുപോലെ അച്ഛനെ കുറിച്ചുള്ള ഓർമ്മ മാതൃഭൂമിയിൽ ഇതായിട്ട് വന്നപ്പോൾ ഞാൻ ഓരോ ഇഷ്യൂ പോയി മേടിച്ചത് വായിക്കായിരുന്നു. കാരണം കുറച്ച് പേഴ്സണലായിട്ടുള്ള റിലേഷൻ കൂടി ഇത്. പിന്നെ പത്മരാജൻ സാറായിട്ടുള്ള അനുഭവം എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ അനന്തപത്മനാഭൻ പറഞ്ഞ പോലെ തന്നെ ഈ സിനിമയായിട്ടുള്ള ബന്ധമാണ്. 78-ലാണ് ഈ രാപ്പാടികളുടെ കഥകൾ സിനിമ ഇറങ്ങുന്നത്. അപ്പോൾ അന്ന് ഞങ്ങൾ കുറച്ച് പേര് ഫ്രണ്ട്സ് ഫിലിം ഫീൽഡായിട്ടൊക്കെ ബന്ധമുള്ളവർ അങ്ങനെ സിനിമ എടുത്തതാണ്. അപ്പോൾ ആരാണ് വേണ്ടത് സ്ക്രിപ്റ്റ് ഞങ്ങൾ നേരെ പത്മരാജനെ അപ്രോച്ച് ചെയ്തത്. അപ്പോൾ പൂജപ്പുരയിലെ വീട്ടിലും ചെന്ന് സംസാരിച്ചു. ഉടനെ തന്നെ പത്മരാജൻ, കാരണം അതൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ ഒരു പേഴ്സണൽ, കാരണം നമ്മളൊരു പുതിയ ആൾക്കാരാണ്. പക്ഷേ പറഞ്ഞ ഉടനെ സ്ക്രിപ്റ്റ് തരാം, നല്ലൊരു സബ്ജക്റ്റ് ഉണ്ടെന്ന് പറഞ്ഞാണ് ഈ രാപ്പാടി വന്ന്. ചെറിയ കുട്ടിയാണ്. അപ്പോൾ അങ്ങനെ ആ സിനിമയുടെ വർക്ക് തുടങ്ങി. അപ്പോൾ എനിക്ക് അപ്പോൾ ഞാൻ അനന്തപത്മനാഭൻ ഷെയർ ചെയ്തു. ഞാൻ അതിൻ്റെ സ്ക്രിപ്റ്റ് വർക്ക് ഇവിടെ BTH-ലായിരുന്നു ഡിസ്കഷൻ. അപ്പോൾ അന്ന് യൂസഫിലാണ് എൻ്റെ ഗാനങ്ങൾ ചെയ്തത്. അപ്പോൾ ഞങ്ങളൊരു എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ ഉണ്ട്, ആൻ്റണി എന്ന് പറഞ്ഞിട്ട്. പിന്നെ എൻ്റെ ഒന്ന് 2 കസിൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ രാവിലെ ഒരു നേരത്തെ BTH-ലെ റൂമിൽ, കാരണം പത്മനാഭൻ റൂം എടുത്ത് കൊടുത്തു. ആ റൂമിൽ വരും. അവിടെ നിന്ന് KG ജോർജ് ഉണ്ടാവും, യൂസഫലി കച്ചേരി ഉണ്ടാവും, പത്മനാഭനോട് ഈശി ചേർന്ന് ഇങ്ങനെ കിടന്നിട്ടാണ്. അപ്പോൾ അദ്ദേഹം നല്ല മുറുക്കലുണ്ട്, ഇടയ്ക്കിടയ്ക്ക് മുറുക്കും. പിന്നെ വളരെ ഒരു ഹ്യൂമറസാണ്. കാരണം സീരിയസ് ആയിട്ട് എഴുതുന്നതിൻ്റെ ഇടയ്ക്ക് തന്നെ തമാശകൾ പറഞ്ഞ് അങ്ങനെ ഒരു വളരെ, കാരണം വളരെ കോൺസെൻട്രേറ്റ് ചെയ്ത് ഇങ്ങനെ സ്ക്രിപ്റ്റ് ചെയ്ത് അങ്ങനെ. ആ ഈ മറ്റേ നമ്മുടെ ഈ സിനിമയിൽ അങ്ങനെയല്ല ഞാൻ കണ്ടേക്കുന്നത്.
അതിനിടയ്ക്ക് ഞങ്ങളായിട്ട് വളരെ നാട്ടുവർത്തമാനവും പല വിഷയങ്ങളും വരും. കഥകളി, അങ്ങനെ കലകളായിട്ട് വളരെ ബന്ധമുള്ളൊരു ഈ നമ്മുടെ ക്ഷേത്രകലകളൊക്കെ ഉണ്ട്. അപ്പം അങ്ങനെ പല വിഷയവും സംസാരിക്കും, ഇടയ്ക്ക് എഴുതും. പിന്നെ എനിക്ക് ഏറ്റവും അതിൻ്റെ ഒരു ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ കെ ജി ജോർജ് ഉണ്ടാവും, കുറച്ച് എഴുതി കഴിഞ്ഞാൽ കെ ജി ജോർജിനോട് ഇത് ശരിയാവും, ഇത് മതിയാവും ചോദിക്കും. അപ്പോൾ കെ ജി ജോർജിൻ്റെ കുറച്ച് നേരം ഇങ്ങനെ ആ ഒരു താടിയൊക്കെ ഒഴിഞ്ഞിങ്ങനെ ആലോചിച്ചിരിക്കും. അപ്പോൾ ഇടയ്ക്കൊരു സജഷൻ പറയും, പത്മനാഭൻ നമുക്കതൊന്ന് ആ ഒരു സീനൊന്ന് മാറ്റിയാലോ. ഉടനെ പത്മനാഭൻ ശരി മാറ്റാന്ന് പറയും. കാരണം വെച്ചാൽ ഈഗോ ഇല്ല. കാരണം ഈ ഡയറക്ടറും സ്ക്രിപ്റ്റ് റൈറ്ററും തമ്മിലുള്ള ആ ഒരു കണക്ഷൻ, ആ ഒരു ബന്ധം, ഇതാണ് സിനിമയുടെ ഏറ്റവും വലിയ വിജയം എന്ന് എനിക്ക് അന്ന് തന്നെ എനിക്ക് മനസ്സിലായി. കാരണം പത്മനാഭനെ പോലെയുള്ളൊരു എഴുത്തുകാരൻ, ഒരു ചലച്ചിത്രകാരൻ ഡയറക്ടറായിട്ട് ഡിസ്കസ് ചെയ്തുകൊണ്ടാണ് ആ സ്ക്രിപ്റ്റ് അത് കംപ്ലീറ്റ് ചെയ്തത്. കാരണം കംപ്ലീറ്റ് ചെയ്തിട്ട് ഡയറക്ടറായിട്ട് കെ ജി ജോർജായിട്ട് ഡിസ്കസ് ചെയ്യില്ല. അങ്ങനെ ആ പ്രോസസ്സിൽ കൂടി തന്നെ ഡയറക്ടറായിട്ട് ഡിസ്കസ് ചെയ്തുകൊണ്ട് ഇങ്ങനെ ഓരോ സെന്റൻസ് എഴുതുമ്പോഴെന്ന് വേണമെങ്കിൽ പറയാം, അത്ര കെ ജി ജോർജായിട്ട് ഇങ്ങനെ അതിൻ്റെ ആ ഒരു റിസൾട്ട് കിട്ടുകഴിഞ്ഞു. കാരണം ഏറ്റവും നല്ല തിരക്കഥയ്ക്കുള്ള സ്റ്റേറ്റ് അവാർഡ്, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ പലായനാണ് ആദ്യമായിട്ട് സ്റ്റേറ്റ് അവാർഡ് കിട്ടുന്നത് ഈ സിനിമയ്ക്കായിരുന്നു. പിന്നെ ഏറ്റവും നല്ല കലാമൂല്യം ജനപ്രീതി നേടിയത്, അങ്ങനെ 2 അവാർഡെന്ന്, അന്ന് സ്റ്റേറ്റ് അവാർഡ് മാത്രമേ ഉള്ളൂ. സ്റ്റേറ്റ് അവാർഡ് അന്ന് കിട്ടി. അപ്പോൾ അന്ന് അങ്ങനെ ഈ ബി ടി എച്ചിലിരുന്ന് ഇങ്ങനെ ഓരോ യൂസഫലിയുടെ ഓരോ തമാശകൾ വരും, പത്മനാഭൻ തിരിച്ചങ്ങോട്ട് പറയും. ഇങ്ങനെ അന്ന് നല്ലൊരു അനുഭവമായിരുന്നു അത്. അപ്പോൾ അത് ഞാനിപ്പോൾ അനന്തനായിട്ട് ഇങ്ങനെ പറഞ്ഞു, ആ ഓർമ്മകൾ. അപ്പോൾ അത് സത്യം പറഞ്ഞാൽ എനിക്കത് ഇന്നിങ്ങനെ മനസ്സിലായത്, ആ ഓർമ്മകൾ വെച്ചുള്ളൊരു ബുക്ക് എഴുതിയാലോ എന്നിങ്ങനെ ആലോചിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും എനിക്ക് വളരെ സന്തോഷം. വളരെ കാലങ്ങൾ കൂടിയിട്ടാണ് അനന്തനായിട്ട്, കാരണം അച്ഛനുള്ളപ്പോൾ എനിക്ക് വീട്ടിൽ വന്നിട്ടുണ്ട്. എനിക്ക് സിനിമ എടുക്കുന്ന കാലത്തൊക്കെ അനന്തനും മാധവിക്കുട്ടിയൊക്കെ ചെറിയ കുട്ടികളാണ്. അപ്പോൾ പിന്നെ ഇടയ്ക്ക് വീട്ടിലും പോകാറുണ്ട്. വീട്ടിൽ പോകുമ്പോഴും അനന്തൻ്റെ അമ്മയുടെ ആ ഒരു എന്താ പറയുക സ്നേഹവും ചായയൊക്കെ തരും. അങ്ങനെ ഇന്നും കണ്ടപ്പോൾ ഇങ്ങനെ ആ ഓർമ്മകൾ ഇങ്ങനെ ഒരു ഫ്ലാഷ് ബാക്ക് മാതിരി പോകുന്നത് വളരെ സന്തോഷം കാണാൻ സാധിച്ചതിലും. ഈ കഥ ഡിസ്കസ് ചെയ്ത് ഇനിയും വരും പറഞ്ഞ മാതിരി അച്ഛൻ്റെ വഴി കൂടി തന്നെ നല്ല നല്ല കഥകൾ വരട്ടെ, ജഗദീശനെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കും. ഈ കൊള്ളാരം എന്ന് പറഞ്ഞല്ലോ, കഥയെക്കുറിച്ചെല്ലാം പറഞ്ഞു. ഞാനൊരു കാര്യം പറയാം, ഒറ്റ ചോദ്യം, വ്യക്തിപരമാണ്. സിദ്ധാർത്ഥ് ഭരതൻ നല്ലൊരു സംഭാഷണത്തിൽ പറഞ്ഞു, 6 സിനിമകൾ ഞാൻ സ്വന്തമായി സംവിധാനം ചെയ്തു കഴിഞ്ഞു. അയാൾ 10-15 സിനിമകളിൽ അഭിനയിച്ചു. എന്നിട്ട് ഇപ്പോഴും എന്നെ ഭരതന്റെ മോനാണ് ആളുകൾ പറയുന്നത്. എഴുതുമ്പോൾ പേടിയാവാറുണ്ടോ അനന്തന്? തീർച്ചയായിട്ടും. പത്മനാഭന്റെ മകൻ എന്നുള്ള രീതിയിൽ ഇല്ല, അത് ഞാൻ അതിജീവിച്ചു. അത് ഉണ്ടായിരുന്നു തുടക്കത്തിൽ. അത് നമ്മൾ അത് ഓവർകം ചെയ്തു. അത് അല്ലാതെ തന്നെ ഞാൻ ഈ എൻ്റെ ടൈറ്റിൽസ് ശ്രദ്ധിച്ചാറ്, ഞാൻ അനന്തപത്മനാഭൻ എന്ന് വെക്കും, പി വെക്കില്ല. ഞാൻ അങ്ങനെ അച്ഛൻ്റെ വിലാസം ഒരിക്കലും ഞാൻ പുള്ളിക്ക് വെറുതെ ചീത്തപ്പേരുണ്ടാക്കണ്ടെന്ന് പറയുന്നത്. വെറുതെ എന്തിനാ അതുകൊണ്ട് ഭരതൻ വരുന്നുണ്ട് ഇടയ്ക്ക്. പക്ഷെ അത് ഭരതനെ പറ്റി അത് ഇതിൽ വേണമെങ്കിൽ ചേർക്കാവുന്നതാണ്. എഡിറ്റ് പേജിൽ അത് ചേർക്കേണ്ടതാണ്. അത് മാത്രമല്ല, അച്ഛൻ്റെ സഹായികളെ പറ്റി ഒരെണ്ണം എഴുതണം. അജയൻ അടക്കം, പെരുന്തച്ഛൻ, അജയൻ, ബ്ലസ്സി വരെയുള്ളവർ, അത് എഴുതേണ്ടതാണ്. ഭയങ്കര വല്ലാത്ത ജീവിതങ്ങളാണ് പലരുടെയും. അത് പലരും കടന്നുപോയതുമൊക്കെ. ഇതിൽ ഈ അവസാനം ഈ കൊരലാരം എന്ന് പറയുന്നത് ശരിക്കും അങ്ങനെ ഒരു ഈ പറഞ്ഞ മുടി വെട്ടി വെച്ചിരുന്നൊരു സാധനം ഉണ്ട്. പക്ഷെ അത് എവിടെയാണെന്ന് അറിയില്ല. അത് വീട്ടിൽ ഞാൻ ഇത്തവണ വെറുതെ ഇങ്ങനെ വരുന്ന വഴിക്ക് ഭാര്യ എടുത്ത് ചോദിച്ചു, ഞാനിപ്പോൾ ഇവിടെ ഇറങ്ങിപ്പോകുന്നു പറഞ്ഞു. പണ്ടില്ല. പിന്നെ ഞാൻ ചോദിക്കാൻ പോയില്ല എവിടെ അതിന് ഉണ്ടോ എന്ന് അറിയില്ല. ഇനി അങ്ങനെ ഒരു പക്ഷെ ഒരു കവറിലിട്ട് വെച്ചിരുന്നു. അതൊരു സത്യമാണ്. അനുഭവം അതിൻ്റെ അകത്ത് എഴുതിയിട്ടുള്ള 100% ബാക്കി അതുവരെയുള്ള കാര്യങ്ങൾ 100% സത്യം തന്നെയാണ്. അതിൻ്റെ അകത്ത് ഒരാന്ന് കേട്ട പാട്ടുകൾ തന്നെയാണ് ഇതൊക്കെ. അതെ, കുട്ടി ഇഞ്ചക്ഷൻ എടുക്കുന്നത് അതെല്ലാം നടന്നതാണ്. പക്ഷെ ഞാൻ എഴുതിയതിൽ 4-1 ഉള്ളൂ. ഇതൊന്നും അല്ല, ഒരുപാട് വേണമെങ്കിൽ എഴുതാനുണ്ട്. പിന്നെ അത് അല്ല, ഇതിനകത്ത് ഈ കഥയുടെ ഒരു ക്വാളിറ്റി ഞാൻ കാണുന്നത്
ഓവർ സെന്റിമെന്റ്സ് കേട്ടാൽ അതുകൊണ്ടാണ് ഞാൻ അത് പലതും ഒഴിവാക്കിയത്. അതെ. പിന്നെ എനിക്ക് തോന്നുന്നു കഥയുടെ മർമ്മം എന്ന് പറയുന്നത് ഇയാള് തന്നെ ഈ പറയുന്നില്ല, അവളെ ശ്രദ്ധിച്ചില്ലല്ലോ, അവൾക്കുള്ള വിഹിതം കൊടുത്തില്ലല്ലോ. അതാണ് കാരണം എനിക്ക് തോന്നിയിട്ടുള്ള ഇപ്പോൾ വളരെ ഫ്രജൈലായിട്ടുള്ള ഒരു ജനറേഷനാണ്. ഒരു ചെറിയ കാര്യം മതി പോയി സൂയിസൈഡ് ചെയ്യും എന്ന്. അപ്പോൾ അത്തരം ഫ്രജൈലായിട്ടുള്ള ഒരാൾക്ക് അവളുടെ ഏറ്റവും വലിയ അത്താണി എന്ന് പറയുന്നത് അവളുടെ അച്ഛനാണ്. അപ്പോൾ അവള് ആഗ്രഹിക്കാത്ത ഒരു ഏതൊക്കെയോ വഴികളിൽ കൂടെ പോകുന്നു. ഒരുപക്ഷെ അത് വെറും പ്രണയമായിരിക്കാം, ഹാംലെസ് ആയിരിക്കാം. പക്ഷെ അത് അവൾക്ക് താങ്ങാൻ പറ്റിയില്ല. അവിടെയാണ് അവളുടെ പിടിവിടുന്നത്. ഒരുപക്ഷെ അതിന് തൊട്ട് മുമ്പ് അവളുടെ ഒരു കൃത്യമായ ഗ്രാഫുണ്ട്. എഴുതി കഴിഞ്ഞപ്പോഴാണ് അതിനു മുമ്പ് ഒരു പ്രണയക്ഷേപം അവൾക്ക് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ഇൻസെക്യൂരിറ്റിയിലായിരിക്കും ഇങ്ങനൊരു ഇതും കൂടെ വരുന്നത്. തുടക്കം തൊട്ടേ ട്രോമാസ് ഉള്ള ഒരു കുട്ടിയാണത്. ഞാനിപ്പോൾ വായിച്ചുകൊണ്ടിരിക്കുന്ന പുസ്തകം ഗീതാഞ്ജലി ശ്രീയുടെ എംപ്റ്റി സ്പേസ് എന്ന് പറഞ്ഞ പുസ്തകമാണ്. ഇതിനെ പറ്റി തന്നെയാണത്. കുറച്ച് ട്രാൻസ്ലേറ്റഡ് വർക്കാണ്, ഹിന്ദിയിൽ നിന്ന് ട്രാൻസ്ലേറ്റഡ് ആണ്, ജെസി ഡോക്ടറിലാണ് ട്രാൻസ്ലേറ്റ് ചെയ്തിരിക്കുന്നത്. ഒരു മൂത്ത മകൻ മരിച്ച ഒരു ഫാമിലിയിൽ ആ ഫാമിലി എങ്ങനെ അവർ അതിൽ ആ ട്രോമയിലൂടെ കടന്നു പോകുന്നു എന്നുള്ളതാണ്. അതിന്റെ പോയിന്റ് ഓഫ് വ്യൂ മകനാണ്, ഇളയ മകനാണ്. ആൻഡ് ദാറ്റ് എംപ്റ്റി സ്പേസ് ഇസ്, അതിന് പല അർത്ഥങ്ങൾ അതിൽ നമ്മൾ വായിക്കുമ്പോൾ മനസ്സിലാവും. ആ കുട്ടിക്ക് ചേട്ടൻ ഒരു എംപ്റ്റി സ്പേസ് ആയിട്ട് എപ്പോഴും ഉണ്ട്, അച്ഛനും അമ്മയ്ക്കും എംപ്റ്റി സ്പേസ് ഉണ്ട്, ഈ കുട്ടിക്കും ഞാനൊരു എംപ്റ്റി സ്പേസ് ആണ്, ചേട്ടന്റെ രൂപത്തിലുള്ള ഒരു എംപ്റ്റി സ്പേസ് ആയിട്ടാണ് എന്നെ അച്ഛനും അമ്മയും കാണുന്നത് എന്നുള്ള രീതിയിലാണ് ആ കഥ മുന്നോട്ട് പോകുന്നത്. അതാ ഞാൻ പറഞ്ഞത്, എന്റെ മൂത്ത മകന് വരാമായിരുന്ന ഒരു ട്രോമയാണ്. Only because he got a brother of the same semblance, he overcame that എന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. എനിക്ക് ഇത് വായിച്ചപ്പോൾ എനിക്ക് പെട്ടെന്ന് ഒന്നിച്ച് വായിക്കുന്നത് കൊണ്ടും വായിക്കാൻ പെട്ടെന്ന് അവസാനത്തെ ആ കബേർഡ് തുറക്കുമ്പോൾ അവിടെ ഒന്നും ഇല്ല എന്നുള്ളത് കാണുന്നതാണ് എന്നെ സംബന്ധിച്ചോളം ഇതിലേറ്റവും ഹൈ പോയിന്റ് ഇതെന്ന് തോന്നി. അവിടെയാണ് നമുക്ക് ശരിക്കും അത് ഹിറ്റ് ചെയ്യുന്നത് നമ്മള്. പിന്നെ ഇതൊരു ഫെമിലിയലുമായ കഥയായിരുന്നു. ഒരു കുടുംബ അധിഷ്ഠിതമായ കഥയും നമുക്ക് വളരെ പരിചിതമായ ഒരു ലോകമാണ്. താങ്കൾ വളരെ ക്ലിയർലി അത് ക്രാഫ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ ഉപയോഗിക്കുന്ന പാട്ടുകൾ തുടക്കത്തിൽ തന്നെ നമ്മളിങ്ങനെ റീലിൻ ചെയ്യണോ, വായനക്കാരനെ ഇങ്ങനെ ഇങ്ങനെ വലിച്ച് എടുക്കുകയാണ് കഥയിലേക്ക്. നമ്മൾ ആദ്യത്തെ ഒരു 1-2 പാരഗ്രാഫ് മുതൽ വളരെ ഇൻവെസ്റ്റഡ് ആണ്. അതെന്റെ അടുത്ത് വിജയേഷൻ എൻ പി വിജയേഷൻ പറഞ്ഞു, മൂന്നാമത്തെ വിളവ് തിരിയുമ്പോൾ തൊട്ട് ഞാൻ അതിന്റെ കൂടെ ഉണ്ട്, ആ കാരണം എന്ന് അദ്ദേഹം ഈ വാക്കാ പറഞ്ഞത്. പക്ഷെ ഏറ്റവും അഫക്റ്റിംഗ് മൊമെന്റ് അതില് എന്നെ സംബന്ധിച്ചോളം പലരും ചോദിച്ചു എന്താ ഈ പല്ലാങ്കുഴി. ഇപ്പൊ ഇന്നലെ കാസർഗോഡ് ഒരു ഗ്രൂപ്പ്, ഇന്നലെ വേറൊരു നിധി ഗ്രൂപ്പ് ഉണ്ടായിരുന്നു. അപ്പൊ അവര് ചോദിച്ചത് ഗുരുവായൂരുള്ള ഒരു ഗ്രൂപ്പ്, പലർക്കും പല്ലാങ്കുഴി പരിചയമില്ല. പല്ലാങ്കുഴി വടക്കോട്ട് മാത്രമല്ല, മുതുകുളത്ത് നമ്മളത് കുഴിപ്പാറാന്ന് പറയും, കുഴിപ്പാറ കളിക്കാന്ന് പറയും. ഈ പലക ഉണ്ടാക്കിയിട്ട് കുഴിയിൽ ഇങ്ങനെ അതാക്കാനൊരു കാരണമുണ്ട്. വേറെ ഒന്നുമില്ല, ഞാൻ ഈ കൃഷ്ണന്റെ ഒരു ഇത് ഇങ്ങനെ തുടക്കം മഞ്ചാടി അത് വന്നതാണ്. അപ്പൊ ആദ്യം ഉണ്ണികൃഷ്ണന്റെ പോലെ മുടി കെട്ടി കൊടുത്തു. അത് വേറൊരു കളിയാക്കാം. ഇപ്പൊ വേണമെങ്കിൽ വളരെ ഈസിയായിട്ട് ചെസ് ആക്കാം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആക്കാം, ലൂഡോ എന്തെങ്കിലും ആക്കാം. പല്ലാങ്കുഴിയാക്കിയത് അതുകൊണ്ട് തന്നെയാണ്. പലർക്കും പല്ലാങ്കുഴി എന്നുള്ള വാക്ക് പരിചിതമല്ല എന്ന് എനിക്ക് വലിയ അതിശയമായി പോയി. ഇന്നലെ മിനിഞ്ഞാന്ന് അതുകൊണ്ടായിരിക്കാം. അല്ല, പഴയ ജനറേഷൻ ഉള്ളവരാണ്. സിനിമ വന്നിട്ടുണ്ട്, ഏത് നാട്ടിലാണോ എന്നുള്ള പാട്ടൊക്കെ. പല്ലാങ്കുഴി അതുകൊണ്ട് അതെ അതെ അത് മറ്റേ വാഴപ്പുള വെച്ചിട്ട്. അതെ അതെ അത് ശരിക്കും ഈ ചെമ്പില് ഞാൻ കൊടുക്കുന്നത് കൊണ്ടായിരുന്നതാണ്. അപ്പൊ അവിടെ ചെമ്പില് പിത്തളയിൽ അതുണ്ട്, പണ്ട് ഇപ്പൊ കാണാനില്ല. നീക്കുന്ന അത് ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അത് പകിട ഓട് എറിയുന്നത്. ഞാനിപ്പം കഴിഞ്ഞ വർഷം ഞാൻ കൂടുതലൂർ പോയപ്പോൾ ഈ ഓട് എറിഞ്ഞ് കളിക്കുന്നുണ്ട് അവിടെ. അതെ അതെ അതെ, ഇത് കുന്നിമണി അല്ലെങ്കിൽ മഞ്ചാടിയാണ് മറ്റേ ഇടുക. മഞ്ചാടിയാണ്. ഞാൻ പെട്ടെന്ന് ഗുരുവായൂർ മഞ്ചാടി വാരിക്കുമല്ലോ കൊച്ചു കുഞ്ഞുങ്ങളെയൊക്കെ കൊണ്ട്.
അതുകൊണ്ട് അതിലേക്ക് ആ കളി കൊണ്ടുവന്നതാണ്. പുരുഷന്മാരെക്കാൾ കൂടുതൽ സ്ത്രീകൾക്ക് ആ കളി അറിയാമായിരുന്നു. കാരണം കല്ല് കളിക്കാൻ സ്ത്രീകളെ അനുവദിച്ചിരുന്നില്ല. സ്ത്രീകൾക്ക് പക്ഷേ ഈ കളി അനുവദിച്ചിരുന്നു. അതുകൊണ്ട് അവർക്ക് രണ്ടുപേരുണ്ടെങ്കിലും വീട്ടിലിരുന്നുകൊണ്ട് തന്നെ ഇത് കളിക്കാം. 1, 2, 3, 4 ഇത് ഏറ്റവും ചെറിയ കുട്ടികൾക്ക് വരെ കളിക്കാവുന്ന ഈസിലി ലേണബിൾ ആയിട്ടുള്ള ഒരു കളിയാണ്. അതുകൊണ്ടാണ് ആ കളി കൊണ്ടുവന്നത്. അല്ല, എന്റെ അടുത്ത് ദീപുവിനെ പറ്റി പറയുന്നത് ബോബി സഞ്ജയില് ബോബിയാണ്. ബോബി എന്നെക്കാട്ടിലും അദ്ദേഹത്തിനേക്കാളും ഒക്കെ സീനിയറാണ്. അപ്പം ബോബി എന്നെ വിളിച്ചു പറഞ്ഞു, പപ്പന്റെ ഒരു വലിയ ഒരു ആരാധനല്ല പറഞ്ഞത്, പപ്പന്റെ ഇത് അച്ഛന്റെ വലിയൊരു ആരാധന, പപ്പന് വലിയ ഇഷ്ടമുള്ള ഒരാളുണ്ട്. അദ്ദേഹം കുറേ പുസ്തകങ്ങൾ ഞങ്ങളുടെ ഡോക്ടേഴ്സിന്റെ ഇടയിൽ ഇപ്പൊ ഞാൻ വിചാരിച്ചോ ഇങ്ങനെയൊക്കെ ആളുകളുണ്ട്. അതെ, തമാശ. എന്റെ കഥകളൊന്നും അദ്ദേഹം അതുവരെ വായിച്ചിട്ടില്ല. മറ്റേ ഇത് മാത്രമാണ് ആദ്യം വായിക്കുന്നത്. പിന്നീടാണ് ഈ കഥകൾ. അതിനുശേഷം ഞാനിപ്പോഴും പറയുന്നത് ഈ ആദ്യത്തെ 10 കഥകളെക്കാട്ടിലും നല്ല കഥകളാണ് പിന്നീട്. അത് വന്നിട്ടില്ല. ആദ്യത്തെ കഥകൾ ഞാൻ പുള്ളിയെടുത്ത് തന്നെ പറയാം. ബാലിശമാണ്, ജുവനയിലാണ്. 19 വയസ്സ് തൊട്ട് 22, 23 വയസ്സ് വരെയാണ് അതിൽ 7 കഥകൾ എഴുതിയത്. എനിക്കത് ഭയങ്കര ഇപ്പൊ ഏതായാലും അത് ആളുകൾ വായിക്കുന്നു എന്നുള്ളതിൽ വലിയ സന്തോഷം. ഞാൻ ഇത്തരം ഹൈ വേർഡ്സ് ഓഫ് പ്രൈസ് ഈ ഓഡിയൻസിൽ നിന്നും ഡിസേർവ് ചെയ്യാൻ എനിക്ക് ഉള്ളിൽ അറിയാം. അപ്പോൾ ഞാൻ എപ്പോഴും പറയാറുള്ള പോലെ ഞങ്ങളുടെ മനഃശാസ്ത്രജ്ഞൻ CJ ജോൺ സാർ പറയുന്ന ഒരു കാര്യമുണ്ട്. നമ്മളെ എല്ലാവരും കൂടി ഇങ്ങനെ പുകഴ്ത്തുമ്പോൾ നമ്മൾ അത്രയും ഉന്നതിയിലല്ല. ആരെങ്കിലും നമ്മളെ ചവിട്ടി താഴ്ത്താൻ നോക്കിയാൽ നമ്മൾ അത്രയും മോശമല്ല. വി ആർ സംവെയർ ഇൻ ബിറ്റ്വീൻ അല്ലേ. അപ്പം ഞാനതിൽ ഐ ലിവ് വിത്ത് ദാറ്റ്. ഞാൻ പറഞ്ഞു വന്നത് ബേസിക്കലി ഇതൊക്കെ ഒരു നിമിത്തമാണ്. ഞങ്ങൾ പല ഇതിലും ഞാൻ ആലോചിക്കും, എനിക്ക് നിങ്ങളെല്ലാവരും സംസാരിച്ചെന്ന് ഒരു ടേക്ക് ഹോം മെസ്സേജ് സമ്മറൈസ് ചെയ്യാൻ. കാരണം ഇത് ആക്ച്വലി ഇദ്ദേഹത്തിൻ്റെ കൂടെ ഇരുന്ന് കഴിഞ്ഞാൽ സമയം പോകുന്ന അറിയത്തില്ല എന്ന് എനിക്ക് പല വേദികളിൽ അറിയാവുന്നതുകൊണ്ട് നമ്മളിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കും. പുള്ളി കോൺട്രിബ്യൂട്ട് ചെയ്യും, അതിൽ നിന്ന് നമ്മൾ ത്രെഡായിട്ട് അടുത്തതിലേക്ക് പോകും. ഞാൻ ആകെപ്പാടെ ചോദിക്കാൻ ഒറ്റ ചോദ്യം ഉദ്ദേശിച്ചിരുന്നത് പത്മരാജൻ സാറിൻ്റെ വായനകൾ. കാരണം വായനക്കൂട്ടിന് അറിയാൻ താല്പര്യമുള്ള ഒരു മേഖലയാണ്. അത് അനന്തേട്ടനൊന്ന് പറയണം. കാരണം എനിക്കറിയാം ആ കളക്ഷൻ്റെ എന്തായിരുന്നു എന്നുള്ള എനിക്കറിയാവുന്നതുകൊണ്ടാണ് ഞാനത് അനന്തേട്ടനോട് ചോദിക്കുന്നത്. അച്ഛൻ വായിച്ച പുസ്തകങ്ങൾ, അച്ഛൻ 45 വയസ്സിൽ മരിച്ചുപോയ ആളാണ്. അപ്പം അതൊക്കെ കഴിഞ്ഞ് കുറേയായി നമ്മളൊക്കെ. അച്ഛൻ വായിച്ച പുസ്തകങ്ങളുടെ 4 ഞാനൊന്നും വായിച്ചിട്ടില്ല. അച്ഛൻ എനിക്ക് ഓർമ്മയുണ്ട്, ഡിഗ്രി സെക്കൻഡ് ഇയർ ക്ലാസ്സിൽ പഠിക്കുമ്പോൾ എന്നെ അന്ന് യൂണിവേഴ്സിറ്റി കോളേജിൽ ഇംഗ്ലീഷ് പ്രൊഫസറായിരുന്ന പ്രൊഫസർ വിജയ് നായർ സാർ, അദ്ദേഹം ഇപ്പോൾ എവിടെയാണെന്ന് അറിയില്ല, അദ്ദേഹം വന്ന്, അപ്പോൾ പുള്ളി ഇംഗ്ലീഷിലാണ് സംസാരിക്കും. പുള്ളി മലേഷ്യയിലോ മറ്റോ പിന്നെ വളർന്ന ആളാണ്. അപ്പോൾ അദ്ദേഹം വന്നിട്ട്, when I was doing English UANI, in between announcements I saw a young man reading Jack London. Hey, who is reading Jack London? ജാക്ക് ലണ്ടൻ ഈസി അല്ലല്ലോ വായിക്കാൻ. അന്നോ ഇറ്റ് വാസ് യുവർ ഫാദർ. അപ്പം ഞാൻ അച്ഛൻ്റെ അടുത്ത് പോയി പറഞ്ഞു, അങ്ങനെ കണ്ടാ എന്ന് പറഞ്ഞു. പിന്നെ ബോറടിക്കൂലേ ഒരു അനൗൺസ്മെന്റ് കഴിഞ്ഞ് അടുത്ത പാട്ട് കഴിയുന്നവരെ നോക്കിക്കൊണ്ടിരിക്കണ്ടേ, ആ സമയത്ത് വായിക്കുന്നതാണെന്ന്. അതേപോലെ അത് ആഫ്റ്റർ അച്ഛൻ്റെ മരണത്തിന് ശേഷം ഞാൻ MA ഫസ്റ്റ് ഇയർ പഠിക്കുമ്പോൾ ജോസഫ് സ്കറിയ അദ്ദേഹം ക്ലാസ് എടുക്കുമ്പോൾ പറഞ്ഞു, now I am going to teach you about Shene. I have the privilege of teaching the person from whose father I first learned of Shene എന്നാണ്. പണ്ട് എപ്പോഴോ അവിടെ ഒരു ഏതോ ലിറ്റററി ഇതിന് വന്നപ്പോൾ അച്ഛൻ അവിടെ സാഹിത്യ ഇതിന്, അപ്പോൾ ഹി വാസ് ദാറ്റ് എന്താ ഭയങ്കര ഡീപ്ലി റെഡ് ആയിരുന്നു. ഹെസയൊക്കെ ഇങ്ങനെ ഒരാളെ എടുത്തു കഴിഞ്ഞാൽ അത് മുഴുവൻ, തോമസ് മാൻ എടുത്തു കഴിഞ്ഞാൽ അത് മുഴുവൻ, അങ്ങനെയാണ്. ആഴത്തിലുള്ള വായന ഉണ്ടായിരുന്നു. അത് ഇംഗ്ലീഷും മലയാളവും പിന്നെ സാൻസ്ക്രിറ്റ് പഠിച്ച ആളാണല്ലോ. ചേപ്പാട് അച്യുതവാര്യരുടെ കീഴിൽ ഒരു 5 വർഷം അച്ഛൻ സാൻസ്ക്രിറ്റ് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു പദസമ്പത്തുണ്ട്. അതാണ് ഈ ഇത്തരം ടൈറ്റിൽസ് വരുന്നത്. ഉദകപ്പോളയായാലും പെരുവഴിയമ്പലമൊക്കെ ആയാലും അതിൽ നിന്ന് വരും. ജലജ്വാല എന്നൊക്കെ പറയുന്നൊരു ടൈറ്റിൽ ചുമ്മാ വരത്തില്ല. അപ്പോൾ അതിൻ്റെ ഒരു അടിത്തറ ഭയങ്കരമായിട്ടുണ്ട്. ഭാഷയുടെ അടിത്തറ പുള്ളിക്ക് ഭയങ്കരമായിട്ടുണ്ട്. അപാരമായി വായിച്ചിരുന്നു. അതായത് അച്ഛൻ്റെ ഓരോ യാത്രയിലും
മദ്രാസ് ലാൻഡ്മാർക്ക് ഫ്ലൈറ്റിൽ നിന്ന് വന്ന് ഇറങ്ങുമ്പോൾ ഇങ്ങനെ അതിൽ കാണും. അവസാനത്തെ വരവിൽ അച്ഛൻ്റെ കയ്യിലുണ്ട്, അത് ഞാൻ എഴുതിയിട്ടുണ്ട്. ലവ് ഇൻ ദ ടൈം ഓഫ് കോളറയാണ്, അതായിരുന്നു അവസാനം. അതേ സമയത്ത് എനിക്കൊരു പുസ്തകം എൻ്റെ ടേസ്റ്റിന്, ഞാനന്നൊരു 17-18 വയസ്സുള്ള പയ്യൻ, എനിക്ക് പുള്ളി കൊണ്ടു തരുന്നത് മാസ്റ്റർ ഓഫ് ദ ഗെയിം, സിഡ്നി ഷെൽഡൺ, അതാണ് കൊണ്ടുതരുന്നത്. അത് അച്ഛൻ വായിക്കില്ല, അത് പക്ഷെ ചോദിക്കും ചിലതൊക്കെ, നല്ലതാണോടാ ചോദിക്കും. ചിലതൊക്കെ ഇരുന്ന് വായിക്കുകയും ചെയ്യും. അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുള്ള ചില സാധനങ്ങൾ. ഇപ്പോൾ ഇർവിങ് വാലസൊക്കെ ആ സമയത്ത് എനിക്ക് ഓർമ്മയുണ്ട്. സിഡ്നി ഷെൽഡൻ്റെ തന്നെ വേറെ 1-2 സാധനം എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞിട്ട് അച്ഛൻ വായിച്ചിട്ടുണ്ട്. അതെല്ലാം പണ്ട് MT അടുത്ത് ബഷീർ ചോദിച്ചെടുത്തു, വാസു ജീൻ ക്രിസ്റ്റോ വായിച്ചിട്ടുണ്ടോ ചോദിക്കും. ജീൻ ക്രിസ്റ്റോ എന്ന് പറഞ്ഞാൽ വൈൽഡ് വെസ്റ്റാണ്. അപ്പം പുള്ളി ഞെട്ടിപ്പോയി. അത് കഴിഞ്ഞപ്പോഴാണ് ഇതിൽ വലിയ കാര്യമായ സംഭവം ഉണ്ടെന്ന് പുള്ളി തിരിച്ചറിയുന്നത്. MT എഴുതിയിട്ടുണ്ട് അതിനെ. ഞാൻ വൈൽഡ് വെസ്റ്റ് വായിച്ചു തുടങ്ങി. ഒരുപക്ഷെ താഴ്വാരം എന്നൊക്കെ പറയുന്ന സിനിമ ഉണ്ടാകുന്നതിൻ്റെ പിന്നിൽ ആ വായന ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ടാവും, യാതൊരു സംശയമില്ല. അത് MT തന്നെ ബഷീറിനെ പറ്റി എഴുതിയ കൂട്ടത്തിൽ അല്ല, വിവിഡ് വായനയായിരുന്നു. ഒരു പ്രത്യേക ഒരു സ്കൂൾ കൂടുതൽ. അച്ഛൻ മിൽസൺ ബൂൺ വായിക്കുന്നത് കണ്ടിട്ടുണ്ട്, ഇതെല്ലാം വായിക്കുന്നുണ്ടായിരുന്നു. പക്ഷെ അത് അറ്റ് ദ സെയിം ടൈം ഹെമിംഗ്വേയും ഹെസയൊക്കെ എനിക്ക് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള അച്ഛൻ്റെ ഏറ്റവും ഫേവറേറ്റ് ഓതർ ഹെസയായിരുന്നു. കാരണം MTയുമായിട്ട് ഒരിക്കൽ കണ്ട ഒരു സമയത്ത് എന്നെയും കൂടെ വിളിച്ച്, അത് MTക്ക് എന്നെ കാണണം എന്ന് പറഞ്ഞു. ഞാൻ തൊട്ട് മുമ്പ് ഞാൻ ഒരു കഥ, അതൊക്കെ പലപ്പോഴും എഴുതിയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പം ഞാനും അച്ഛനും MT മാത്രമുള്ള, എനിക്ക് ഓർമ്മയുണ്ട്, പാരമൗണ്ട് ടൂറിസ്റ്റ് ഹോമിലാണ്. MT ഇങ്ങനെ കിടക്കും, അച്ഛനവിടെ ഒരു സോഫയുണ്ട്, കാലൊക്കെ ഇങ്ങനെ മടക്കി കുത്തി ഇങ്ങനെ അച്ഛൻ മരിച്ചുകൊണ്ടിരിക്കും. പുള്ളിക്ക് വീഡിയോ വലിക്കും, ഇടയ്ക്കിടയ്ക്ക് ഇതാണയും. കുറേ നേരം കഴിയുമ്പോൾ തീപ്പെട്ടി മുഴുവൻ തീരും. അപ്പോൾ പുള്ളിക്ക് പെട്ടെന്ന് ദേഷ്യം വരും. എന്നിട്ട് ഉടനെ ഒരു തീപ്പെട്ടി കൊണ്ടുവരും, ഭയങ്കര ചൂട് പിടിച്ച് ഇത് പോകുമ്പോൾ ഇതിങ്ങനെ അണഞ്ഞുകൊണ്ടിരിക്കും, ഫാൻ അണക്കുകയില്ല, ഇങ്ങനെ ആയിക്കൊണ്ട്. അപ്പോൾ ആ സമയത്ത് ആണെന്ന് തോന്നുന്നു പ്രതിമയും രാജകുമാരി എനിക്ക് ഒരു നോവൽ വേണമെന്ന് അച്ഛൻ്റെ അടുത്ത് പറയുന്നു. അപ്പോൾ ആ സമയത്ത് ഇദ്ദേഹം പറയുന്നുണ്ട്, ഈ അമർത്യാനന്ദയുടെ അർത്ഥവിരാമം ഉണ്ടല്ലോ, അപ്പോൾ അതിനെപ്പറ്റി ഡിസ്കഷൻ ഇവർ തമ്മിൽ വരും. അപ്പോൾ അച്ഛൻ പെട്ടെന്ന് പറഞ്ഞു, നാർസിസൻ ഗോൾഡ്മൺ ഹെസയുടെ. അപ്പോൾ പെട്ടെന്ന് MTക്ക് അത് സ്ട്രൈക്ക് ചെയ്തു. അങ്ങനൊരു സംഭവം ഉണ്ടല്ലേ, അത് ശരിയാണല്ലോ. പുള്ളിക്കിത് മുമ്പ് വായിച്ചതാണ്. MTയുടെ അത്രയും വലിയൊരു വായനക്കാരനില്ല. അപ്പം ഒരുപക്ഷെ അതുകൊണ്ടായിരിക്കാം അവർ തമ്മിലുണ്ടായിരുന്നൊരു ഭയങ്കര സിങ്കും അതാണ്. എന്നിട്ട് പറഞ്ഞു, നമ്മുടെ ഒരു ഫീൽഡ് എന്ന് പറയുന്നത് സാഹിത്യമാണ്. അപ്പം നമ്മൾ അത് വിട്ടുപോരുത്. ഈ സിനിമയുടെ ഇടയ്ക്കൊക്കെ വല്ലതും എഴുതണം. അങ്ങനെ നിർബന്ധിച്ചേൽപ്പിച്ച എനിക്ക് ഞാൻ പബ്ലിഷ് ചെയ്യാം എന്നിട്ടാണ് പ്രതിമ രാജകുമാരി എഴുതിപ്പിക്കുന്നത്. അച്ഛനാണെങ്കിൽ അത് എഴുതുന്നത് 2 സിനിമകൾ. എനിക്കൊന്നും ചിന്തിക്കാൻ പറ്റില്ല. ഇന്നലെയുടെയും ഗന്ധർവൻ്റെ ഇടയ്ക്കുള്ള 1 വർഷത്തിനിടയ്ക്ക് 2 നോവലാണ് എഴുതുന്നത്. പ്രതിമ രാജകുമാരി, മഞ്ഞുകാലം, നൂറ്റുകുതിര. ഭയങ്കര ക്രിയേറ്റീവ് ഫൗണ്ടനായിരുന്നു. നമുക്കൊന്നും, അതാ ഞാൻ ഈ ചേട്ടനടുത്തൊക്കെ പറയുന്നു, പുള്ളിയുടെ നമുക്കൊന്നും അടുക്കാൻ പറ്റില്ല. നമ്മളതിൻ്റെ ഈ പറഞ്ഞ പോലെ ആ കടലിൻ്റെ ഒരു കുമ്പിള് ബാക്കി മാത്രമേ ഉള്ളൂ. അപ്പം ഐ തിങ്ക് ഇത് പല അടരുകളിലേക്ക് പോകുന്നു. നമ്മളോട് അതിൽ നിർത്തണ്ടെന്ന് പറഞ്ഞേക്കുന്നത്. അപ്പം ഞാൻ സമ്മറൈസ് ചെയ്ത്, കാരണം അദ്ദേഹത്തിൻ്റെ വായനയെക്കുറിച്ച് ഞാൻ അനന്തേട്ടന് മുന്നേ ഒരിക്കൽ ചർച്ച ചെയ്തുകൊണ്ടാണ് അത് അറിയണം എന്ന് പറയുന്നത്. കാരണം ഇതൊന്നും ഇറ്റ് ഡസൻറ്റ് ഹാപ്പൻ ബൈ ചാൻസ്. നമ്മുടെ വായന എവിടെയെങ്കിലും നമ്മുടെ വാക്കുകളിലും നമ്മുടെ എഴുത്തിലും ഒക്കെ വരും. അപ്പോൾ ഞാനിത് ഈ പുസ്തകത്തിൻ്റെ ആമുഖം എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട നമ്മുടെയൊക്കെ മലയാളത്തിൻ്റെ മോഹൻലാൽ എഴുതിയതിൽ പറഞ്ഞിട്ടുള്ള ഒരു കാര്യം മാത്രം ആ പുസ്തകത്തെക്കുറിച്ചൊന്ന് സമ്മറൈസ് ചെയ്യാൻ ഒറ്റ ലൈൻ മതി. തലമുറകൾക്ക് ആ പ്രതിഭയുടെ ആഴവും ആത്മാവും തിരിച്ചറിയാവുന്ന എഴുത്ത്. അത് ആ എഴുത്തുകാരനുള്ള ക്രെഡിറ്റ് നമ്മൾ കൊടുത്തേ പറ്റുള്ളൂ. അച്ഛൻ എത്ര ഇതാണെങ്കിലും ഞാൻ എപ്പോഴും പറയും, പുരുവിനെ പോലെ അച്ഛനായി സ്വന്തം യൗവനങ്ങൾ നൽകിയ അനന്തേട്ടൻ നമുക്കായി ബാക്കിയുള്ള വയസ്സിൽ എഴുത്തുകളായി തരട്ടെ എന്ന് മാത്രം ഞാൻ ആശംസിക്കുന്നു. നമ്മളെപ്പോഴും എഴുത്തുകാരുള്ള നമ്മുടെ ആരാധന, ഇപ്പം ശാലിനി ടീച്ചറും ദീപ ടീച്ചറും ഒക്കെ പറഞ്ഞ പോലെ, ചേച്ചിയൊക്കെ പറഞ്ഞ പോലെ, നമുക്ക് അവരോടുള്ള ബഹുമാനം, അവരോടുള്ള ആദരവ് നമുക്ക് അവരുപയോഗിക്കുന്ന വാക്കുകളിൽ കൂടിയാണ്. അപ്പം അതുകൊണ്ട് തന്നെ എപ്പോഴും ഞാൻ ഓർക്കും, അതുകൊണ്ടാണ് നമ്മളിപ്പോഴും അദ്ദേഹത്തെ ആദരിക്കുകയും കാര്യങ്ങളും ചെയ്യുന്നത്. അപ്പം ഞാൻ അദ്ദേഹത്തിൻ്റെ കംപ്ലീറ്റഡ് വർക്ക്സ് എനിക്ക് പത്മനാഭൻ സാറിൻ്റെ അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് വാങ്ങണമെന്ന് വലിയ ആഗ്രഹത്തിലേക്ക് ഇരുന്നിട്ട് ഇത് കിട്ടാതെയായി തുടങ്ങി. അവസാനം ഞാൻ ക്രോസ് റോഡിൽ പോയി വാങ്ങിച്ച് ഞാൻ ഫോട്ടോ അയച്ചു കൊടുത്തു. ഇനി തരണ്ട, ഞാൻ മേടിച്ചെന്ന് പറഞ്ഞു. കാരണം അതൊരു മധുര പ്രതികാരം എന്നൊക്കെ പറയുന്നത്. എനിക്ക് വലിയൊരു പ്രശ്നമുണ്ട്, എനിക്ക് സാധനം വായിക്കണമെന്ന് തോന്നിയാൽ പിന്നെ എനിക്കത് ഉടനെ കിട്ടണം, ഇല്ലെങ്കിൽ എൻ്റെ ആ ഫ്ലോക്ക് പോകും. അപ്പം ഞാനത് വായിച്ചു. പക്ഷേ വായിച്ചു കഴിഞ്ഞപ്പോഴാണ് ഞാൻ മനസ്സിലാക്കിയത് എൻ്റെ പേഴ്സണൽ ചോയ്സസ് ഹിസ് വർക്ക്സ് ഓഫ് ലിറ്റററി വർക്ക്സ് മോർ ദാൻ ദ മൂവി വേൾഡ്.
അപ്പം ഞാനെപ്പോഴും നന്നായിട്ട് ഞങ്ങൾ സ്വകാര്യമായിട്ട് ഇദ്ദേഹത്തോട് പറയും, ഈ ആലിൻ്റെ തണലിൽ ഇത് മുളയ്ക്കില്ല എന്ന് പറഞ്ഞ പോലെ ഇങ്ങനെ ആ തണൽ വിട്, ആ ഒരു ഭാഗം കഴിഞ്ഞു. നവ്യം ഇനിയിപ്പം അച്ഛന് വേണ്ടിയുള്ള ആ ഒരു എന്താ പറയുന്നത്, നമ്മൾ ഗിവിങ് ബാക്ക്, അതിൻ്റെ വാക്കുകൾ അദ്ദേഹം തന്നെ എഴുതിയത് തന്നെ പറഞ്ഞാലേ ശരിയാവുള്ളൂ. അതായത് പറഞ്ഞു തന്ന 1000 കഥകൾക്ക് എൻ്റെ മടക്കി കൊടുക്കൽ. അപ്പം മടക്കി കൊടുക്കലിന് സമയമായി. ഇവിടെ ഇരുന്ന എല്ലാവരും അത് പറഞ്ഞത് പത്മരാജൻ സാറിനോടുള്ള ബഹുമാനം കൊണ്ടോ അച്ഛനോടുള്ള ഞങ്ങളുടെ അടങ്ങാത്ത ആരാധനയോ ഇതുകൊണ്ടല്ല. വി ആർ 100% ഷുവർ ദാറ്റ് യു ക്യാൻ ഡു ജസ്റ്റിസ് ടു ദാറ്റ് നീം. അതിൻ്റെ ബഹിഷ്സ്ഫുരണങ്ങൾ ഈ കഥകളിൽ കൂടി ഞങ്ങൾക്ക് അറിയാം. അപ്പം ഞാൻ ഈ കളക്ഷൻ എഴുതിയ സമയത്തും ഞാൻ അതിൻ്റെ ആമുഖം എഴുതിയ ആളുടെയാണ് ഞാൻ എപ്പോഴും കഴിഞ്ഞ ഗ്രന്ഥശാല മീറ്റിങ്ങിൽ ഞാൻ പറഞ്ഞതാണ്. അതായത് ഇതുപോലെ ഒരു ആമുഖം വേറെ ആർക്കെങ്കിലും കിട്ടുമോ എന്ന് ചോദിച്ചാൽ അതിന് യോഗം പലർക്കും ഉണ്ടാവില്ല എന്ന് പറയാം. എം സുകുമാരനാണ് ഇതിൻ്റെ ആമുഖം എഴുതിയിരിക്കുന്നത്. അപ്പം അദ്ദേഹം എഴുതിയ ലാസ്റ്റ് വാക്ക് നമ്മുടെ ഈ സായം സന്ധ്യയുടെ അവസാനമായിട്ട് പറയാമെന്ന് വിചാരിക്കുന്നു. പരിചിതരുടെ മുഖം നോക്കിയുള്ള സ്തുതിവചനങ്ങളെക്കാൾ അപരിചിതർ എഴുതുന്ന ആസ്വാദനക്കുറിപ്പുകൾ അവനെ നിർവൃതിയിലാഴ്ത്തുന്നു. അപ്പം ഞങ്ങൾ ആവശ്യത്തിന് നിർവൃതിയൊക്കെ തന്നിട്ടുണ്ട്. അപ്പം ഇതിൽ പകുതി പേരെ അറിയില്ല എന്നെനിക്കറിയാം. പക്ഷേ ആ നിർവൃതിയിൽ ഒരു തീരുമാനം എടുക്കുക, എഴുത്തങ്ങ് തുടരുക. അപ്പം അതിൻ്റെ പെർഫെക്ഷനും കാര്യങ്ങളും ഒന്നും നോക്കണ്ട. ഞാൻ ഈ അടുത്ത് എൻ്റെ കൂടെ മെഡിക്കൽ ടെസ്റ്റിൽ വർക്ക് ചെയ്യുന്ന ഡോക്ടർ ഹരിയുണ്ട്, ഡോക്ടർ ജിനോ ഉണ്ട്. ഞങ്ങളൊക്കെ ഭയങ്കര പാഷനേറ്റ് ആയിട്ട് മൂവി ഡിസ്കസ് ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പം നമ്മൾ ഫാൻ ബോയ്സ് ആണ്. ഫാൻ മൊമെൻറ്റ്സ് കാണും, മാസ് പടങ്ങൾ കാണും, മസാല പടം കാണും, അതൊക്കെ നമ്മൾ കാണും. പക്ഷേ വൺസ് ഇൻ എ വൈൽ ചിലപ്പോൾ നമ്മുടെ ഹൃദയം ആബ്സല്യൂട്ട്ലി തൊടുന്ന ചില പടങ്ങൾ വരും. അപ്പം വയലൻസിൻ്റെ അത് പ്രസരം, പക, രതി, സോ മെനി വയലൻസ്, എവറിത്തിങ് ഹാപ്പനിങ്. അപ്പം ചിലപ്പോൾ നമ്മൾ ഓർക്കും ഇതൊക്കെ നമ്മൾ കാണിക്കാൻ പറ്റുമോ എന്ന് വിചാരിക്കും. പക്ഷേ നമ്മൾ കഴിഞ്ഞ ദിവസം ഞങ്ങൾ ചർച്ച ചെയ്ത നന്മ മരങ്ങൾ കൂടിപ്പോയോ എന്ന് ചിന്തിച്ചു പോയ പോലെ മെയ്യഴകൻ അല്ലെങ്കിൽ ടൂറിസ്റ്റ് ഫാമിലി, സി പീപ്പിൾ ആർ സ്റ്റിൽ ടച്ച്ഡ് ബൈ സ്റ്റോറി വിച്ച് ഹാസ് സോ മച്ച് നന്മ. അപ്പം ഞാൻ പറയുന്നത് ഇതൊക്കെ ഇദ്ദേഹത്തിനെ കൊണ്ട് പറ്റും. കാരണം ഞാൻ ഈ 12 കഥകൾ വായിച്ച സമയത്ത് ഞാൻ പറഞ്ഞു, അത് എഴുതിയ ഒരാൾക്ക് ഈ നമ്മളെ വിതുമ്പിച്ച പോലെ മാത്രമല്ല മനോഹരമായ പ്രണയം ഉള്ള ഇതുണ്ട്. കാരണം സത്യം പറഞ്ഞാൽ ഇതുമായിട്ട് ഏറ്റവും കണക്ഷനുള്ള കഥ, അത് ഞാൻ പറയാതിരുന്ന കഥ ഇങ്ങനെ നിങ്ങളുടെ ചർച്ചയിൽ വന്നുകൊണ്ടാണ്. ഒരു പിടി വാടാ മലരുകൾ എന്ന് പറഞ്ഞ ഒരു കഥയുണ്ട്. അത് ആ പ്രണയത്തിൻ്റെ വികാരം, അത് ഞങ്ങൾ അന്ന് എന്ന് പറഞ്ഞു, ഞാനൊക്കെ വളരെ എന്താ പറയുന്നത് അഭിമാനത്തോടെ പ്രണയിച്ച് വിവാഹം കഴിച്ചു എന്ന് പറയുന്ന ആളാണ്. അപ്പം ഞാൻ എപ്പോഴും പറയും, പ്രണയിച്ചിട്ട് ഉള്ള ഒരാൾക്ക് ആ ഒരു പിടി വാടാ മലരുകളുടെ വികാരം അറിയുള്ളൂ. കാരണം പിന്നീട് അയാളുടെ കിട്ടാതെ പോയ ഒരു മുടി ചുരുൾ, അയാളുടെ ഭാര്യ മറ്റേ കാമുകിയുടെ മുടി ചുരുൾ അയാൾക്ക് കിട്ടുന്നില്ല. പക്ഷെ സമാനമായ ഒരു വേർപാട്, ഒരു മരണം, അവിടെ ഒരു മരണമുണ്ട്. മരണം സംഭവിച്ചു കഴിയുമ്പോൾ മറ്റൊരു കാമുകന് വേണ്ടി അയാൾ കൊടുക്കുകയാണ്. എനിക്ക് സാധിച്ചിട്ടില്ല, അയാൾ ഡോക്ടറാണ്. അപ്പോൾ അയാൾ ഫോറൻസിക് റൂമിൽ നിന്ന് ഇതെടുത്ത് കൊടുത്ത് സൂക്ഷിക്കാൻ പറയുന്നു. പക്ഷേ ഹീ മൂവ്സ് ഓൺ, അയാൾ മറ്റൊരു സ്ത്രീയെ വിവാഹം കഴിക്കുന്നു. അപ്പോൾ കുറേ കാലങ്ങൾക്ക് ശേഷം ഇവർ കാണുന്ന സമയത്ത് ഈ മുടി ഇയാൾ പറയും, എനിക്കിതിനി കളയാൻ പറ്റില്ല അയാളെ കൊണ്ട്, ഹി കാൺട്ട് ലൂസ് ദാറ്റ്. അപ്പോൾ ഈ ഡോക്ടർക്ക് ഇത് തിരിച്ചു കൊടുക്കണം. അവസാനത്തെ സീനിൽ അയാൾ ഇതും പിടിച്ചുകൊണ്ട് അയാളുടെ കാമുകിയുടെ മണം അതിൽ കണ്ടെത്തുകയാണ്. അപ്പം ഞാൻ പറയുന്നത് ഈ കരളാരം അങ്ങനെ ചുമ്മാ അങ്ങനെ സംഭവിച്ചതല്ല. ഈ മുടിയും മണവും ഒക്കെ ഈ പാർട്ടിക്ക് പണ്ടേ ഉള്ള അസുഖമാണ്, മനസ്സിലായില്ല. അപ്പോൾ ഇത് നമ്മളെ പണ്ടേ പിടിച്ചിട്ടുള്ളതാണ്. അപ്പോൾ എനിക്കിത് മുന്നേ തോന്നിയിട്ടുണ്ട്. പക്ഷേ അതൊക്കെ ഈ പറയുന്നത് ഇതൊക്കെ ദീസ് ആർ ഓൾ ഇന്റർ കണക്റ്റഡ്. ഇതെല്ലാം ശരിക്കും സ്നേഹത്തിൻ്റെ ഒരു ചങ്ങലയുടെ ബലമാണ്. ഞാൻ പറയുന്നത് എപ്പോഴും ഞാൻ പറയും, അച്ഛൻ എവിടെയോ ഇരുന്ന് അനുഗ്രഹിക്കുന്നുണ്ട്, അതിലൊരു സംശയമില്ല. പക്ഷേ നിങ്ങൾക്ക് നിങ്ങളുടേതായ ഒരു വ്യക്തിത്വം ഉണ്ട്. അതുകൊണ്ട് തന്നെ ആ മുട്ടത്തോടിൻ്റെ ബലേ ഉള്ളൂ ആ ചട്ടക്കൂടിന്. ആ മുട്ടത്തോടൊക്കെ പൊട്ടിച്ച് പതുക്കെ പുറത്തേക്ക് വരിക, ഗംഭീരമായ എഴുത്ത് തുടരുക. എല്ലാം ആ ലെവൽ പെർഫെക്ഷൻ വേണമെന്ന് നമ്മൾ ആഗ്രഹിക്കേണ്ട. പലതും പലതായിട്ട് വരും. അച്ഛൻ തന്നെ പറഞ്ഞ ഭാഷയിൽ തൂവാനത്തുമ്പികളെ കുറിച്ച് പറഞ്ഞത്, എല്ലാത്തിനും അതിൻ്റെതായ ഒരു കാലമുണ്ട്. ചിലപ്പോൾ ആ കാലത്തായിരിക്കില്ല അതിൻ്റെ അപ്രിസിയേഷൻ വരുന്നത്. ഞാനിപ്പോഴും ഓർക്കുന്നു ആ കഥയെക്കുറിച്ച് അദ്ദേഹം തൂവാനത്തുമ്പികളുടെ ശേഷം കോളേജിൽ പോകാൻ പറ്റാതിരുന്ന അവസ്ഥയും ആൾക്കാർ കളിയാക്കുന്നതും അന്നൊരു ജസ്റ്റ് ഒരു എക്സ്ട്രാ മാരിറ്റൽ അഫെയർ എന്നൊക്കെ ഉള്ളതാണ്. ഇപ്പോഴാണ് ക്ലാര ആരാണെന്നും ഒക്കെയുള്ള ഇത് വരുന്നത്. അപ്പം ഞാനിപ്പോഴും ഓർക്കുന്നു, ഞാൻ ജനസേവനയിൽ പോയ സമയത്ത് എൻ്റെ സുഹൃത്ത് അമേരിക്ക എന്ന് പറയുകയാണ്, നിന്റെ ക്ലാരയെക്കുറിച്ച് നീ പറയണം. ആ കഥ ശരിക്കും അനുഭവിച്ചു. ഞങ്ങളിത് പിന്നീട് ചർച്ച ചെയ്തിട്ടുള്ളതാണ്. കാരണം ശരിക്കും പറഞ്ഞാൽ അത് രാധയുടെ കഥയാണ്. Clara is just an imaginary person you are in love with, but you are going to live with a girl who's trusted you through and through all this. അത് നമുക്ക് എല്ലാവർക്കും കാണുമല്ലോ, എല്ലാവരുടെ ജീവിതത്തിൽ ഓരോ ക്ലാരകൾ കാണും. പക്ഷേ അതിൻ്റെ അപ്പുറം കാണാൻ നമ്മളെ പ്രേരിപ്പിക്കുന്നതാണ് ആ സിനിമ. അപ്പോൾ അത് ഇപ്പോഴാണ് ആഘോഷിക്കപ്പെടുന്നത്. ഇപ്പം ഗാന്ധിപതി ബാലചേട്ടൻ മരിച്ച സമയത്ത് ഞാൻ വനന്തേട്ടൻ ഇത് പറയുകയും ചെയ്തിരുന്നു. അത് അന്നൊരു വലിയൊരു കമേഴ്ഷ്യൽ ഹിറ്റൊന്നും അല്ല. ഞാനത് ആക്ച്വലി ചോദിക്കുകയായിരുന്നു, ഇപ്പം പുതിയ റീ റിലീസ് ചെയ്യുന്നു, ഇതിൻ്റെയൊക്കെ ഒരു റീപ്രിൻ്റ് പോലും വന്നു കഴിഞ്ഞാൽ
ആ പാട്ട് കേൾക്കാൻ തന്നെ നമ്മളൊരു ഡോൾബി DTS കയറിയിരിക്കും അല്ലേ. അപ്പം അത് കാലങ്ങൾക്ക് ശേഷം അത് ചെയ്യപ്പെടും. ഞാൻ സിമ്പിളായിട്ടൊരു ചോദ്യം ചോദിക്കട്ടെ. ഇപ്പം ഇതിൻ്റെ കവറ് മുരളി ഗോപിയാണ് ചെയ്തിരിക്കുന്നത്. അപ്പം അതല്ലാതെ ഇതിനകത്ത് ഒരു പുതുമയില്ല അല്ലേ, പഴയ കഥകൾ തന്നെ ഉള്ളൂ. പക്ഷേ ആ കഥകൾ ഞാൻ നിങ്ങളോട് 100% ഗ്യാരണ്ടി ആയിട്ട് പറയുകയാണ്. ഇതിപ്പോൾ ഞാൻ ആവശ്യത്തിന് പ്രൊമോഷൻ കഴിഞ്ഞു. ശരിക്കും പറഞ്ഞാൽ രവി DC എനിക്ക് കുറഞ്ഞത് 1000 രൂപയെങ്കിലും എനിക്ക് കമ്മീഷൻ തരേണ്ട സമയമായി. അപ്പം ഇനിയിപ്പോൾ ഞാൻ അടുത്തയിലേക്ക് കിടക്കുകയാണ്. ഇത് ഇനിയും നഷ്ടപ്പെടാത്തവർ കോപ്പി കിട്ടാൻ എഗെയിൻ ബുദ്ധിമുട്ടാണ്. വായിക്കുക. വെരി 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 ഇന്നസെൻറ്റ് സ്റ്റോറീസ്. സത്യം പറഞ്ഞാൽ ഒരു കുഞ്ഞിൻ്റെ നൈർമല്യത്തോടെ വായിച്ചു തീർക്കാൻ എന്ന് പറഞ്ഞാണ് അതിൻ്റെ ആമുഖം എഴുതിയിരിക്കുന്നത്. അപ്പോൾ വലിയ ഗംഭീര സംഭവങ്ങളൊക്കെ പ്രതീക്ഷിക്കുന്നവർക്ക് യു വിൽ ബി ഡിസപ്പോയിൻറ്റഡ്. ബട്ട് ഇഫ് യു വോണ്ട് സിമ്പിൾ ടെയിൽ ഫ്രം ദ സോൾ വിച്ച് ടച്ചസ് യു ആസ് എ ചൈൽഡ്. എന്നോട് പറഞ്ഞ് അതിൻ്റെ ബാല്യത്തിൻ്റെ കുറേ ഇതുണ്ട്. ഞാൻ പറഞ്ഞു ഒന്നുമില്ല. I read it as a 47-year-old and I still liked it. അപ്പം there is something in it. അപ്പം ആ ഒരു കോൺഫിഡൻസ് പതുക്കെ വരും. യു വിൽ ഇവോൾവ് ത്രൂ ഇറ്റ് ആൻഡ് ബി. ഇവിടെ എല്ലാവരും ചോദിച്ച പോലെ അച്ഛൻ്റെ മകനായതിൻ്റെ ബുദ്ധിമുട്ടൊക്കെ നമുക്ക് എല്ലാവർക്കും മനസ്സിലാവും. പക്ഷേ യു ഹാവ് ടു ബ്രേക്ക് ദാറ്റ് എക്സെൽ. ഞാൻ പറയും എക്സെൽ എന്ന് പറയുന്നത് വെച്ചാൽ അത് ഇങ്ങനെ പൊട്ടിച്ച് കളയാനുള്ളതേ ഉള്ളൂ. ആ ധൈര്യം ഇവിടുന്ന് സംഭരിച്ചുകൊണ്ട് മുന്നോട്ട് പോട്ടെ. എൻ്റെ വക ഒരു ചെറിയ സർപ്രൈസ് ഗിഫ്റ്റ് ഉണ്ട്. അതിൻ്റെ പേഴ്സണൽ ഗിഫ്റ്റാണ്. നമ്മൾ ഇതുവരെ അങ്ങനെ വായനക്കൂട്ടിൽ ഞങ്ങൾ ഗിഫ്റ്റ് ഒന്നും കൊടുക്കാറില്ല. വി ഡോണ്ട് മേക്ക് ഇറ്റ് വെരി പേഴ്സണൽ. പക്ഷേ ആ ഒരു ഗിഫ്റ്റ് ഞാൻ അദ്ദേഹത്തിന് വേണ്ടി കരുതി വെച്ചിട്ടുണ്ട്. കാരണം എനിക്ക് വേണ്ടി ഒന്ന് മാറ്റി വെച്ചേക്കാൻ പറഞ്ഞൊരു പുസ്തകമാണ്. അപ്പോൾ ഞാൻ അത് സർപ്രൈസ് ആയിട്ട് കൊടുക്കുകയാണ് കേട്ടോ. താങ്ക് യു ഓൺ ബിഹാഫ് ഓഫ് എവരി വൺ ഹിയർ. താങ്ക് യു. വളരെ സാർത്ഥകമായിട്ടുള്ള ഒരു ദിവസമായിരുന്നു. വൈകുന്നേരം രാത്രിയിലേക്ക് വളരുന്നു അല്ലേ. അപ്പം എല്ലാവരും എത്തി. സാധാരണഗതിയിൽ ഞങ്ങളുടെ വായനക്കൂട്ടിൻ്റെ അവസാനം ഇത്രയും പേര് ഉണ്ടാവാറില്ല അല്ലേ. തുടക്കത്തിൽ ആളുകൾ ഉണ്ടായാലും അവസാനം വരെ ഉണ്ടാവില്ല. അപ്പം അത് പല രീതിയിൽ അനന്തപത്മനാഭൻ എന്ന് പറയുന്ന എഴുത്തുകാരനോടുള്ള ബഹുമാനമാണ് എന്ന് മനസ്സിലാക്കണമെന്നാണ് ഞാൻ പറയുന്നത്. പത്മരാജൻ എല്ലാവരുടെയും മനസ്സിലുണ്ട്. നമ്മൾ പറയുമ്പോൾ OB വിജയൻ്റെ തന്നെ ഒരു വാക്ക് എൻ്റെ മനസ്സിലേക്ക് വരികയാണ്. കർമ്മ പരമ്പരകളുടെ ഈ കഥയിൽ ദുഃഖവും അകൽച്ചയും മാത്രമേ ഉള്ളൂ എന്നുള്ളതാണ്. അതുകൊണ്ട് ഏറ്റവും നല്ല കഥകൾ എപ്പോഴും ദുഃഖത്തെക്കുറിച്ചും അകൽച്ചയെക്കുറിച്ചും പറയുന്നത് തന്നെയായിരിക്കും. അത് തന്നെയാണ് കൊല്ലാരവും അത് തന്നെയാണ്. അപ്പോൾ നമ്മുടെ എല്ലാ ദുരന്തങ്ങളെ സ്നേഹിച്ചിരുന്ന അല്ലെങ്കിൽ ദുരന്ത കാവ്യങ്ങളെ ഏറ്റവും മികച്ച സാഹിത്യകൃതികളായി കരുതിയിരുന്ന ഒരു പാരമ്പര്യം, അതിൻ്റെ ഒരു ശക്തി ഇപ്പോഴും നമുക്ക് നിഷേധിക്കാൻ കഴിയില്ല. കൊല്ലാരം പോലെയുള്ള സൃഷ്ടികളുടെ പിന്നിലും അത് തന്നെയാണ് പ്രവർത്തിക്കുന്നത്. വീണ്ടും എഴുതുക. ഇവിടെ വന്ന എല്ലാവർക്കും മാതൃഭൂമി ബുക്സിന് വേണ്ടി നന്ദി പറയുന്നു. നമസ്കാരം. ഈ വായനക്കൂട്ട് ഇവിടെ സമാപിക്കുകയാണ്. വായനക്കാരായ നമ്മൾ ഓരോരുത്തരുടെയും മനസ്സിൽ വിങ്ങലുകൾ സൃഷ്ടിച്ച ഈ കഥ തന്നെയാണ് കൃത്യമായ ഈ സായാഹ്നത്തിന് നിമിത്തമായത് എന്ന കാര്യത്തിൽ സംശയമില്ല. ടീച്ചർ ഓൾറെഡി പറഞ്ഞ പോലെ നമ്മൾ ചില ദിവസങ്ങളിലൊക്കെ ഈ മാസത്തെ വായനക്കൂട്ട് എപ്പോഴാണ് വേണ്ടത് എന്നിങ്ങനെ ചോദിച്ച് 20-ാം തീയതി ഒക്കെ വെക്കണമെന്ന് തീരുമാനിക്കുന്നത് നമ്മൾ 23-ാം തീയതി 25-ാം തീയതി ഒക്കെ കൂടിയിട്ടുണ്ട്. പക്ഷെ ഈ കഥ വന്നു കഴിഞ്ഞപ്പോൾ എല്ലാം പെട്ടെന്നായിരുന്നു. ഒരുപക്ഷെ വളരെ നേരത്തെ തന്നെ നടന്നൊരു വായനക്കൂട്ടായിരുന്നു. വായനക്കൂട്ടിന്റെ 13 എഡിഷൻ നടന്നതിൽ ഏറ്റവും അവിസ്മരണീയമായ ഒരു സന്ധ്യയാണ് ഇപ്പോൾ സമാപിച്ചിരിക്കുന്നത്. ഈ മികച്ച കഥയ്ക്കും മഹനീയ സാന്നിധ്യത്തിനും 1000 നന്ദി പറയുന്നു. കഥയും കഥാകാരനെയും നമുക്ക് ഏവർക്കും പ്രിയപ്പെട്ട പത്മനാഭൻ സാറിനെയൊക്കെ മനോഹരമായിട്ട് അവതരിപ്പിച്ച ഡോക്ടർ ദീപുവിനും അതുപോലെ തന്നെ സുമി ടീച്ചർക്കൊക്കെ മാതൃഭൂമി ബുക്സിന്റെ നന്ദി അറിയിക്കുന്നു. ഇവിടെ എത്തിച്ചേർന്ന ശ്രീ അനന്തപത്മനാഭൻ തന്നെ പറഞ്ഞു, പത്മനാഭൻ സാറിന്റെ കൂടെ പ്രവർത്തിച്ചവര്, അനന്തപത്മനാഭന്റെ വളരെ അപൂർവ സുഹൃത്തുക്കൾ ഇവിടെ എത്തി. അതുപോലെ തന്നെ കുറേ ആൾക്കാർ നമ്മൾ ഇതുവരെ ഇവിടെ വായനക്കൂട്ടിലും മുമ്പൊന്നും കണ്ടില്ലാത്ത കുറേ വായനക്കാരെ ഒന്നിപ്പിക്കാനായിട്ട് ഇതുപോലുള്ള ഒരു കഥയ്ക്ക് ഈ സായാഹ്നത്തിന് കഴിഞ്ഞു എന്നുള്ളത് തന്നെ പുസ്തക ലോകത്തിന് വളരെയധികം സന്തോഷമുണ്ട്. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറയുന്നു. ഇനിയും ഒരുമിച്ച് നമുക്ക് ഏവർക്കും ഒരു ഫോട്ടോ എടുക്കാനുള്ള ഒരു അവസരമുണ്ട്. അതുപോലെ തന്നെ ഇവിടെ പരാമർശിക്കപ്പെട്ട പുസ്തകങ്ങളും ഈ കഥയുള്ള ആഴ്ചപ്പതിപ്പും ഒക്കെ ഇവിടെ ലഭ്യമാണ്. കയ്യൊപ്പോടുകൂടി സ്വന്തമാക്കാവുന്നതാണ്. മറ്റൊരു കാര്യം ഒന്നും സൂചിപ്പിക്കുന്നു, അടുത്ത വ്യാഴാഴ്ച ജൂൺ 19 എന്ന് പറയുന്ന വായന ദിനമാണ്. വായനക്കൂട്ടിന്റെ അടുത്ത ഒരു എഡിഷൻ അന്ന് നടത്തണമെന്ന് ആഗ്രഹമുണ്ട്. ഡീറ്റെയിൽസ് ഗ്രൂപ്പിൽ അറിയിക്കാം. കാരണം അന്നത്തെ ദിവസം എല്ലാവർക്കും കൂടെ ഒരുമിച്ച് കൂടുവാനും എന്തെങ്കിലും നമുക്ക് ഇതുപോലെ പങ്കിടാനും കഴിഞ്ഞാൽ വളരെ നന്നായിരിക്കും എന്ന് തോന്നി. ഏതായാലും ഈ സുന്ദര സായാഹ്നത്തിന് എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു.